ഭാഗവതം എന്താണ് നമ്മോട് ആത്യന്തികമായിട്ട് പറഞ്ഞു തരുന്നത്? ഭാഗവതത്തിന്റെ പ്രഥമമായ ശ്ലോകത്തിൽ തന്നെ അത് അന്തർഹിതമാണ്. ജന്മാദ്യസ്യ യതഃ. ശ്രദ്ധിക്കണേ, വാക്ക് ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്? ജന്മാദ്യസ്യ യതഃ. ഈ കാണായ സകല ഭൂതങ്ങളുടെയും ജന്മം ആദിയായവ എവിടെ നിന്നാണ്? ഇത് നീ ചിന്തിക്കടോ. അതാണ് ഭാഗവത സപ്താഹത്തിലൂടെയും ബാക്കിയുള്ള എല്ലാ സത്സംഗത്തിലൂടെയും നടക്കേണ്ടത്. എന്താ പറഞ്ഞത്? ഈ കാണായ ഭൂതങ്ങളുടെ എന്താ ഭൂതം അയ്യോ, ശബരിമലയ്ക്ക് പോകുമ്പോ അപ്പാച്ചിമേട്ടിൽ ഉണ്ടയേറുണ്ട്. ഉണ്ടോ ഇല്ലയോ? ശബരിമലയ്ക്ക് പോണ ആരെങ്കിലും ചിലപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം. അപ്പാച്ചിമേട്ടിൽ ഉണ്ടയേറുണ്ട്. അച്ഛൻ മകനെ കൊണ്ടുപോകുമ്പോ എറിയടാ ഒരു ഉണ്ട ഇപ്പുറത്ത്. അച്ഛൻ പറയും മോനോട്, ശബരിമലയിൽ ഉണ്ടയേറുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയി ഇപ്പാച്ചിക്കുഴിയിൽ എത്തുമ്പോ അച്ഛൻ മോനോട് പറയും എറിയടാ ഒരു ഉണ്ടപ്പുറത്ത്. അപ്പൊ കുട്ടി തിരിഞ്ഞെന്ന് അച്ഛനോടൊരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് അച്ഛൻ ഈ ഉണ്ട എറിയണത്? അപ്പൊ അച്ഛൻ പറഞ്ഞു, കഥയിൽ ചോദ്യമില്ല, നടന്നോ, എല്ലാവരും എറിയുന്നു, അതുകൊണ്ട് നമ്മൾ എറിയുന്നു. ഇത്രേ ആർക്കറിയുള്ളൂ? അച്ഛൻ അറിയുള്ളൂ. നമ്മളെ അമ്പലത്തിൽ പോക്കൊക്കെ ഇങ്ങനെയാണ്, മുന്നിൽ പോണോന്ന് നോക്കിയിട്ടാ പരിപാടി. നാരായണന്മാർ ഇങ്ങനെയാണ്, ഇവരുള്ളതാണ്, ഞാനും ഇങ്ങനെ തന്നെ. അല്ലെങ്കിൽ സുശീല അങ്ങനെയാണ്, ഞാനും ഇങ്ങനെ തന്നെ. അവൻ ഇടത്തോട്ട് ഇരിഞ്ഞ നമ്മൾ വലത്തോട്ടിരിഞ്ഞ. ഇങ്ങനെയാണ് നമ്മളെ പോക്ക്. നോക്കൂ, അത് ഭൂതബലിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അച്ഛന് കഴിഞ്ഞില്ല. അതായത് അപ്പാച്ചിമേട്ടിലും ഇപ്പാച്ചിക്കുഴിയിലും എറിയുന്ന ഉണ്ട ഭൂതബലിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അച്ഛന് കഴിയണം. എന്താ ഭൂതം എന്നുള്ള വാക്കിന്റെ അർത്ഥം? അതറിഞ്ഞാലേ ഭൂതം എന്താന്ന് മനസ്സിലാവുള്ളൂ. ഭൂത്യൈ ഇതി ഭൂത. ഒന്നുകൂടി പറയാ, ഭൂത്യൈ ഇതി ഭൂത. ഭവിച്ചതെന്തോ ഉണ്ടായതെന്തോ അതിനെ ഭൂതമെന്ന് വിളിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഭൂതം ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, കുറെ ഭൂതങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. അത്രയേ അർത്ഥമുള്ളൂ. അപ്പൊ ഈ സകല ഭൂതങ്ങളുടെയും നാഥനാണ് അയ്യപ്പൻ. അതുകൊണ്ടാണ് അയ്യപ്പസ്വാമിയെ ഓം ഭൂതനാഥ സദാനന്ദ പറയൂ. സർവഭൂതദയാപര രക്ഷ മഹാബാഹോ. ശാസ്ത്രേ എന്ന് പറയരുതേ, ശാസ്ത്രേ എന്നില്ല, ശാസ്ത്രേ. അത് ഉള്ളിൽ ഉറപ്പിച്ചോണം. ശാസ്ത്രേ എന്നില്ല. വ്യാകരണം പഠിച്ചവർക്കറിയാം. ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അപ്പൊ ആ ഭൂതനാഥൻ എന്ന് പറഞ്ഞാൽ പുല്ലു മുതൽ ബ്രഹ്മാവ് വരെയുള്ള സകലത്തിന്റെയും നാഥനാണ് ഉള്ളിലിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഭൂതമാണ്. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ഈ ഭൂതങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? ഈ സകല ഭൂതങ്ങളും എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് ചോദിച്ച് ഭാഗവതം അവസാനം എത്തിച്ചേരുന്നത്, അതിന്റെ താത്വിക തലത്തിൽ എത്തിച്ചേരുന്നത് സത്യം പരം ധീമഹി എന്നാണ്. ഒന്നുകൂടെ ഉറപ്പിച്ച് മനസ്സിലാക്കിക്കോണേ. എന്തിലാണ് എത്തിച്ചേരുന്നത്? ഇതിന്റെ ഒക്കെ തുടക്കം എവിടുന്നാന്ന് ചോദിച്ചിട്ട് ഇതിന്റെ ഒടുക്കം എവിടെയാണെന്നും പറഞ്ഞിട്ട് ഭാഗവതം എത്തിച്ചേരുന്നത് സത്യം പരം ധീമഹി എന്നതിലാണ്. നീ സത്യമായതിനെ, പരമമായതിനെ, ഉണ്മയെ അറിയടോ. ശരി, അതിനു വേണ്ടിയിട്ടാണ് ഭാഗവതത്തിന്റെ ഉള്ളിലുള്ള മുഴുവൻ കാര്യം. ഏതൊരു കാര്യം നിങ്ങൾ എടുത്താലും അതിന് മുഴുവൻ കാര്യം അതാണ്. ഇനി നമുക്കൊന്നും കൂടി അടുത്തേക്ക് നിന്ന് നോക്കാം. ഭാഗവതം തുടങ്ങുന്നത് ഒരുപാട് കഥകൾ പറയുന്നുണ്ടതിൽ. എന്താണ്, ദുന്ദുലിയുടെയും ദുന്ദുകാരിയുടെയും കഥ തുടക്കത്തിൽ വരുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? അതിലൊരു 7 മുളന്തണ്ട് പൊട്ടുന്നുണ്ട് ഗോകർണന്റെ കഥ പറയുമ്പോൾ. ഉണ്ടോ ഇല്ലയോ? എന്താണ് ഈ 7 മുളന്തണ്ട് പൊട്ടല്? ആ മുളന്തണ്ട് പൊട്ടിയിട്ടാണ് എന്താ പറയാ ദുന്ദുലിയുടെയും ദുന്ദുകാരിയുടെയും കഥ അവസാനിപ്പിക്കുന്നത്. പരമപദമായ മോക്ഷം ഈ 7 മുളന്തണ്ട് പൊട്ടുമ്പോ സംഭവിക്കുകയാണ്. അതായത് 7 ദിവസങ്ങളിലായിട്ടുള്ള സപ്താഹാദികളിലൂടെ സംഭവിക്കുകയാണ്. എന്താ ഈ 7 മുളന്തണ്ട് പൊട്ടല്? ഈ പൊട്ടലാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് സംഭവിച്ചത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് വാതരോഗം ഇല്ലാണ്ടാവണത്. 7 മുളന്തണ്ട് നമ്മളെ ഉള്ളിൽ പൊട്ടണം. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഇതൊന്നും നമ്മളെ ആൾക്കാർക്ക് അറിയില്ല. ഒക്കെ വരുന്നു, ചാനലിൽ എന്തെങ്കിലും നോക്കുന്നു, മുറിവൈദ്യം ഉണ്ടാവും, അത് നോക്കിയിട്ട് പഠിക്കുന്നു, അബദ്ധത്തിലേക്ക് പോകുന്നു. പല അബദ്ധങ്ങൾ ഈ ചാനലുകളിലുണ്ട്. നേരെ ചൊവ്വേ പരമ്പരയായി ഇത് പഠിച്ചു പോവില്ല. ഭാഗവത സപ്താഹം തന്നെ പല കോലത്തിലായിട്ടുണ്ട്. ഇപ്പം ഉണ്ട്. മണ്ണടക്കം വാരി കൊടുക്കുന്ന സ്ഥലം കണ്ടു ഞാൻ. ഉപദ്രവിക്കരുത്. അടുത്ത പ്രാവശ്യം വിളിച്ചാലും സന്തോഷം, വിളിച്ചില്ലേ എല്ലാവരും സന്തോഷം. പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോകും. കാരണം ഭഗവാനെ ഉള്ളിലൂടെ സംസാരിക്കുന്നത്. എനിക്ക് യാതൊരു ബാധ്യത അക്കാര്യത്തിലില്ല. ഞാൻ പറഞ്ഞ മിസ്സൈൽ ഇത് നന്നായാലും ചീത്തയായാലും ആ തൃക്കാൽക്കൽ സമർപ്പിച്ച് ഞാൻ എൻ്റെ വഴിക്ക് ഇറങ്ങിപ്പോകും. എന്തേ പറഞ്ഞു പോടെ? 7 മുളന്തണ്ട് പൊട്ടൽ. ഒന്ന് ശ്രദ്ധിക്കൂ. ഈ 7 മുളന്തണ്ട് ഉള്ളിലേത് പൊട്ടണം. അത് പൊട്ടണില്ല. എന്താ കാരണം? നമ്മളൊരു ഇക്കിളിയിലാണ്. ഇന്നെല്ലാവരും ഒരു ഇക്കിളിയിലാണ്. കാരണം ഒരു ഞായറാഴ്ച ദിവസം അത് ഇവിടെ കൊണ്ടുപോയി ഇടണോ? നമുക്ക് എന്തൊക്കെ പരിപാടിയുണ്ട്. മാളിന്റെ മുന്നിൽ പോയി ഒന്ന് നിന്നൂടെ? ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, എന്താ നിങ്ങൾ അങ്കമാലി എന്ന് പറഞ്ഞത്?
അങ്കമാലി തിരിച്ചു പോകുമ്പോൾ അങ്കമാലിയിൽ നിന്ന് കയറുകയാണ് നല്ലതെന്ന് പറഞ്ഞു. ട്രാഫിക് ജാം ലേശം കുറവായിരിക്കും. ഞാൻ ചോദിച്ചു, ഇവിടെ ആലുവയിൽ ഇപ്പം എന്താ അത്ര കാണാനുള്ളത്? ആൾക്കാരൊക്കെ വൈകുന്നേരം ഇപ്പം എന്തിനാ അപ്പം പുറത്തേക്ക് ഇറങ്ങണമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മാളുകളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അയിമയ്ക്ക് നോക്കിക്കുക, വൈകുന്നേരം ആയാലും ഒക്കെ അങ്ങനെ നോക്കിക്കുക. എന്നിട്ടൊരു കുഴിമാന്തിയും കഴിച്ചു. ഇവിടെ കുഴിമാന്തി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മലപ്പുറത്തേക്കൊക്കെ നല്ലോണം കുഴിമാന്തി ഇഷ്ടം മാതിരി ഉണ്ട്, കോഴിക്കോട്ടൊക്കെ ഉണ്ട്. ഒന്ന് കഴിച്ചു. അവനവൻ്റെ സന്ധിയില്ല, രാവിലെ ഇല്ല, ഒന്നുമില്ല, പട്ടിയെ പോലെ ചത്തൊടുങ്ങും. അങ്ങനെ ഒടുങ്ങാനുള്ളതല്ല ഒരു ജീവിതം. എന്താണ് അവന്റെ ജന്മസാക്ഷാത്കാരം എന്നറിഞ്ഞ് അതിലേക്ക് കയറണം. അതിനാണ് കുടുംബം പോലും എന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അല്ലാതെ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, സന്താനോൽപാദനം നടത്തുക, അത് ഏത് മൃഗങ്ങളും നടത്തുന്നു. നമുക്കെന്ത് മെച്ചം അതിൽ അപ്പുറത്തേക്കുള്ളത്? ആത്മസാക്ഷാത്കാരത്തിലേക്ക് നടന്നെടുക്കണം. അതിന് ഞാൻ ആരാന്ന് മനസ്സിലാക്കണം. വരൂ, അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്റെ കൂടങ്ങൾ പോരൂല്ലേ? ഒരു രസം ഞാൻ നിങ്ങളോട് പറയട്ടെ. കോഴിക്കോട് പ്രമുഖമായൊരു ഹാളിന്റെ ഉള്ളിലേക്ക് ഞാൻ പ്രഭാഷണത്തിന് കയറുകയാണ്. പ്രമുഖമായൊരു ഹാളിന്റെ ഉള്ളിലേക്ക് പ്രഭാഷണത്തിന് കയറുകയാണ്. അപ്പൊ കോഴിക്കോട്ടെ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ വന്ന് എന്റെ കൈ പിടിച്ച് ഒന്ന് ആ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട് നിങ്ങളോട് പറയാൻ. ആ മാവിന്റെ ചോട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട് പറയാൻ. അത് ഇവിടെ നിൽക്കുന്നവരോട് എല്ലാവരോടും ഒന്ന് പറയണോട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, കഴിഞ്ഞ ചൊവ്വാഴ്ച എന്ന് വെച്ചാൽ ആ പരിപാടി നടക്കുന്നതിന്റെ തൊട്ട് മുന്നേത്തെ ചൊവ്വാഴ്ച കോഴിക്കോട്ടെ പ്രമുഖമായ ഒരു സ്കൂളിന് അവധിയായിരുന്നു. ചൊവ്വാഴ്ച ഒരു സ്കൂളിന് അവധി കൊടുക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ശരിയാണോ അല്ലയോ? ഒന്നുകിൽ കുട്ടി മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അധ്യാപകർ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ അല്ലാണ്ട് ആ സ്കൂളിന് ലീവ് കൊടുക്കൂല. അപ്പൊ ഞാൻ ഈ മാതൃഭൂമിയുടെ റിപ്പോർട്ടറോട് ചോദിച്ചു, അതെന്ത് പറ്റി ആ കുട്ടിക്ക്? ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതാ. അതായത് +1 പഠിക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി, 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയ പെൺകുട്ടിക്ക്? അപ്പോഴാണ് ആ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ പറഞ്ഞത്, അവൾ, അതായത് ആ പെൺകുട്ടി നല്ല നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആ 10ാം ക്ലാസ്സിൽ നല്ല A+ കിട്ടുകാരനെ നിങ്ങൾക്ക് ആലോചിച്ചറിയാലോ, ആ കുട്ടി ബ്രൈറ്റ് ആയിരിക്കുന്നുള്ളത്. നല്ല സുന്ദരിയായ പെൺകുട്ടി. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞത്, അവൾ കോട്ടയത്തുള്ള ഒരു ഫ്രോഡുമായിട്ട് വാട്സാപ്പില് ചാറ്റ് ചെയ്ത് കയറി. ഈ ഇക്കളിയെയാണ് ഭാഗവതം പറഞ്ഞു തന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? കുട്ടിയെ കൈപിടിച്ച് ആ ക്ഷേത്രത്തിന്റെ തിരുവോരത്തേക്ക് വഴി നയിക്കണം. ഇല്ലെങ്കിൽ ഈ പണിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് നാളെയും കിട്ടും, മറ്റന്നാളും കിട്ടും. ഇരുന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇക്കിളിയിൽപ്പെടുന്ന വലിയവരുണ്ട്, ഇക്കിളിയിൽപ്പെടുന്ന കുട്ടികളുണ്ട്. ആരൊക്കെയാണോ വലിയവർ ഇക്കിളിയിൽപ്പെട്ടത്, അവരുടെ കുട്ടികളാണ് വീണ്ടും എന്തിലേക്ക് പോണത്? ഈ ഇക്കിളിയിലേക്ക് പോണത്. നിതാന്ത ജാഗ്രതയോടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് കുട്ടിക്ക് വഴി പറഞ്ഞു കൊടുക്കണം. അപ്പൊ പിന്നെ ആ കുട്ടിക്ക് വഴി പഴക്കില്ല. എവിടങ്ങൾ കൊണ്ടുപോയിട്ടാലും ആ കുറ്റിയിൽ പിടിച്ചു നിൽക്കും. കേൾക്കണ്ടോ ഇല്ല? ആ കുറ്റിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയണം. കൂടങ്ങൾ പോരുണ്ടെന്ന് വിചാരിക്കണം. എന്താ കുട്ടി പോകാൻ കാരണം? പെൺകുട്ടി പോകാൻ കാരണം നോക്കൂ, നമ്മളെ പെൺകുട്ടികളൊക്കെ പോണത് ഇൻസ്റ്റഗ്രാം വഴിയാണ്. ഇത് ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവും. ഇവിടെ ഇരിക്കുന്ന കുടുംബിനികളും ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഇൻസ്റ്റ വഴിയാണ് കയറിപ്പോണത്. അത് വലിയവരും അങ്ങനെ തന്നെ. ഇപ്പൊ ഈ അടുത്തിടെ ഏതോ ഒരു സ്ത്രീയുടെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കി ഒരു വ്ളോഗർ കൊന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഇൻസ്റ്റ വഴിയാ കയറിപ്പോയത്. പെണ്ണിനെ ഏറ്റവും കൂടുതൽ പെടുത്താൻ പറ്റിയ വഴി ഇൻസ്റ്റയാണ്. അതെന്താ കാരണം? അവള് കാണുന്നതിലല്ല വീഴുന്നത്, അവൾ കേൾക്കുന്നതിലാണ്. നിങ്ങളിതൊക്കെ മനസ്സിലാക്കേണ്ടെന്ന് വിചാരിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളെ കുട്ടികളാണ് ഈ വരിവെള്ളം പോണ പോലെ പോണത്. ശരിയാണോ അല്ലയോ? പെൺകുട്ടികൾ വരിവെള്ളം പോണ പോലെ വരിവെള്ളം പോണ പോലെ. ആൺകുട്ടികളും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. ആൺകുട്ടികൾ ഡ്രഗിലേക്കാണ് പോണത്. മെത്തലിൻ ഡയോക്സി മെത്താഫെറ്റാമിൻ പോലുള്ള അതിമാരകമായ ലഹരി 2019 കൊറോണയുടെ ചുവട് പിടിച്ച് ഇവിടേക്ക് വന്നു. തന്റെ ഉള്ള ആനന്ദമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആ ഭഗവാൻ കൃഷ്ണനെ ഒരു ഒറ്റ നോട്ടം കാണിച്ചു കൊടുത്താൽ മതി. ഒറ്റ നോട്ടം. അതുകൊണ്ടാണ് മഹാകവി ഉറക്കെ ചൊല്ലിയത്, ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. കരയാതെ കടന്നുപോയ ആകൊരൊറ്റ സന്ദർഭത്തില് അല്പൊന്ന് കരയണത് കാണാം. അത് കുചേലനെ കാണുമ്പോഴാ. കുചേലനെ കണ്ട് ആനന്ദത്തിന്റെ കണ്ണീർ വാർത്ത് നിൽക്കുമ്പോഴാ ഭഗവാൻ ഒന്ന് കരഞ്ഞു കാണുന്നത്. അതുവരെ ഊഢഗുരുഭാരവാഹിയായി നിന്നു ഭഗവാൻ. എന്താ ഊഢഗുരുഭാരവാഹി? മാഘകവി ശിശുപാലവധത്തിൽ ഭഗവാനെ വിശേഷിപ്പിച്ചത് ഭാരത്തിന്റെ ഭാരം താങ്ങുന്ന കൃഷ്ണ എന്നാണ്. ഇത് കാതു കൂർപ്പിച്ച് കേൾക്കണം. നമ്മളൊരു ചെറിയ പണി ചെയ്യുമ്പോഴേക്ക് ക്ഷീണിച്ചു പോകും. ഭഗവാൻ ഭാരത്തിന്റെ ഭാരം താങ്ങി. ഉണ്ടോ ഇല്ലയോ? താങ്ങിയോ ഇല്ലയോ? കാരാഗ്രഹത്തിലേക്ക് പറന്നു വീണു. ശരിയാണോ അല്ലയോ? നിങ്ങൾക്കും എനിക്കും ആ ഗതികേടുണ്ടായിട്ടില്ല. ബുദ്ധിമുട്ടിന്റെ അങ്ങേ തലയിലൂടെ കടന്നുപോയി. അപ്പോഴും ചിരിച്ചു. അവസാനം വേടന്റെ അസ്ത്രം കാലിന് കൊണ്ട് പരമപദമായ ആ സൗധത്തിലേക്ക് തിരിച്ച് യാത്രയാവുമ്പോഴും സുന്ദരമായ ചിരി ചിരിച്ചു. ഈ ചിരി കാട്ടിത്തരുന്നത് നിങ്ങൾ കരുത്തോടെ ജീവിക്കടോ എന്നാണ്. ആത്മസാക്ഷാത്കാരത്തിൽ ഇരുന്ന് ജീവിക്കടോ എന്നാണ്. ഇത് മനസ്സിലായിട്ടില്ലേ പിന്നെ ഇവിടെ വന്ന് തൊഴുതിട്ട് എന്ത് കാര്യം?
എൻ്റെ കൂടങ്ങൾ പോലും ഞാൻ വിഷയത്തിലേക്ക് ഇറങ്ങണേ ഉള്ളേ. ഞാൻ ഈ കുട്ടീനെ ഒന്ന് പറഞ്ഞു തീർത്തിട്ട് വേണം എനിക്ക് യഥാർത്ഥ ക്ഷേത്ര വിഷയത്തിലേക്ക് ഒന്ന് ഇറങ്ങാൻ. ഞാൻ അത് കാണിച്ചു തന്നിട്ടേ പോവുള്ളൂ. നിങ്ങൾ എത്ര ആളുണ്ടെങ്കിലും അത് കാണിച്ചു തന്നിട്ടേ പോവുള്ളൂ. അല്പസമയം ഇരിക്കാം. കൂടെ വരൂലേ നിങ്ങൾ? എൻ്റെ കൂടെ ഉണ്ടാവൂലേ എന്നൊരു അനക്കൊന്നും കാണില്ലേ? ഉറങ്ങിയോ? വരട്ടെ. ആ പെൺകുട്ടി ചാറ്റ് ചെയ്ത് കയറി. എന്താ പെൺകുട്ടികൾ ചാറ്റ് ചെയ്ത് കയറാൻ കാരണം? ആണുങ്ങൾ പൊതുവെ ശ്രദ്ധിക്കണം, ഈ സൈക്കോളജി ഒന്നും ഒരു അല്പം പറയാം. ഞാൻ മൈക്ക് ഓഫ് ചെയ്തോളാൻ പറഞ്ഞു. കാരണം ഇതൊക്കെ പറയുമ്പോൾ ഇത് പുറത്തേക്ക് പോയാൽ ഇവിടെ ഞാൻ സംസാരിച്ച രീതിയിലല്ല ഇത് ചാനലിൽ കാണുക. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം ഇവിടെ പറയാനുള്ളത് മുഴുവൻ പറയാൻ കഴിയണം. റെഡി ആവട്ടെ. എന്താണ് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിലൊന്ന്, ഞങ്ങൾ ആണുങ്ങൾ പൊതുവെ കാര്യങ്ങളെ ചുരുക്കി പറയും, ചുരുക്കി കേൾക്കും. നിങ്ങൾ വീട്ടിൽ പോയി വെക്കാൻ മതി. ആണുങ്ങൾ ഒരു മൂളക്കുഞ്ഞരക്കൊക്കെ ഉണ്ടാവുള്ളൂ, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല, കാര്യങ്ങളെ പരത്തി പറയും, പരത്തി കേൾക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. വീട്ടിൽ പോയി നോക്കുമ്പോൾ എന്താ പറയാ, അയലൊക്കത്തെ മീനേന്റെ കല്യാണമല്ലേ പോണ്ടേ എന്ന് ഭാര്യ പറയുമ്പോ ഭർത്താവ് ഒരു മുളക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ വീണ്ടും ഭാര്യ കയറി ഹെഡ് ചെയ്യും. നിങ്ങളെന്തേ കൂർമ്മ മൂളണമാതിരി മൂളണത്? അതിന് പോവാൻ കുട്ടിക്ക് ഒരു ചുരിദാറുണ്ടോ? ഭർത്താവ് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഭാര്യ ഇങ്ങനെ കയറി പരപരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും നോക്കിയാൽ കാണാം. നിങ്ങളുടെ ആൺകുട്ടി സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാൽ നോക്കുക, അത്തലയും പറയും ഇത്തലയും പറയും, നടുവൊരു ബ്ലാക്ക് ഔട്ട് ആയിരിക്കും. അമ്മ ഗോപാലേട്ടൻ്റെ മോനെ, എന്താ ഗോപാലേട്ടൻ മോനെ പറ്റി? ഇപ്പൊ വരെ സുരേഷ് വിളിക്കുണ്ടാവാൻ പോയി. പിന്നെ അവനെ കൊണ്ടുവന്ന് കാലിന്റെ ഇടയിൽ ഇറുക്കി വെച്ച് ചോദിച്ചാലേ അടുത്തത് കിട്ടുള്ളൂ. ശരിയാണോ അല്ലയോ? എന്നാൽ ഒരു പെൺകുട്ടി സ്കൂൾ വിട്ട് വന്നാൽ നോക്കൊണ്ട് അവള് കഴുകാൻ കൂടി പോകില്ല. ഡോറിന്റെ മുകളിൽ 2 കൈയും വെച്ച് ഇങ്ങനെ നിന്ന് നോവല് പറയണ പോലെ സ്കൂളിൽ നടന്നു നോക്കാം. അവള് ഇങ്ങനെ പറഞ്ഞിട്ട്, അമ്മ വിജയമാഷ ക്ലാസ്സിലെ ഞാൻ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പി വിജയമാഷ പറയാട്ടോ. അന്നേരം അമ്മയുടെ ഇക്കിളിയിലാവും. കാരണം എന്താ? ഒരൊറ്റ ആട്ടലാണ്. വിടാ പോയോ എന്റെ ഒരു വിജയമാഷ്. ഇന്നലെയും പറഞ്ഞില്ലേ നീ ഇത്? ഇതാണ് ആണും പെണ്ണും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം ശ്രദ്ധിക്കൂ. 2 വ്യത്യാസം ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാല്, നമ്മളെ പെൺകുട്ടികൾ പോകരുത്. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും കണ്ണീര് വീഴരുത്. ഇത് പ്രാർത്ഥിച്ച് അവിടെ ദണ്ഡ നമസ്കാരം ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയിരിക്കുന്നത്. ഇനി അതിന്റെ ആത്മീയതയിലേക്കാണ് കടക്കണത്. ഞാൻ ഭൗതികത പറഞ്ഞിട്ട് ഇതിന്റെ ആത്മീയതയിലേക്ക് കടക്കും. കൂടെ വരൂലേ? നിങ്ങൾ ഒന്നിച്ച് വരൂലേ? കുറച്ച് വേറിട്ടൊരു പ്രസംഗമായിരിക്കും. കാരണം നിങ്ങൾ ഭാഗവതത്തിലൂടെയൊക്കെ കടന്നുപോയി നിരന്തരം എന്താ പറയുക കഥ കേട്ടിരുന്ന് അതല്ല. കുറച്ച് തത്വം പറയുക, കുറച്ച് അതിന്റെ കാര്യങ്ങൾ അറിയണമല്ലോ. അറിയണ്ടേ? 7 മുളം തട്ട് പൊട്ടണ്ടേ? പൊട്ടണം. അതാണ് നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ്. വരട്ടെ, നമുക്ക് നോക്കാം. ശരി, മറ്റൊരു വ്യത്യാസം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള എന്താന്ന് വെച്ചാല്, ഞങ്ങൾ ആണുങ്ങൾ പൊതുവെ വിഷ്വലായിരിക്കും. എന്താ വിഷ്വൽ? ഞങ്ങൾ ആണുങ്ങൾ പൊതുവെ കാണയിൽ വീണവരായിരിക്കും. സുന്ദരമായ ഒന്നിനെ കണ്ട് ഡെറ്റി വീണുണ്ടാവും. അതിന്റെ ബാക്കിൽ ജീവിതം അങ്ങനെ പോകുന്നുണ്ടാവും. ഇതാണ് ഞങ്ങൾ ആണുങ്ങൾ. തന്നെയല്ല, ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് ഒരു കുഴപ്പം കൂടി ഉണ്ട്. എന്താ കുഴപ്പം എന്നറിയോ? ഞങ്ങൾക്കൊരു മങ്കി മൈൻഡാണുള്ളത്. ഒരു കുരങ്ങന്മാരുടെ മനസ്സാണ്. ഒരു കൊമ്പത്ത് നിൽക്കൂല. അത് പഠിക്കുന്ന കാലത്ത് തന്നെ നോക്കിയാറിയാം. 8ാം ക്ലാസ്സിൽ ഒന്നിനോട് തോന്നിയ പ്രേമല്ല 9ാം ക്ലാസ്സിൽ വേറെ ഒന്നിനോട്, 10ാം ക്ലാസ്സിൽ വേറെ ഒന്നിനോട്, +1 വേറെ ഒന്നിനോട്, +2 വേറെ ഒന്നിനോട്, ഡിഗ്രിക്ക് വേറെ ഒന്നിനോട്, PGക്ക് വേറെ ഒന്നിനോട്, കല്യാണം കഴിക്കണ ഏതോ ഉഗാണ്ടയുള്ള ഒന്നിന്. ടൈം വേസ്റ്റ്, എനർജി വേസ്റ്റ്, ജീവിതം അപ്പടി വേസ്റ്റ്. അങ്ങനെയാണ് ആണ്. അവനങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കല്യാണം കഴിച്ചാലും ഈ കൊമ്പിൽ ചാടുന്നത് ഉണ്ടാവും കേട്ടോ. സംശയം ഒന്നും വേണ്ട, ചാടും. എന്താ നിങ്ങൾക്ക് സംശയം? ഞാൻ ചാടൂല, അതൊക്കെ വെറുതെ പറയുകയാണ്. ചാൻസ് കിട്ടാഞ്ഞിട്ട്. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ആണുങ്ങളുടെ പ്രത്യേകത. എന്നാൽ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. പെണ്ണുങ്ങൾ കാണയിൽ വീഴൂല. ഒരു രസം കൂടി ഉണ്ട് കേട്ടോ, അതുകൂടി പറയട്ടെ. ഇത് 13 വയസ്സിന് ശേഷമാണ് ഇതൊക്കെ പ്രകടമായിട്ട് കാണുക. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അത്ര പ്രശ്നമില്ല. അതായത് 7ാം ക്ലാസ്, 6ാം ക്ലാസ്, 5ാം ക്ലാസ്സിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. 13 വയസ്സിന്റെ മുകളിലേക്ക് 8ാം ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത കോലത്തിലാവും. ഇങ്ങോട്ട് വാടാന്ന് പറയുമ്പോഴേക്കും അത് അങ്ങോട്ട് പോകുന്നുണ്ടാവും. അതുകൊണ്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിന്റെ കൈ പിടിച്ച് ഈ സംസ്കരണ പ്രക്രിയയിലേക്ക് കൊണ്ടുവരണം. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം. അപ്പൊ എന്താ പറയാ, ഉള്ളില് ആ ഒരു വാസന ഉള്ളിലുണ്ടാവും. നമ്മൾ ആരെങ്കിലും ചെയ്തുവോ? ചോദ്യം. നമ്മൾ രാവിലെയും വൈകിട്ടും സന്ധ്യകൾ കഴിച്ചുവോ? ചോദ്യം. നമ്മൾ രാവിലെയും വൈകിട്ടും വീടിന്റെ ഉള്ളിൽ പൂജാമുറിയിൽ ഒരു വിളക്ക് തെളിച്ച് അവിടെ ഇരുന്ന് ഉപാസന ചെയ്തുവോ? ചോദ്യം. അതിനുശേഷം അവിടുന്ന് എഴുന്നേറ്റ് തന്റെ കുട്ടിയുടെ കൈപിടിച്ച് തന്റെ തട്ടകത്ത മൂർത്തിയായ ആ ഭഗവാൻ കൃഷ്ണന്റെ അടുത്തേക്ക് വന്ന് ഒന്ന് തൊഴുത് നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ചുവോ? ചോദ്യം. ഈ ചോദ്യത്തിനൊക്കെ ഉറക്ക ഉത്തരം കാണണം. കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? അതിലേക്ക് ഞാൻ വഴിയെ കിടക്കാം. വഴിയെ വരട്ടെ. എന്തിവിടെ പറഞ്ഞു? മറ്റൊരു പ്രത്യേകത കൂടി പറയട്ടെ. 13 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സിന്റെ ഉള്ളില് എല്ലാ കരികിടിയും കുട്ടി കളിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണ്. അതിനാണ് ടീനേജ് എന്ന് വിളിക്കുക. അതിൻ്റെ ഇടയിൽ
എല്ലാ കോപ്രായി കളിച്ചിട്ട് ഇവൻ എല്ലാ തരികിടിയും കളിക്കുന്ന പ്രായം അതാണ്. 19ാമത്തെ വയസ്സിൽ പ്രകൃതി സ്വിച്ച് ഓഫ് ആക്കും. പക്ഷേ വീണ്ടും കറങ്ങും കുറച്ചും കൂടെ. 20, 21, 22, 23, 24, 25 ഒക്കെ ആകുമ്പോഴേക്ക് കറക്കം നിൽക്കും. അപ്പോഴേക്ക് ജീവിതം കൊലവള്ളി വിട്ട് പോയിട്ടുണ്ടാവും. എന്താ സംഭവിച്ചതെന്ന് ഇവൻ എന്നെ അറിയില്ല. എന്താ സംഭവിച്ചതെന്ന് ഇവൻ എന്നെ അറിയാത്ത അവസ്ഥയിലെത്തും. അപ്പൊ നോക്കൂ, ആ അവസ്ഥയിൽ നിന്ന് അവനെ കൈപിടിച്ച് കയറ്റി കൊടുക്കണം. ഇത് ശ്രദ്ധിക്കുക. ആണുങ്ങൾ കാണുന്നതിലാണ് വീണത് എന്ന് പെൺകുട്ടിയെ 13 വയസ്സ് കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നുണ്ട് പ്രകൃതി. പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഉണ്ട്. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും നിങ്ങളെ പെൺകുട്ടി എങ്ങനെയാ സ്കൂളിൽ പോയതെന്ന് നോക്കുക. അതിന് ഡ്രസ്സിങ്ങിലൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. തലമുടിയെ കൂടി വല്ല ചപ്പറപ്പറയൊക്കെയാണ് പോകുമ്പോൾ അമ്മ എന്നെ പറയും, എന്താടി എന്റെ തലമുടി കൂടി കിളിക്കൂട് പോലുണ്ടല്ലോ പറഞ്ഞ് പിരിച്ചിട്ട് ഒരു കുത്തും കൊടുത്തു വിടും. 13 വയസ്സിന്റെ മുകളിലേക്ക് കയറിയ ഒരൊറ്റ പെൺകുട്ടിയോട് അമ്മ അങ്ങനെ പറയേണ്ട ഗതികേടുണ്ടായിട്ടില്ല. 8ലോ 9ലോ 10ലോ നിങ്ങളെ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോ ആ കുട്ടിയോട് അമ്മ എന്താണ് ഈ സ്കൂളിൽ പോകാനായില്ലേ? അമ്മയുടെ ഒരു കഥ എന്താണെന്നറിയില്ലല്ലോ. ഇതൊക്കെ ഞാൻ പച്ചക്കിട്ട് പറയുമ്പോൾ, ഞാൻ ഈ ആചാര്യസ്ഥാനത്ത് ഇരുന്ന് പച്ചക്കിട്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചങ്ങാതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ഒരു കുഴപ്പമില്ല. സമൂഹത്തിന്റെ പരിച്ഛേദ ഞാനിപ്പോൾ പറയണത്. അതിന്ന് നമ്മളെ കരകയറ്റി അടുത്ത പരിച്ഛേദത്തിലേക്ക് കൊണ്ടുപോകണം. ഇതാ ചെയ്യണത്. ഇതിൽ കുടുങ്ങിക്കിടക്കല്ല വേണ്ടത്, അതിന്റെ മുകളിലേക്ക് കയറണം. ഈ പെൺകുട്ടിയിലാണ് ആര് വീഴുന്നത്? ഈ ആൺകുട്ടികൾ വീഴുന്നത്. ഇതൊക്കെ ഈ കളറൊക്കെ കണ്ട് പുട്ടി, പെയിന്റ്, പ്രൈമർ ഒക്കെ കൂടി കണ്ട് അതിൽ പെട്ടുപോവുകയാണ്. ഇതിനെ കൊണ്ടുവന്ന് ഒരു മഴയത്ത് നിർത്തി കഴിഞ്ഞാൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല. ശരി, ഇത്രയും തമാശയാണ് ഇപ്പൊ പറയണെങ്കിലും അതിന്റെ ഉള്ളിൽ കൂടെ കാര്യമാണ് നിങ്ങളോട് പറയണത്. ഒരൊറ്റ പെണ്ണും കാണുന്നതിൽ അങ്ങനെ വീഴില്ല. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കാണുന്നതിൽ വീഴില്ല. അവൾ കേൾക്കണയിലാണ് മിക്കവാറും വീഴുക, കേൾക്കണയിൽ. അതുകൊണ്ടാണ് ഒരു പെണ്ണിനെ പെടുത്താൻ ഏറ്റവും നല്ല വഴി സുന്ദരമായ 4 വാക്ക് പറയലാണ്. സുന്ദരമായ 4 വാക്ക് പറയലാണ്. അതിപ്പോ പറയാൻ കഴിയാത്തതിനെ കൊണ്ട് അത് മിക്കവാറും എങ്ങനെയാ നടക്കണമെന്നറിയോ? ഇതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ കൂടിയാ പോണം. ആണോ അല്ലയോ? അത് സോഷ്യൽ മീഡിയയിലാണ് പരിപാടി. ഇൻസ്റ്റ വഴി ചാറ്റിംഗ്. ഈ ചാറ്റിങ്ങിലാണ് മിക്കവാറും പെടുന്നത്. കേൾക്കണ്ടോ ഇല്ലേ? പെണ്ണ് പെടുന്നത് ഈ ചാറ്റിങ്ങിലാണ്. പിന്നെ അവസാനം ഇത് ചൊറിയിൽ മാന്തണ പോലെ ആവുകയാണ്. കാരണം എന്താണെന്നറിയോ? കുടുംബിനികളായ സ്ത്രീകളൊക്കെ ഈ ചാറ്റിങ്ങിൽ പെട്ടുപോവുകയാണ്. കോട്ടയ്ക്കെന്ന കൊറോണ വന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു, പ്രമോദ് സാറേ സുരേഷിന്റെ ഭാര്യ പോകാൻ നിൽക്കണ്ടോ, ഒന്ന് പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. സുരേഷിന്റെ ഭാര്യനെ പിടിക്കുന്ന പരിപാടി ഞാൻ പറഞ്ഞു പോയിക്കോട്ടെയായിരുന്നു. പോയിട്ട് അവൾ ആ ഇക്കിളിയിലൊക്കെ പെട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ പോരാൻ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ. ഇല്ലെങ്കിൽ 2 3 പീസൊക്കെ ഈ താഴ്വാരം കാണാം, അല്ലെങ്കിൽ കഴുത്തിൽ കത്തി കുത്തിയിറക്കിയിട്ടോ ബാക്കി എങ്ങനെയാ വെച്ചാൽ വേഗം പരലോകത്തേക്ക് പോവാം. അതല്ലെങ്കിൽ ആണുങ്ങളൊക്കെ ആണെങ്കിൽ വല്ല കഷായോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കുടിച്ച് അവർക്കും പോകാം. ആരായാലും ഇതൊക്കെ തന്നെയാ ഫലം. എന്താ കാരണം എന്നറിയോ? കേട്ടപ്പോൾ കാണണമെന്നു തോന്നി, കണ്ടപ്പോൾ കെട്ടണമെന്നു തോന്നി, കെട്ടിയപ്പോൾ ഹാ കഷ്ടം, പെട്ടു എന്നും തോന്നി. നിങ്ങൾ ഇനി എത്ര എണ്ണം ചെയ്താലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിനാദ്യം എന്ത് വേണം? ഇതൊക്കെ ഭാസുരമാവണമെങ്കിൽ എന്ത് വേണം? നാം ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി ഇടപെടുമ്പോൾ അവിടെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുകയില്ലയോ? പരസ്പരം ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കുകയില്ലയോ? അങ്ങനെ ജീവിതം ഭാസുരമായിട്ട് മുന്നോട്ട് പോകും. അതിനാണ് നമ്മൾ ഒത്തുകൂടേണ്ടത്. നിങ്ങൾ കേൾക്കണ്ടേ ഞാൻ ഈ പറയണത്? പുരഞ്ജനന്റെയും ബാക്കിയൊക്കെ കഥ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നതിനാണ്. പുരം ജനിപ്പിക്കുന്നവൻ അവനാ പുരഞ്ജനൻ. അതായത് നവദ്വാരപുരമായി ദേഹത്തെ ജനിപ്പിച്ച് വീണ്ടും വീണ്ടും പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേശയനം. ജനിക്കുക മരിക്കുക ജഡരത്ത് കിടക്കുക, ഗർഭപാത്രത്തിൽ കിടക്കുക. ഇത്ര ദുരിതമയമായ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ആ കൂടൊന്ന് പൊട്ടിച്ച് പുറത്തേക്ക് സ്വാതന്ത്ര്യം നേടിക്കൊണ്ടേ ഉണ്ടെന്നില്ല. വേണ്ടേ? പറയൂ വേണ്ടേ? ഇരിക്കട്ടെ, ഞാൻ ആ പെൺകുട്ടിയെ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ, എന്നിട്ട് എനിക്ക് ക്ഷേത്രത്തിലേക്ക് കടക്കണം. എന്താ ഭാഗവതം പറഞ്ഞതെന്ന് കാട്ടിത്തരണം, അല്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇക്കിളി കുറച്ചൊന്ന് കാട്ടിത്തരും. അതിന് ശേഷം ആ പെൺകുട്ടി ഇവനോട് ചാറ്റ് ചെയ്തു. 3 കുട്ടികളുടെ അച്ഛനായിരുന്നു ആ കോട്ടയംകാരൻ. ഇവൾ +1 പഠിക്കുന്ന സുന്ദരിയായ പെൺകുട്ടി. വകതിരിവ് അക്കാര്യത്തിൽ ഉണ്ടാവില്ല. ഇവൻ 3 മക്കളുടെ അച്ഛനാണെന്ന് അറിഞ്ഞിട്ടും ഈ ചാറ്റിങ്ങിൽ കുടുങ്ങിയ ആ കുട്ടി കയറി. അവന്റെ അടുത്തേക്ക് പോകണം കോഴിക്കോട് നിന്ന്. അതിനവൾ കണ്ടെത്തിയ മാർഗം, ഇപ്പോഴത്തെ കുട്ടികൾ പ്രത്യേകിച്ചു ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പണ്ടൊക്കെ എനിക്ക് എന്റെ രക്ഷിതാക്കൾ ഒരു പേടിയും ബഹുമാനമായിരുന്നു. ശരിയാണോ അല്ലയോ? മിണ്ടണില്ല. ആണോ അല്ലയോ? നിങ്ങൾക്ക് അങ്ങനെയൊന്നും അല്ലായിരുന്നോ? വലിയവരോടാ എന്റെ ചോദ്യം, ചെറിയ മക്കളോടല്ല. ആയിരുന്നു അല്ലയോ? ആണ്. എന്നാൽ ഇന്ന് എന്താ സ്ഥിതി? രക്ഷിതാക്കൾക്ക് കുട്ടികളെ ഒരു പേടിയും ബഹുമാനം. മോനെ കുട്ടാ ഉപദ്രവിക്കല്ലേ, എങ്ങനെയെങ്കിലും അങ്ങോട്ട് കഴിഞ്ഞു കൊടുക്കട്ടെ, എന്റെ കാലശേഷം എന്താ വേണ്ട ചെയ്തോന്നാ. കുട്ടി പറയണതൊക്കെ കൊടുത്ത് മുട്ടിലഴിയാണ് കുട്ടിയുടെ മുന്നിൽ. ശരിയാണോ അല്ലയോ? പറയൂ, ശരിയാണോ അല്ലയോ? നോന്ന് പറയാൻ കുട്ടിയെ പഠിപ്പിച്ചില്ല. നോന്ന് പറയാൻ പഠിച്ചാൽ ഒരുവിധം പാപമൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റുമായിരുന്നു നമുക്ക്.
ചില പ്രത്യേക സ്ഥലത്ത് നോ എന്ന് പറയാൻ പഠിച്ചാൽ അപ്പൊ ഒരുവിധം പാപങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും നമുക്ക്. പക്ഷെ നോ എന്ന് പറയാൻ മടിച്ച് പല കാര്യങ്ങളും നിന്നപ്പോ നമുക്ക് അപകടത്തിലേക്ക് കയറേണ്ടി വന്നു. ഭഗവാൻ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ സംശയം നിങ്ങൾക്ക്? ദുര്യോധനന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് തന്റെ നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കുട്ടിത്തറമോട് കെട്ടിയ ആ മുടിയൊന്ന് കോതി ഒതുക്കിയിട്ട്, അതായത് പകുതി രാജ്യം നീ പാണ്ഡവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു, ഒരു സൂചി കുത്താൻ പോലുള്ള സ്ഥലം കൊടുക്കൂല എന്ന് അവസാനം പറഞ്ഞപ്പോഴാണ് നമുക്ക് കുരുക്ഷേത്രത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞത്. നോ, അത് നീ ചെയ്യരുതെന്ന് തന്നെയാണ് പറഞ്ഞത്. കുരുക്ഷേത്രത്തിൽ കാകനും കഴുകനും നിന്റെ തല കൊത്തി വലിക്കുമ്പോ നീ അറിയും ധർമ്മം എന്താണെന്ന്. ഇത് പറഞ്ഞിട്ട് തേരിൽ കയറി തേരോടിച്ചു പോരുകയാണ് മഹാസ്വരൂപൻ, ആനന്ദസ്വരൂപൻ, അചിന്മയൻ, അമായാമയൻ. ഇതൊന്നും മനസ്സിലാക്കി വെക്കൂ. എപ്പോഴെങ്കിലും അവനവന്റെ കർമ്മത്തിൽ നിന്ന് താഴേക്ക് പോകരുത്, ഒരിക്കലും പോകരുത്, ഒരിക്കലും പോകരുത്. ചെയ്യാനുള്ള കർമ്മത്തെ എന്താ പറയാ ഗരിമയോടെ ചെയ്യണം. പക്ഷെ അതിലൊന്നും ഒട്ടാൻ നിൽക്കരുത്, ഒന്നിലും ഒട്ടാൻ നിൽക്കരുത്. എന്താ പറയാ ചക്ക മുറിക്കുന്ന പോലെ കയ്യുമ്മല് എന്താ പറയാ എണ്ണ തേച്ചിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ചിട്ട്, അതിന് പൊതുവെ വിളിക്കുന്ന പേര് സ്നേഹം എന്നാണ്. അത് തേച്ചിട്ട് ഈ ലോകത്ത് ഇടപെടാവും. ഒട്ടാൻ നിൽക്കരുത്, ഒരാളുമായിട്ട് ഒട്ടാൻ നിൽക്കരുത്. എന്റെ കൂടങ്ങൾ ഉണ്ടോ? ഒന്നിച്ച് പോരുന്നുണ്ടോ? ഞാൻ ഈ പറയണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? അവൾ, ആ പെൺകുട്ടി അമ്മയോട് കല്ലുവെച്ച നുണ പറയുകയാണ് ചെയ്തത്. എന്താ അവള് പറഞ്ഞതെന്നറിയോ? അമ്മ ടൂറുണ്ട് കേട്ടോ ഈ കോട്ടയംകാരന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന അമ്മ ചോദിച്ചു, മോളെ എത്ര രൂപയാണ് വേണ്ടത്? അപ്പൊ ആ കുട്ടി പറഞ്ഞു, കോട്ടയത്ത് പോയി അവന്റെ ഒപ്പം നിന്ന് തിരിച്ചു പോരണം, 4500 രൂപ വേണം എന്ന് പറഞ്ഞപ്പോൾ ഒറ്റയടിക്ക് കൊടുക്കാനില്ലാതിരുന്ന അമ്മ 500 വെച്ച് ആർക്ക് കൊടുത്തു? പറയൂ, ആർക്ക് കൊടുത്തു? ഈ കുട്ടിക്ക് കൊടുത്തു. ഡേറ്റിന്റെ മുന്നേ. അവിടെ അമ്മ ചെയ്ത തെറ്റ്, ആ കുട്ടിയെ ചേർത്താൻ വേണ്ടി മാത്രം ആ സ്കൂളിലേക്ക് കയറി ചെന്നു. പിന്നീടൊന്ന് വിളിക്കുകയോ ആ ക്ലാസ് ടീച്ചറെ പോലും ഒന്ന് ബന്ധപ്പെടുകയോ ചെയ്തില്ല. ഇങ്ങനെ ഒരു ടൂർ ഉണ്ടോ എന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല. കുട്ടി പറഞ്ഞത് മാത്രമാണ് ആപ്തവാക്യം. കുട്ടി കോട്ടയത്തേക്ക് വണ്ടി കയറി. അവളെ അവൻ മിസ്യൂസ് ചെയ്തു മാത്രമല്ല, അതിന്റെ വീഡിയോ എടുത്ത് അവൻ പിന്നീട് അവളെ പിന്തുടർന്നപ്പോൾ ജീവിക്കാൻ കഴിയാതിരുന്ന ആ പെൺകുട്ടി ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി. നോക്കൂ, നരകം ഇവിടെ തന്നെയാണ്. ആത്മീയതയെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ജീവിതത്തിലെ നരകം ഇവിടെ തന്നെയാണ്. ഇത് മനസ്സിലാക്കും. ആത്മീയത ഉള്ളിലുണ്ടെങ്കിൽ എവിടെയും നമ്മൾ നരകത്ത് കിടക്കേണ്ടി വരില്ല. വരുമോ? പറയൂ. പ്രതിസന്ധി നമുക്ക് വന്നാൽ പോലും അതിനെ നമ്മൾ മനസ്സിലാക്കി തരണം ചെയ്ത് അപ്പുറത്തേക്ക് കടക്കുകയില്ലയോ? പറയൂ. ആണോ അല്ലയോ? ആണ്. ഇതൊക്കെ ആത്മീയത ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട്. ശരിയാണല്ലോ? അപ്പൊ ആ സത്യത്തെ അറിയലാണ് പരമപ്രധാനം. പക്ഷേ നമുക്ക് നോക്കാം. ആ കുട്ടി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയെന്ന് മാത്രമല്ല, മരിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഈ വീട്ടുകാരി തന്നെയാണ്, 10-17 കൊല്ലം നോക്കിയ ഈ വീട്ടുകാരി തന്നെയാണ് അവളെ ചികിത്സിക്കുന്നത്. അവര് വീണു, അവർക്ക് ജോലിക്ക് പോകാൻ കഴിയോ? പറയൂ. അവര് സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു. കേട്ടോ ഇല്ലയോ? കടം കയറിയോ ഇല്ലയോ? ഒരൊറ്റ കുട്ടിയുടെ ഒരു ഡൈവേഴ്ഷനെ കൊണ്ട്, ഒരു ഇക്കിളിയിലേക്കുള്ള പോക്കിനെ കൊണ്ട് ആ മാതാവും പിതാവും ആ കുടുംബവും ഒന്നടങ്കം എന്താ പറയാ താഴേക്ക് നിബന്ധിക്കുകയാണ്. ഇതില്ലാണ്ടാക്കണമെങ്കിൽ കുട്ടിക്ക് കൃത്യമായ അറിവ് കൊടുക്കണം. വേണോ വേണ്ടയോ? യഥാർത്ഥത്തിലുള്ള തിരിച്ചറിവ് കൊടുക്കണം. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരു ദിവസം ഞായറാഴ്ച വൈകുന്നേരം അതിനൊക്കെ വേണ്ടി സമയം ചെലവഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം? ആ സത്സംഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം? നോക്കൂ, ഒരു ക്ഷേത്രത്തില് 5 യജ്ഞങ്ങൾ നടക്കണമെന്നാണ് പ്രമാണം. ശ്രദ്ധിക്കൂ, ഞാനീ പറയുന്നത് ശ്രദ്ധിക്കൂ. 5 യജ്ഞങ്ങൾ, അതിനെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് വിളിക്കുക. ആ 5 യജ്ഞങ്ങൾ നടക്കാത്ത ക്ഷേത്രമാവില്ല. ഏതാ 5 യജ്ഞം? അധ്യാപനം, ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞസ്തു തർപ്പണം, ഹോമോ ദേവോ ബലിർബൗദോ നൃയജ്ഞോ അതിഥി പൂജനം. ശ്രദ്ധിച്ചു കേൾക്കൂ. 5 യജ്ഞം. അധ്യാപനം, ബ്രഹ്മയജ്ഞം. അതിൽ 1ാമത്തെ യജ്ഞമാണ് അധ്യാപനം. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിരന്തരം ക്ഷേത്രത്തിൽ നടക്കണം. ആ തട്ടകത്തുള്ളവര് നിരന്തരം ഒത്തുകൂടണം. കേൾക്കണ്ടല്ലോ? തലയിൽ വെളിവുണ്ടാവണം, വഴിതെറ്റിപ്പോകരുത്, ജാഗ്രത ആയിട്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, എന്റെ കൂടെ അല്ലേ? വരട്ടെ. എന്തേടെ പറഞ്ഞു? അപ്പൊ ഒരു ക്ഷേത്രത്തിൽ 1ാമത് നടക്കേണ്ടത് എന്താണ്? പറയൂ. അധ്യാപനം. അതാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2ാമത് പിതൃയജ്ഞമാണ്. മിക്കവാറും അമ്പലത്തിൽ പിതൃയജ്ഞം ഉണ്ടാവും. ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ ജലാശയങ്ങൾ ഉണ്ടെങ്കിൽ പിതൃയജ്ഞം നടത്താൻ സൗകര്യം ഉണ്ടാവും. മിക്കവാറും അമ്പലങ്ങളിൽ പണ്ട് പിതൃയജ്ഞം ഉണ്ടാവും. കാരണം ദേവയജ്ഞം പോലെ പിതൃയജ്ഞം പ്രധാനമാണ്. ദേവയജ്ഞത്തെക്കാൾ ഒരു പടി മുന്നിലാണ് പിതൃയജ്ഞം. വഴിയെ പറയാം. കാരണം പിതൃയജ്ഞം കഴിഞ്ഞിട്ടേ ദേവയജ്ഞം ഉള്ളൂ. മനസ്സിലാക്കിയാൽ മതി. മാതാ, പിതാ, ഗുരു, ദൈവം. ആ ദൈവത്തിലേക്ക് വഴി കാണിക്കുന്നത് ഈ 3 ആൾക്കാരാണ്. അവരുടേത് കഴിഞ്ഞിട്ടേ ദൈവമുള്ളൂ.
മനസ്സിലാവണുണ്ടോ എന്നൊക്കെ പറയണത്? എന്താ പറഞ്ഞ? മാതാ, പിതാ, ഗുരു, ദൈവം. ഈ 3 പേര് കഴിഞ്ഞിട്ടാ ദൈവം. അത് സംശയം എന്താ? അപ്പൊ അതുകൊണ്ട് പിതൃക്രിയയാണ് ദൈവക്രിയയേക്കാൾ ആദ്യം വരുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ശബരിമലയ്ക്ക് പോകുമ്പോ പമ്പയിൽ പിതൃക്രിയ ചെയ്തിട്ടേ എങ്ങോട്ട് കയറൂ? 5 കിലോമീറ്റർ നീലിമല അല്ലെങ്കിൽ കരിമല നിങ്ങൾ കയറുള്ളൂ. ശരിയാണോ അല്ലയോ? അല്ലാതെ ആരെങ്കിലും സന്നിധാനത്ത് പോയി തൊഴുത് താഴേക്ക് ഇറങ്ങിയിട്ട് പമ്പയിൽ പിതൃക്രിയ നടത്തുവോ? ഉണ്ടല്ല, നടത്തുവോ? ഇല്ല. അപ്പൊ പിതൃക്രിയ ദേവക്രിയയേക്കാൾ മുന്നിൽ വരുന്നു. ഇത് 2ാമത്തെ യജ്ഞമാണ് അമ്പലത്തിൽ. 2ാമത്തെ യജ്ഞം. അപ്പൊ നോക്കൂ, അധ്യാപനം ബ്രഹ്മയജ്ഞം, പറയൂ, പിതൃയജ്ഞസ്തു തർപ്പണം, പിന്നെ ഹോമോ ദേവോ, അവിടെ ഹോമം നടക്കണം. ഗണപതി ഹോമം അടക്കമുള്ള ഹവിസ്സിൽ നിന്നുള്ള പുക ഉയരണം. അപ്പോഴേ അത് ക്ഷേത്രമാവും. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ആണോ അല്ലയോ? 3ാമത്തേത് ഹോമം. ദേവന്മാർക്ക് ഹോമം വേണം. ശ്രദ്ധിക്കൂ, അത് ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. അധ്യാപനം ബ്രഹ്മയജ്ഞം പിതൃയജ്ഞസ്തു തർപ്പണം ഹോമോ ദേവോ ബലിർബൗദോ, ഭൂതങ്ങൾക്ക് ബലി. ഞാനിപ്പോ ഇങ്ങോട്ട് പോരുമ്പോ രാവിലത്തെ പൂജാതി കാര്യങ്ങൾ കഴിഞ്ഞ് കിളികൾക്ക് വെള്ളം വെച്ചു കൊടുത്ത് മലരുണ്ടാവും. മലര് കണ്ടിട്ടില്ലേ? അത് കുറച്ചൊരു പാത്രത്തില് കിളികൾക്ക് ഇട്ട് കൊടുത്താൽ പല കിളികളും വരും. അത് കണ്ടിരിക്കാനും ഒരു രസമാണ്. അവ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കാണാനും ഒരു രസമാണ്. എല്ലാ ജീവികൾക്കും എന്ത് ചെയ്യണം? നമ്മൾ ഭക്ഷണം കൊടുക്കണം. പണ്ട് നമ്മൾ കഴിച്ചതിന്റെ കഴിച്ചു, അത് കഴിഞ്ഞിട്ട് കിളികൾക്കൊക്കെ ഒരു കൊടുക്കണ പതിവുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ പണ്ട്? എന്തിനധികം പറയണു, പണ്ട് നമ്മള് വെക്കാൻ കൊണ്ടോണേന്ന് ഒരു പിടി അരി എടുത്ത് പറയൂ ഒരു കുടത്തിലേക്ക് ഇട്ട് വെക്കും. അതിനെയാണ് പിടിയരി ശേഖരണം എന്ന് വിളിക്കുക. അത് ഒരു മാസമാകുമ്പോ ഒരു 3.5-4 കിലോ ഒക്കെ ഉണ്ടാവും. ഒരു മാസം ആകുമ്പോഴേക്കും അത് അമ്പലത്തിൽ കൊണ്ടുവരും. മിക്സ് ചെയ്യില്ല. മിക്സ് ചെയ്താൽ പല ടൈപ്പ് അരി ഉണ്ടാവും. പല ആൾക്കാർ കൊണ്ടുവരുന്നത് പല അരിയായിരിക്കും. അപ്പൊ ഇത് ഓരോന്നും അങ്ങനെ തന്നെ ശേഖരിച്ച് ഇരുചെവി അറിയാണ്ടേ അങ്ങനെയാ കൊടുക്കേണ്ടത്. പ്രിയാദേയം, ഭിയാദേയം, സംവിധാദേയം. ഇത് വേദത്തിന്റെ വരിയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇക്കൈ കൊടുക്കണത് ശ്രദ്ധിക്കൂ. ഇക്കൈ കൊടുക്കണത് ഏതറിയരുത്? ഇക്കൈ അറിയരുത്. എന്താ സംശയം? ഇക്കൈ കൊടുക്കണത് ഇക്കൈ അറിയരുത്. അങ്ങനെ ഇരുചെവി അറിയാതെ കൊടുക്കണം. ഞാൻ 2 ദിവസം മുന്നേ കോഴിക്കോട്ടെ ഒരു ബാലികാ സദനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പെൺകുട്ടികളെ, അനാഥരായ അഥവാ അച്ഛനും അമ്മയും ഉണ്ടായിട്ട് പോലും ആ വീട്ടിൽ ജീവിക്കാൻ കഴിയാത്ത കുട്ടികളെ വളർത്തി വലുതാക്കുന്ന ഒരു സങ്കേതത്തിന്റെ വാർഷികാഘോഷത്തിലായിരുന്നു 2 ദിവസം മുന്നേ സംസാരിച്ചത്. എന്റെ കണ്ണൊന്ന് നിറഞ്ഞുപോയി. 2ാമത്തെ തവണയാണ് ഞാൻ അവിടെ കയറി ഇറങ്ങുന്നത്. 2 ലക്ഷം രൂപയാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരു മാസം ആ സങ്കേതം ചെലവഴിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോ എനിക്ക് അത്യധികം അത്ഭുതം തോന്നി. ആ പ്രഭാഷണം നീളട്ടെ എന്ന് പറഞ്ഞവരോട്, എന്റെ പ്രഭാഷണം അത് കുറച്ചുകൂടി മുന്നോട്ട് പോകാറുണ്ട്. ഞാൻ പറ്റില്ല, തിരുവാതിരക്കളിയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കാരണം അവരെ കേട്ടിരിക്കാന്ന് പറഞ്ഞു. ഒരു ദിവസം കൂടി വരണട്ടോ, വലിയ സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിരിഞ്ഞിറങ്ങിയത്. കുട്ടികളെ മുഴുവൻ കണ്ടു. അവരൊക്കെ വലിയ ഹാപ്പിയില്ല. അവർക്ക് തിരിച്ചറിവുണ്ടാവുകയും ചെയ്തു. ആർക്ക്? ആ കുട്ടികൾക്ക്. കേൾക്കണ്ടോ ഇല്ലയോ ഈ പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ? അത് ഉണ്ടാവുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ്. ശരിയാണോ അല്ലയോ? അല്ലാതെ ഒരു കാര്യം ചെയ്തിട്ട് അതിനെ കൊണ്ട് ഒരു ഗുണവും കിട്ടാതെ പ്രാഗിയിട്ട് അങ്ങോട്ട് ഇറങ്ങേണ്ടി വന്നാല് ഇപ്പം ദുഃഖം വേറെ ഇല്ല. അതുകൊണ്ട് ആ കാതു കൂർപ്പിച്ചു കേൾക്കൂന്ന് പറഞ്ഞത്. ശരി ആവട്ടെ. എന്തേ കൂടെ പറഞ്ഞു? ആ പെൺകുട്ടി ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീണു. അവളെ കുടുംബം തകരാറിലായി. ആ കുട്ടി നരകം ഇവിടെ അനുഭവിച്ചു എന്ന് മാത്രമല്ല, അവളെ ചികിത്സിച്ച് ഭേദാക്കി തിരിച്ചു കൊണ്ടുവന്നു. പ്രതീക്ഷയിലായിരുന്നു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നത്. അവള് തിരിച്ചു വന്ന അതിന്റെ പിറ്റേന്ന് ജനവാതിലിന്റെ മുകളിൽ തന്റെ ഷാള് കെട്ടിയിട്ട് കഴുത്തിൽ കെട്ടി തൂങ്ങുകയാണ് ചെയ്തത്. നോക്കൂ, താങ്ങാൻ പറ്റാത്ത ദുഃഖം ആർക്കുണ്ടാക്കി വെച്ചു? ആ രക്ഷിതാക്കൾക്ക് ഉണ്ടാക്കി വെച്ചു എന്ന് മാത്രമല്ല, അവൾ നോക്കൂ, ഒരു കാരണവശാലും തൂങ്ങി മരിക്കരുത്, അഥവാ ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ചെയ്താൽ അവൻ നീചയോനിയിലേക്ക് പതിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. നമ്മളെ ആൾക്കാർ ഇതൊന്നും പറഞ്ഞു കൊടുക്കില്ല. കേൾക്കണ്ടോ ഞാൻ ഈ പറഞ്ഞത്? ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ താഴേക്ക് പോയി പോകും. പിന്നെ മുകളിലേക്ക് കയറി വരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും ചെയ്യരുത്. പ്രതിസന്ധി ഉണ്ടാവും. അങ്ങനെ വരുമ്പോ കൈ കോർക്കണം. കേൾക്കണ്ടോ ഇല്ലയോ? കൈ കോർക്കണം, അതിന് കയറണം. അതിനാണ് നമ്മളെല്ലാവരും. അതായത് എൻ്റെ അടുത്ത് എത്രയോ ആൾക്കാർ ദിവസവും വരുന്നുണ്ട്. കൈ കോർത്തവരെ കയറ്റിയിട്ട് എന്നാലാവുന്നത് ചെയ്തു കൊടുത്തിട്ടേ തിരിച്ചു പോകും. ശ്രദ്ധിക്കുന്നില്ലേ ഞാൻ പറയണ? അധ്യാപനം ബ്രഹ്മയജ്ഞം പിതൃയജ്ഞസ്തു തർപ്പണം ഹോമോ ദേവോ ബലിർബൗദോ. ബലി മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ആനയൂട്ട് ഉൾപ്പെടെയുള്ള എല്ലാം എന്താണ്? ഭൂതബലിയാണ്. സകല ചരാചരങ്ങളോടുള്ള കടമയാണ്. ശബരിമലയ്ക്ക് പോകുമ്പോൾ അപ്പാച്ചി വീട്ടിലും ഇപ്പാച്ചി കുഴിയിലും ഉണ്ടയേറിയാലും ഒക്കെ തന്നെയും സകല ഭൂതങ്ങളോടുമുള്ള കടമയാണ്. ഇത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശബരിമലയ്ക്ക് നോക്കിയാൽ പഞ്ചമഹായജ്ഞം കൃത്യമായിട്ട് കാണാം.
കേൾക്കണില്ലേ ഞാൻ പറയണം? അവസാനം. ഇവിടെ ശ്രദ്ധിക്കൂ, അവസാനം. അധ്യാപനം ബ്രഹ്മയജ്ഞം പിതൃയജ്ഞസ്തു തർപ്പണം ഹോമോ ദേവോ ബലിർബൗദോ നൃയജ്ഞോ അതിഥി പൂജനം. അന്നദാനം അവസാനം. പക്ഷെ അമ്പലത്തില് അന്നദാനം ആദ്യം. കോഴിക്കോട്ടൊക്കെ ഒരു പതിവുണ്ട്, ഉപദ്രവിക്കരുതേ, ആര് ഉപദ്രവിച്ചാൽ എനിക്ക് വിരോധമില്ല, പറയട്ടെ. കോഴിക്കോട്ടൊരു പതിവുണ്ട്. എന്താ പതിവ് വെച്ചാല് പ്രഭാഷണം, ഇവിടെ ഉച്ചയ്ക്ക് പ്രഭാഷണം പതിവില്ല അല്ലേ? അവിടെ അങ്ങനെ പതിവ്. തെക്കോട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ ഉച്ചയ്ക്കുള്ള പ്രഭാഷണം അല്ലേ, ഒക്കെ വൈകുന്നേരമേ ഉള്ളൂ. അവിടെ അങ്ങനെയല്ല, അവിടെ ഉച്ചയ്ക്ക് പ്രഭാഷണം ഉണ്ടാവും. അതെന്തിനാണെന്നറിയോ? അത് 11-11:30 വെക്കുക. ഞാനൊരു അമ്പലത്തിൽ പോയി അവിടുത്തെ കമ്മിറ്റിക്കാരെ നമസ്കരിച്ചു. ഈ ഉച്ചഭക്ഷണത്തിനുള്ളവരൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ, അവർക്കൊക്കെ കേൾപ്പിക്കത്തക്ക രീതിയിലാണ് പ്രഭാഷണം. ഒരു 1 മണി വരെയൊക്കെ പ്രഭാഷണം എടുക്കും. അപ്പൊ അപ്പം പ്രഭാഷകന്റെ വിചാരം എന്താ? പ്രഭാഷണം കേൾക്കാൻ വന്നത് അത് മുഴുവൻ അല്ല. ഗത്യന്തരല്ലേ, കാലമാടൻ എപ്പോഴാണ് നിർത്താന്ന് അറിയില്ല, ഇത് കഴിഞ്ഞിട്ട് വേണം. ഇതാണ് ഈ ഇരുത്തം. അങ്ങനെയാണ് ഈ ഇരുത്തം. ഒരു അമ്പലത്തിൽ പോയപ്പോ ഞാനൊരു രസം കണ്ടു. അത് പറയട്ടെ, ഒരു രസം പറയട്ടെ. എന്താ രസം വെച്ചാല് അവിടെ പ്രഭാഷണം തന്നെ ഊട്ടുപുരേന്റെ ഉള്ളിലാ. എല്ലാത്തിനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പൊ വേവലാത്തി ഒന്നുമില്ല. ഇനിയിപ്പോ സീറ്റ് പിടിക്കൊന്നും വേണ്ട, കാമായിട്ട് ഇരുന്ന് പ്രഭാഷണം കേൾക്കുന്നുണ്ട്. ആ കമ്മിറ്റിക്കാരെ ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ചു. കാരണം എന്താ അറിയോ? അതിനും വേണം ഒരു ബുദ്ധി. ഇങ്ങനത്തെയൊക്കെ ടീമാണ് നമ്മളെ ടീം. എത്ര കൊടുത്താലും തലയിൽ വെളിവ് വരൂല, എത്ര കേട്ടാലും ഉള്ളിങ്ങോട്ട് തുറക്കൂല. അങ്ങനത്തെ ചില ടീമുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. എന്തായാലും ആട്ടെ, ഇവിടെ അങ്ങനത്തെ പതിവൊന്നും കണ്ടില്ല ഞാൻ. ഇവിടെ എന്താ സ്ഥിതി അറിയില്ല കേട്ടോ. ഞാൻ ഒരു ദിവസം ഇപ്പോൾ വരാറുള്ളൂ, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരൊക്കെ വളരെ ഡീസൻ്റാ. ഇവിടെയൊക്കെ തനിനിറം കാണണേ ഇവിടെ വീട്ടിൽ പോയി നോക്കണം. ഒരു മാസ്ക് ധരിച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുക. നമ്മളൊക്കെ ശരിക്കുള്ള മാസ്ക് കാണണേ വീട്ടിൽ പോയി നോക്കണം. സംശയം എന്താ? ഒക്കെ പല പല കോലത്തിലും ആയിരിക്കും. ഇരിക്കട്ടെ, ഇവിടെ തിരിച്ചു പറ്റും. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞു ഞാൻ? ഈ 5 യജ്ഞത്തില് ഇക്കിളിയിൽ നിന്ന് മാറി നിൽക്കണം. വേണോ വേണ്ടയോ? ഇക്കിളികളെ ആട്ടി ഓടിക്കാൻ പഠിക്കൂ. ഞാൻ ആനന്ദ സ്വരൂപനാണെന്ന് ഉറപ്പിക്കൂ. ആ 7 മുളന്തണ്ട് എന്റെ ഉള്ളിലാണ് പൊട്ടണത് എന്ന് ഉറക്കെ പഠിച്ചു വെക്കും. അപ്പൊ ഭാഗവതം നിങ്ങളുടെ ഉള്ളില് തെളിഞ്ഞു നിൽക്കും. ഇനി എന്താണ് ആ 7 മുളന്തണ്ട് പൊട്ടല് എന്ന് നമുക്കൊന്ന് കാണണ്ടേ? ഉണ്ടല്ലേ, കാണണ്ടേ? അതിന് ക്ഷേത്രം എന്താന്ന് പഠിക്കണം. ക്ഷേത്രം എന്താന്ന് പഠിച്ചാൽ 7 മുളന്തണ്ട് പൊട്ടല് നമുക്ക് മനസ്സിലാവും. അവിടെ നിൽക്കുന്ന ഒരു കസേര കിട്ടാഞ്ഞിട്ടാണോ നിൽക്കണം എങ്കിൽ ഇങ്ങോട്ട് കയറിയിരിക്കും. കേൾക്കണം എന്നുള്ളവരാണെങ്കിൽ ഒന്നും ഇങ്ങോട്ട് കയറി, അതിന് പ്രയാസമില്ല. പോണ്ടപ്പോ ഇറങ്ങി പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഇവിടെ ഇഷ്ടമായി സീറ്റ് ബാക്കിയുണ്ട്. ഇനി അങ്ങോട്ട് ഒന്ന് നോക്കണ്ട, പോണ്ടവരുണ്ടേ പോയിക്കോളൂ, കുഴപ്പമില്ല. ഇനിയിപ്പോ ഞാനത് പറഞ്ഞിട്ട് വേവലാതിപ്പെടണ്ട. ഇങ്ങോട്ട് വരട്ടെ, ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറിയിരിക്കാം. ഇവിടെ എന്ത് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എന്ത് പറഞ്ഞു? ഇങ്ങോട്ട് വരട്ടെ. ക്ഷേത്രം എന്താന്ന് മനസ്സിലാക്കണം. നമുക്ക് ആ ക്ഷേത്രം എന്താന്ന് ഒന്ന് നോക്കാം. വരില്ലേ നിങ്ങൾ എൻ്റെ കൂടെ? വരുമോ ഇല്ലയോ? വരും. നമുക്ക് ക്ഷേത്രം എന്താന്ന് നോക്കാം. വരും. 64 കിലോമീറ്റർ നീളവും 64 കിലോമീറ്റർ വീതിയുമുള്ള, പഴയ ഭാഷയിൽ പറഞ്ഞാൽ 5 യോജന നീളവും 5 യോജന വീതിയുമുള്ള. നിങ്ങൾ എത്ര പേര് കുരുക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കുരുക്ഷേത്രത്തിൽ പോയവർക്കറിയാം അതിന്റെ നീളവും വീതിയും ഏകദേശം ഒരേപോലെയാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമി പോയവരാരുടെ കൈകൊട്ടി? ആരുമില്ലേ, ഞാൻ മാത്രമേ ഉള്ളൂ. എപ്പോഴെങ്കിലും കാശി വരെയെങ്കിലും ഒന്ന് പോയി പോരണേ. ഇതിന്റെ താഴ്മയായ അപേക്ഷയാണ്. ഇപ്പൊ അതിനുള്ള സൗകര്യമുണ്ട്. ആ കാശി പോയി ഉണ്ടാവും. കാശി വരെയെങ്കിലും ഒന്ന് പോകണം. അവിടുത്തെ മണികർണിക ഘട്ട് എപ്പോഴെങ്കിലും ഒന്ന് കാണണം. അപ്പൊ നിങ്ങളെ സകല അഹങ്കാരം പോകും. 24 മണിക്കൂറും ശവം ദഹിക്കുകയാണ് അവിടെ. 24 മണിക്കൂറും ശവം ദഹിക്കുകയാണ് മണികർണിക ഘട്ടില്. ആ ചുടല ഭസ്മത്തിലാണ് കാശി വിശ്വനാഥൻ തന്റെ സുന്ദരമായ താണ്ഡവ നടനം നടത്തുന്നത്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞില്ലേ? ഇതും പറഞ്ഞില്ലേ? ആ സുന്ദരമായ താണ്ഡവ നടനം അവിടെയാണ് നടക്കുന്നത്. എനർജി മാറ്റർ കോസ്മിക് ഡാൻസ്. അതായത് ചുടല ഭസ്മത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ശരീരം നിന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് മണികർണിക ഘട്ട്. ഈ ശരീരം വീണു പോകും. അത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ പറഞ്ഞ ഈ ശരീരമല്ല ഞാൻ എന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇപ്പൊ ഒന്നും പറഞ്ഞില്ലേ ഇവിടെ? ശരീരമല്ല ഞാൻ എന്ന് പറഞ്ഞില്ലേ? ഞാൻ ഈ കയ്യാണോ ചോദിച്ചു എവിടുന്ന്? ഇല്ലേ? ഞാൻ ഈ കാലാണോ ചോദിച്ചു എവിടുന്ന്? എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളെല്ലാവരും അന്ന് ഉണ്ടായിക്കൊള്ളുന്നില്ല, അതൊരു സത്യം. റൈറ്റ്, ആവട്ടെ. ഞാൻ ഈ ശരീരമല്ലെന്ന് ഉറപ്പിച്ച് ഞാൻ നാളെ ഈ ശരീരം താഴേക്ക് വീഴുകയും ഈ ശരീരം ഭസ്മമായി തീരുകയും ചെയ്യും. പക്ഷെ എനിക്ക് നാശമില്ല എന്ന് പഠിച്ചു വെക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള സ്വത്വത്തിന് നാശമില്ല. അതിനെ ഉയർത്തണം. കേൾക്കുണ്ടോ പറഞ്ഞ? അതിനെ ഉയർത്തണം. എന്റെ കൂടങ്ങൾ പോരുണ്ടോ? ഇതിനെ ഉയർത്തണം. ആ ഉയർത്താനുള്ള വിദ്യയാണ് ക്ഷേത്രത്തെ കാട്ടിത്തന്ന് നിങ്ങൾക്ക് കാട്ടിത്തരുന്നത്. എന്നിട്ട് 7 മുളന്തണ്ട് പൊട്ടുന്ന വിദ്യയും കൂടി നമുക്ക് ഇപ്പൊ കാണണം. ഒന്നിച്ചിരിക്കും. ഇത് കേൾക്കാനുള്ള ഒരു എന്താ പറയാ, നിതാന്ത ജാഗ്രതയോടെ ശ്രദ്ധയോടെ കേൾക്കും. ആ വിഷയത്തെ ഉള്ളിലേക്ക് കയറ്റിയാണ് കൊണ്ടുപോകാം.
വരട്ടെ. ഞാൻ ചാനൽ ഓഫ് ചെയ്യാൻ പറഞ്ഞതിന് ഒരു കാര്യം കൂടിയുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കാണാമെന്ന് വിചാരിച്ചു പോണവരുണ്ട്. കാണണ്ട, ഇവിടെ ഇരുന്ന് കാണണം. എന്താ നിങ്ങളുടെ അഭിപ്രായം? വേണ്ടേ? വേണ്ട, പുറത്തേക്കും കാണണം, അങ്ങനെയാണ് അഭിപ്രായം. റെക്കോർഡ് ചെയ്യുന്നുണ്ടോ അപ്പോൾ? വേണ്ട, റൈറ്റ്, ഓക്കെ. എന്തേ പറഞ്ഞു? എന്തേ പറഞ്ഞു? ഇവിടേക്ക് പറ്റേ 64 കിലോമീറ്റർ നീളവും 64 കിലോമീറ്റർ വീതിയുമുള്ള ഹരിയാനയിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ പടിഞ്ഞാറ് വശത്ത് വെച്ചാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചത്. അതിന് സാക്ഷിയായി നിന്ന വടവൃക്ഷത്തിന്റെ കുട്ടിയുടെ എത്രാമത്തെ കുട്ടിയാണെന്നറിയില്ല, ഇപ്പോഴും ഉണ്ട് അവിടെ. എവിടെ? കുരുക്ഷേത്രത്തിൽ. ഇങ്ങ് പോയി നോക്കിയാൽ കാണാം. മണികർണിക കെട്ട്, എന്താ പറയുക, എല്ലാം ചരിത്രത്തില് എന്തൊക്കെയുണ്ടോ ഭാരതഭൂമിയിൽ അതൊക്കെ അവിടെ അവശേഷിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പോയാൽ കാണാം. ചില സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് സങ്കടം തോന്നുകയും ചെയ്യും. ഭഗവാനെ കാരാഗ്രഹത്തിൽ അടച്ച സ്ഥലമുണ്ട്, വൃന്ദാവനമുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി നോക്കുക, വൃന്ദാവനത്തിലൊക്കെ ഒന്ന് പോയി നോക്കുക. ഭഗവാൻ യമുനയിലേക്ക് ചാടിയ സ്ഥലമൊക്കെ ഒന്ന് പോയി കാണും. അപ്പൊ നിങ്ങൾ ലൈവായി നിൽക്കും, രോമങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. രാധാദേവിയൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം, എന്താ പറയുക, മുടികെട്ടൊക്കെ കാണാം. നിങ്ങൾക്ക് അവിടെ ഒന്ന് കാണൂ. എപ്പോഴേക്കും താഴ്മയെ അപേക്ഷയാണ് എൻ്റെ. 10 ഉറുപ്പിക ഇട്ടിട്ട് ഈ ടാവട്ടത്ത് കിടന്ന് ചത്തുവ വരും. ഇവിടെ കിടന്ന് പോരടിച്ച്, എന്താ പറയുക, സ്വത്തിനും വേണ്ടിയിട്ടൊക്കെ അടി കൂടി ചത്തുവ വരുന്നത്. ഒന്ന് പുറത്തേക്ക് കിടക്കുക. അപ്പൊ ചക്രവാളൊന്ന് വികസിക്കും. അപ്പൊ പിന്നെ സ്വത്തും വേണ്ട, ഒന്നും വേണ്ട. യഥാർത്ഥ സ്വത്ത് ഇതിന്റെ ഉള്ളിൽ തന്നെയാണെന്ന് മനസ്സിലാവും. കേൾക്കണില്ല പറഞ്ഞ അതിനർത്ഥം സ്വത്ത് ആർജിക്കേണ്ടെന്നല്ല, നന്നാക്കി ആർജിക്കണം. പക്ഷെ ഉള്ളിലുള്ള സ്വത്തിനെ വിടരുത്. കേൾക്കണ്ടായില്ല? ഉള്ളിലുള്ള സ്വത്താണ് വലിയ സ്വത്ത്. അത് മനസ്സിലാക്കിക്കോളൂ. ഉള്ളിലുള്ള സ്വത്താണ് വലിയ സ്വത്ത്. ഇത് മറക്കരുത്. വരട്ടെ, ഇത് തിരിച്ചു വരട്ടെ. 64 കിലോമീറ്റർ നീളവും 64 കിലോമീറ്റർ വീതിയുമുള്ള ഹരിയാനയിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ പടിഞ്ഞാറ് വശത്ത് വെച്ച് ഭഗവാൻ കൃഷ്ണനോട് അർജുനൻ ചോദിച്ചു, ഭഗവാനെ, എന്താണ് ക്ഷേത്രം? അതാണ് ചോദ്യം. എന്താണ് ക്ഷേത്രം? അതൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ശ്രദ്ധിക്കണം. എന്താ ചോദിച്ചത്? എന്താണ് ക്ഷേത്രം? അതെനിക്ക് പറഞ്ഞു തന്നാലും. ഭഗവാൻ കൃഷ്ണൻ അതിന് തിരിച്ചു പറയുന്ന മറുപടി ഉണ്ട്. ഉള്ളിലേക്കാണിട്ട് ആവാഹിച്ചു വെക്കൂട്ടോ, വിടരുത്, ആവാഹിച്ചു വെക്കണം. എന്താ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അടിവരയിട്ട് കേൾക്കണേ. എന്താ പറഞ്ഞത്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഹേ കുന്തിപുത്ര, ഈ ശരീരമാണ് ക്ഷേത്രം എന്ന് പറയപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കും. അതുകൊണ്ട് ഇതിനെ പാഴാക്കി കളയരുതേ. വെള്ളം അടിച്ച് പുല്ലും പറിച്ച് മേപ്പട്ടും നോക്കി ഇതിനെ നശിപ്പിച്ച് കളയരുത്. കേൾക്കണ്ടോ ഇല്ലയോ? നല്ല രീതിയിൽ ഇതിനെ പരിപാലിച്ചു കൊണ്ട് നടക്കണം. ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണം. കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറയണത്? ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണം. വേഗം ചത്തോട്ടെ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ശരീരത്തെ സംരക്ഷിച്ചു നിർത്തണം. ശ്രദ്ധിക്കും. കേൾക്കുന്നുണ്ടോ? ശരീരത്തെ സംരക്ഷിച്ചു നിർത്തണം പരമാവധി. ബാക്കിയുള്ള നമ്മളെ കൈപ്പിടിയിലല്ല, പരമാവധി സംരക്ഷിച്ചു നിർത്തണം. ശ്രദ്ധിക്കും. ആഹാരവിഹാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ശരീരത്തെ നേരെ ചൊവ്വേ സംരക്ഷിച്ചു നിർത്തണം. നോക്കൂ, അപ്പൊ എന്തേ പറഞ്ഞു? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് പറയപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു പടി കൂടി കടന്ന് ഭഗവാൻ പറഞ്ഞു. എന്താ ഭഗവാൻ പറഞ്ഞത്? ശ്രദ്ധിക്കൂ. ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ഹേ കുന്തിപുത്ര, ഈ സകല ക്ഷേത്രത്തിന്റെ ഉള്ളിലിരിക്കുന്നവൻ പല പേരുകളിൽ ഞാനാണെന്നറിഞ്ഞാലും, ശിവനെന്നോ ദേവിയെന്നോ പറഞ്ഞു മനസ്സിലായില്ലെങ്കിൽ, ഏത് ദേവതാ സ്വരൂപത്തിൽ നിങ്ങൾ വിളിച്ചോളൂ, അതൊക്കെ ആര് തന്നെയാണ്? ആ ഭഗവാൻ തന്നെയാണെന്ന് അറിഞ്ഞാലും. നോക്കൂ, ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നവനും, കേൾക്കണ്ടോ ഇല്ലയോ? ആ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നവനും, ഇതാ ഈ ശരീരത്തിന്റെ, ആ ശരീരത്തെ ഇക്കാണായ മുഴുവൻ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നവനും ഞാനാണ് എന്ന് ഭഗവാൻ അടുത്തതായിട്ട് പറയുകയാണ്. ഇനി അടുത്ത വാക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇരുകാതും കൂർപ്പിച്ച് കേൾക്കണം, നിർബന്ധമായിട്ടും കേൾക്കണം. എന്താ അടുത്ത വരി? ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്തജ്ഞാനം മതം മമ. എന്താ പറഞ്ഞത്? ആ ക്ഷേത്രത്തെ കുറിച്ചും പറയൂ, ആ ക്ഷേത്രജ്ഞനെ കുറിച്ചുമുള്ള അറിവാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. അല്ലാത്തതൊന്നും യഥാർത്ഥത്തിലുള്ള അറിവാവില്ല അർജുന. മനസ്സിലായില്ലേ? ഞാൻ ഈ പറയണ നിങ്ങൾ കേൾക്കണ്ടോ ഇല്ലയോ? അതുകൊണ്ടാണ് ആപ്പിൾ കമ്പനിയുടെ ഉടമ എന്താ പറയുക, കുംഭമേളയ്ക്ക് വരാൻ വേണ്ടി ഔത്സുക്യം കാണിച്ചത്. കോടികളുടെ ആസ്തിയാണ്.
പറഞ്ഞ മനസ്സിലായില്ലേ? വിവേകമുള്ളവൻ വരും. കേൾക്കണ്ടോ ഇല്ലയോ? എന്താണ് ഈ ഭാരതഭൂമിയിൽ നടക്കുന്നത് എന്ന് അവൻ അറിയും. എന്താണ് ഈ ഭാരതത്തിന്റെ പൂർണ്ണസ്വരൂപം എന്ന് അവരറിയും. അപ്പൊ ONV കുറുപ്പിന്റെ ഒരു വരി മറക്കില്ല. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ. മറക്കരുത്. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ പോരാ, ആദിസർഗത്താളമാർന്നതിവിടെ. പഴശ്ശിരാജ എന്ന സിനിമയ്ക്ക് വേണ്ടി അത് എഴുതിയ വരിയാ ഞാൻ പറഞ്ഞത്. ആദിസർഗത്താളമാർന്നതിവിടെ ബോധനിലാപ്പാൽ കറന്ന്. ഇതൊരു വരിയാന്ന് ആലോചിച്ച് നോക്കൂ. ബോധമാകുന്ന നിലാവാകുന്ന പാൽ കറന്ന് മാമുനിമാർ തപം ചെയ്ത് നാദഗംഗ ഒഴുകി വന്നതിവിടെ. ഇത്രയും എഴുതിയിട്ട് ONV കുറിപ്പ് ഒരു വരി കൂടി ചോദിക്കുന്നുണ്ട്. അതെന്താ വരി എന്നറിയോ? ആരിവിടെ കൂരിരുളിൻ മടകൾ തീർത്തു. അതാരാന്ന് നമ്മൾ കണ്ടെത്തണം. എന്ത്? കൂരിരുളിൻ മടകൾ തീർത്തത് ആരാണ് ഇവിടെ? ആരിവിടെ ചുരങ്ങൾ താണ്ടി ചൂളമടിച്ചു, ആനകേറാ മാമലതൻ മൗനമുടച്ചു. അതൊന്നും നമുക്ക് സ്വാതന്ത്ര്യം വേണം. കേൾക്കണ്ടോ ഇല്ലയോ? നമ്മളെ കെട്ടിയിട്ടത് ആരാണെന്ന് ശ്രദ്ധിക്കണം. കേൾക്കണ്ടോ ഇല്ലയോ? അതായത് അജ്ഞാനത്തിൽ കെട്ടിയിട്ടത് ആരാണെന്ന് ശ്രദ്ധിക്കണം. ആ അജ്ഞാനത്തിന്റെ തോട് പൊട്ടിച്ച് പുറത്തേക്ക് കടക്കൂ. മനസ്സിലാവില്ലേ? അപ്പൊ ഈ ശരീരം പറയൂ, ഈ ശരീരം പറയൂ, ഈ ശരീരം ക്ഷേത്രമാണെന്നും അതിൻ്റെ ഉള്ളിലിരിക്കുന്നവൻ പറയൂ ഈശ്വരനാണെന്നും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് പാടിയത്. എന്താ പാടിയത്? കുഞ്ഞുണ്ണി മാഷ് ഒരു വരി കവിത എനിക്ക് അയച്ചു തന്നിട്ടുണ്ടേ. അതെന്താ വരി? ഞാൻ ഈശനിൽ വസിച്ചെന്നാൽ ഈശൻ എന്നിൽ വസിച്ചിടും എന്നാണ്. നന്നായിട്ട് എന്താ പറഞ്ഞേ? ഞാൻ ഈശനിൽ വസിച്ചെന്നാൽ പറയൂ, ഈശൻ എന്നിൽ വസിച്ചിടുക. എനിക്ക് പിറന്നാൾ സമ്മാനമായിട്ട് അയച്ച വരിയാണ്. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച വരി അതല്ല. ഗുരുവായൂരിലേക്കുള്ള ദൂരം കണ്ടവേ, എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട അമ്പരന്നു ഞാൻ. ഒന്നുകൂടെ പറയാം വരി ഒന്നുകൂടെ പറയാം. ഇതൊക്കെ കാത് കൂർപ്പിച്ച് കേൾക്കൂ. ഭഗവാൻ അതിൻ്റെ ഉള്ളിലിരിക്കേണ്ട. ഭഗവാൻ ആ നാവിലൂടെ സംസാരിക്കുന്നത്. ഒരു സംശയം വേണ്ട. ഗുരുവായൂരിലേക്കുള്ള ദൂരം കണ്ടവേ പറയൂ, എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട് അമ്പരന്നു ഞാൻ. ഗുരുവായൂർക്ക് കഷ്ടപ്പെട്ട് പോയപ്പോൾ ഞാൻ ആരിന്ന് ആരിലേക്ക് തന്നെയാ പോയത്? എന്നീന്ന് എന്നിലേക്ക് നടക്കരുത്. കാരണം ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയിട്ട് കണ്ണൊന്ന് തുറന്നിട്ട് നമ്മളിങ്ങനെ തുറന്നു പിടിച്ച് നിൽക്കല്ലേ അയ്യ. പിന്നെ എന്താ അയ്യാ? ഒന്ന് കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കുക അയ്യ. ശരിയാണോ അല്ലയോ? അപ്പൊ ഭഗവാൻ ഇരിക്കണത് എവിടെയാ പറയൂ? ഹൃദയത്തിലാണ്. ഹൃദയവാസിയാണ് ഭഗവാൻ. ശരിയാണോ അല്ലയോ? അപ്പൊ ഗുരുവായൂർക്ക് കഷ്ടപ്പെട്ട് പോയപ്പോൾ ഞാൻ എവിടേക്ക് തന്നെയാ പോയത്? എന്നിൽ നിന്ന് പറയൂ എന്നിലേക്ക് യാത്ര ചെയ്തു. ഈ സത്യത്തെ മനസ്സിലാക്കാനാണ് പ്രിയരെ ക്ഷേത്രം. ഇത് മനസ്സിലായില്ലേ? നമ്മളൊക്കെ പട്ടിയെ പോലെ ചത്തു വീഴും. അത് വീഴരുത്. അതിനാണ് സംസാരം. 3 തവണയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്റെ കൂടെ വരില്ലേ? ഇനി നോക്കാം. നമ്മുടെ ശരീരം പോലെയാണോ ഈ ക്ഷേത്രം? എങ്ങനെയാണ് നമ്മൾ ഉയർത്തുക? ഇത് നോക്കണ്ടേ? നോക്കണോ വേണ്ടയോ? നമ്മുടെ ശരീരം പോലെ തന്നെയാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കി വെച്ചത്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മതി. ഞാനൊരു സാമാന്യനൊരു ക്ഷേത്രം കാട്ടിത്തരാം. കേൾക്കുണ്ടോ ഇല്ലയോ? ക്ഷേത്രത്തിന് സ്ഥൂല ശരീരമുണ്ട്, പിന്നെ എന്തുണ്ട്? സൂക്ഷ്മ ശരീരമുണ്ട്. എന്താ സ്ഥൂല ശരീരം? നമ്മൾ കാണുന്ന എന്റെ കൈ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട് ഉണ്ടോ ഇല്ലയോ? എന്റെ കാല് നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ? എന്റെ തല നിങ്ങൾ കാണുന്നുണ്ട്, ഉടല് നിങ്ങൾ കാണുന്നുണ്ട് ഇല്ലേ? മിണ്ടില്ല ഇല്ലേ? ഇത് സ്ഥൂല ശരീരം. പക്ഷെ ഇതിന്റെ ഉള്ളിൽ സൂക്ഷ്മ ശരീരമുണ്ട്. പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ എന്നീ പഞ്ചപ്രകാരത്തിൽ ഇതിനെ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്. ഉണ്ടോ ഇല്ലയോ? പുരഞ്ജനോപാഖ്യാനത്തിന് 5 തലയുള്ള നാഗങ്ങൾ ഈ പഞ്ചപ്രാണനാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ ഞാൻ പറയണത്? 5 തലയുള്ള നാഗങ്ങള് പഞ്ചപ്രാണനാണ്. 10 ആള് അവിടെ സംരക്ഷിച്ചു നിർത്തുന്നത് 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. ഇത് ഞാൻ പൈലേക്ക് കടക്കണില്ല, സമയമില്ല. കാരണം എന്താ അറിയോ? അഹം ഭവാൻ ചാന്യസ്തം ത്വമേവാഹം വിചക്ഷഭോ നനൗ പശ്യന്തി കവയശ്ചിദ്രം ജാതു മനാകപി എന്ന് ഭാഗവതം പറയുന്നു. വളരെ സുന്ദരമായ വരിയ. എനിക്കൊന്നും ഇപ്പൊ കടക്കാൻ സമയമില്ല. ഗുരുവായൂര് പൂർണ്ണ അംഗങ്ങളുള്ള ക്ഷേത്രമാണ്. കേൾക്കുണ്ടോ ഇല്ലേ? ഗുരുവായൂരിക്ക് പോയിട്ട് നമുക്ക് അതിന്റെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഒന്ന് കാണാം. എന്റെ ശരീരം പോലെയാണോ ആ ക്ഷേത്രം? നമുക്കൊന്ന് നോക്കാം. നോക്കല്ലേ വരും. അതിൽ നമ്മൾ ഉള്ളിലേക്ക് കടന്നാൽ, ഗുരുവായൂരിന്റെ ഉള്ളിലേക്ക് കടന്നാൽ ഗുരുവായൂരിലെ ശ്രീകോവില് കാണാം. ആ ശ്രീകോവിൽ എന്ന് പറയുന്നത് ശിരസ്സാണ്. ആരുടെ ശിരസ്? ഭഗവാന്റെ ശിരസ്സാണ്, അഥവാ നമ്മളുടെ ശിരസ്സാണ്. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ഭഗവാന്റെ ശിരസ്സാണ് ഇത്, ആ ശ്രീകോവിൽ എന്ന് പറയുന്നത്. വരൂ, ഈ അംഗോപാംഗത്തെ ഞാൻ നിങ്ങളെ വിളിച്ചു ചോദിക്കുക, എനിക്ക് കൃത്യമായിട്ട് കേൾക്കേണ്ടി വരും. സാമാന്യനെയാണ് ഇത് പറഞ്ഞു തരുന്നത്, സൂക്ഷ്മാംശത്തിലേക്ക് ഇറങ്ങിയിട്ടല്ല. ഇവിടെ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി ഉയർന്ന സാസാണി വേറെ കോലത്ത് പറയേണ്ടി വരും. നമുക്കിത് മനസ്സിലാക്കണം. ഒന്ന് തറഞ്ഞു വെക്കുക ചെയ്യണം. കേൾക്കണ്ടോ ഇല്ലയോ? ഒന്ന് തറഞ്ഞു വെക്കണം. വേണ്ടേ?
എന്നിട്ട് ഒന്നുകൂടി ആഴത്തിൽ പഠിക്കാം. ഞാനിങ്ങോട്ട് വരുമ്പോൾ പലപ്പോഴും കമ്മിറ്റിക്കാരനെ വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഗ്രാമമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എല്ലാവർക്കും എല്ലാം മനസ്സിലാവുകയില്ലയോ? മനസ്സിലാവൂല എന്നൊക്കെ നമ്മൾ പറയുന്നത് വെറുതെയാണ്. ശരിയാണോ അല്ലയോ? തീർച്ചയായിട്ടും ശരിയാണോ അല്ലയോ? പറയൂ. എല്ലാവർക്കും എല്ലാതും മനസ്സിലാവും, ഒരു സംശയമില്ല. പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്താൽ എല്ലാവർക്കും എല്ലാതും മനസ്സിലാവുകയോ ഇല്ലയോ? പറയൂ, മനസ്സിലാവും. അപ്പൊ പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ അത് പറഞ്ഞു കൊടുക്കണം, അതിന് നമുക്ക് കഴിയാം. വരട്ടെ. അപ്പൊ ഗുരുവായൂരിലെ ശ്രീകോവിൽ എന്താന്നാ പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യേന ദേവന്റെ ശിരസ്. അത് ദേവിയുടെ ക്ഷേത്രമാണെങ്കിൽ ദേവിയുടെ ശിരസ്. നോക്കണേ, ഇനി അതിന്റെ തൊട്ട് പുറത്തേക്ക് വന്നാൽ ഉറങ്ങരുതേ, ഇവിടെ ഇരുന്ന് ഉറങ്ങരുത്, ദയവ് ഇത് ഉറങ്ങരുത്. വീട്ടിൽ പോയി പായ വിരിച്ച് കിടന്നുറങ്ങും, ഉണരാനാ ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്നത്. ഉറങ്ങരുത്, ഇന്ന നരകത്തേക്ക് പറഞ്ഞേക്കരുത്. അങ്ങനെയും ഉണ്ടാവും ചിലപ്പോൾ. നല്ല സുഖം കിട്ടോ, അങ്ങനെ ഉറങ്ങിയേക്കരുത്, ഞാൻ നരകത്തേക്ക് പോകും. ഉറങ്ങിയെന്നല്ല, ഉറങ്ങാൻ ഇടവരാതിരിക്കട്ടെ. നട്ടല്ലൊക്കെ ഞാൻ ഇരിക്കുന്നത് കസേരയിൽ ചാരിയിട്ടല്ല, എനിക്കിൻ്റെ നട്ടല്ല വിശ്വാസം. നട്ടല് ഞാൻ വഴിയെ കാണിച്ചു തരും. അമ്പലം കാണിക്കുമ്പോൾ പ്രധാനമായിട്ട് നട്ടല് കാണിക്കണം, നിലവിളക്കം കാട്ടിത്തരും. നിലവിളക്ക് എന്താന്ന് കാട്ടി തന്നിട്ടേ പോവുള്ളൂ. അത് കാണിച്ചു തരണം. അത് കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സർവ്വദേവതാ സ്വരൂപത്തിൽ എങ്ങനെയാണ് നിലവിളക്ക് നിൽക്കുന്നത് എന്നുള്ളത്. വരട്ടെ. അപ്പൊ ചാരിനേരത്ത് നിന്ന് നട്ടലിൽ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. അപ്പൊ എന്താ വെച്ചാൽ ഉറക്കം വരില്ല. തന്നെയല്ല, നട്ടല് വേദനയൊക്കെ കുറെ ഒഴിഞ്ഞു കിട്ടും അങ്ങനെ ഇരുന്നാൽ. എങ്ങനെ സുഖാസനത്തിൽ ഇരിക്കുക വേണ്ട, എനിക്ക് കസാര ഇട്ടതിനെ കൊണ്ട് എങ്ങനെ ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ. വരട്ടെ. എന്തേ പറഞ്ഞപ്പോ ഞാന് പറഞ്ഞു ശിരസ്സ. ഇനി നോക്കൂ, ആ ശ്രീകോവിലിന്റെ തൊട്ട് പുറത്തേക്ക് വന്നാൽ അവിടെ ചെറിയ ബലിക്കൽ വട്ടം കാണാം. അതിനെ വിളിക്കുന്ന പേര് അകത്ത ബലിവട്ടം എന്നാണ്. എന്ന് വെച്ചാൽ ചുറ്റമ്പലത്തിന്റെ ഉള്ളില് ശ്രീകോവിലിനോട് തൊട്ട് പുറത്തായിട്ട് ചെറിയ ബലിക്കൽ വട്ടം കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉണ്ടോ ഇല്ലയോ? അത് ദേവന്റെ മുഖമാണ്. ശ്രദ്ധിക്കണേ. അഥവാ ദേവിയുടെ ക്ഷേത്രമാണെങ്കിൽ ദേവിയുടെ മുഖമാണ്. അപ്പൊ വരട്ടെ. ശ്രീകോവില് ഒരു ഉഷാറൊന്നുമില്ല നിങ്ങൾ. ശ്രീകോവില് മുമ്പളല്ലേ ഉള്ളൂ ഇവിടെ. ശ്രീകോവില് ശിരസ്, അകത്ത ചെറിയ ബലിവട്ടം, പറയൂ, ബലിവട്ടം, മുഖം. ഇനി നോക്കൂ, ചുറ്റമ്പലം. നിങ്ങൾ കാണുന്നുണ്ടാവും ചുറ്റമ്പലം. ചുറ്റമ്പലം എന്ന് പറയുന്നത് ദേവന്റെ മാറിടമാണ്. അഥവാ ദേവീ ക്ഷേത്രമാണെങ്കിൽ ദേവിയുടെ മാറിടമാണ്. ദേവന്റെ അഥവാ ദേവിയുടെ മാറിടമാണ് ഇത്. പറയൂ, ചുറ്റമ്പലം. അതിന്റെ തൊട്ട് പുറത്തേക്ക് വന്നാൽ ഇനി ഞാൻ പറയാൻ പോണതിനെ ശ്രദ്ധിച്ചു കേട്ടോണം. അവിടുന്നാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ പറയുക. ശ്രദ്ധിച്ചു കേട്ടോണം. കേൾക്കില്ലേ? ചുറ്റമ്പലം എന്താന്നാ പറഞ്ഞേ? പറയൂ. ദേവിയുടെ അഥവാ ദേവന്റെ ഏതാണോ ക്ഷേത്രച്ചാല് ആ ദേവിയുടെ ദേവന്റെ മാറിടമാണ്. ഇനി വരൂ, ആ ചുറ്റമ്പലത്തിന്റെ തൊട്ടുപുറത്തേക്ക് വന്നാൽ അവിടെ വലിയ ബലിക്കൽ വട്ടം കാണാം. ശ്രദ്ധിക്കും, വലിയ ബലിക്കൽ വട്ടം. നന്നാക്കി ഉറപ്പിച്ചു പോണേ. ആ വലിയ ബലിക്കൽ വട്ടത്തിന്റെ മുകളിലാണ് ശ്രീഭൂത ബലി, ഉത്സവ ബലി ഒക്കെ തൂങ്ങുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗുരുവായൂരൊക്കെ ഉത്സവ ബലി തൂവിയിട്ട് അല്ലെങ്കിൽ ശ്രീഭൂത ബലി തൂവിയിട്ട് ഇങ്ങനെ പോണത് കാണാം. ഇതിന് ബ്രഷ് കൊണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് പോണത് കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? കണ്ടിട്ടുണ്ടാവും, കാണാതിരിക്കില്ല. ഗുരുവായൂർ പോയവർക്ക് അറിയാം. നോക്കൂ, ശ്രീഭൂത ബലി തൂങ്ങുന്നത് ആ വലിയ ബലിക്കൽ വട്ടത്തിന്റെ മുകളിലാണ്. ആ വലിയ ബലിക്കൽ വട്ടം എന്ന് പറയുന്നത് ദേവന്റെ അഥവാ ദേവിയുടെ അരക്കെട്ടാണ്. ഉറപ്പിച്ച് മനസ്സിലാക്കിക്കോണേ. എന്താണ് പ്രിയപ്പെട്ടവരെ? പറയൂ, അരക്കെട്ടാണ്. അപ്പൊ നോക്കൂ, ശ്രീകോവില്, പറയൂ, ശ്രീകോവില് നന്നായി കേൾക്കണം. ശ്രീകോവില് ശിരസ്, അകത്ത ചെറിയ ബലിവട്ടം, മുഖം. ചുറ്റമ്പലം, പറയൂ, മാറിടം. റെഡി. എന്താ പറയാ? പുറത്തെ വലിയ ബലിക്കൽ വട്ടം, അരക്കെട്ട്. ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണേ. ആ വലിയ ബലിക്കല്ല് മുതൽ, ഏത് വലിയ ബലിക്കല്ല്? പുറത്ത് ഉത്സവ ബലി തൂങ്ങുന്ന ആ വലിയ ബലിക്കല്ല് മുതൽ ക്ഷേത്രത്തിന്റെ മതിൽ വരെയുള്ള ഭാഗം. പണ്ടത്തെ ക്ഷേത്രം നോക്കാം. ഇവിടെ പഴയ ക്ഷേത്രം ഉണ്ടെങ്കിൽ, പഴയ പൂർവികമായ ക്ഷേത്രം ഉണ്ടെങ്കിൽ അതിന്റെ മതിൽ നോക്കാം. പഴയ ക്ഷേത്രത്തിന്റെ മതിൽ ഇവിടെ ബാക്കി ഉണ്ടെങ്കിൽ നോക്കാം. അതിന് ഇങ്ങനെ ഒരു വയറുണ്ടാവും. ഉണ്ടോ ഇല്ല? ആനപ്പള്ള എന്നൊക്കെ പറയും. കറക്റ്റ്, അത് തന്നെ. വെട്ടുകല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിനൊരു വക്കുണ്ടാവും. ഒരു കുടത്തിലേക്ക് ചൈതന്യമാക്കി വെച്ച പോലെയാണ് ഒരു ക്ഷേത്രത്തിലെ ചൈതന്യം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് കലശമാടി അതിനെ പരിപോഷിപ്പിച്ച് നിർത്തി ആ ചൈതന്യത്തെ നിലനിർത്തി കൊണ്ടുപോവുക ചെയ്യുക. അതിനെയാണ് ക്ഷേത്രം എന്ന് വിളിക്കുക. ഓരോ കൊല്ലത്തിലും കലശാടുക പറഞ്ഞാൽ ഉത്സവം നടത്തണം. 12 വർഷം കഴിയുമ്പോൾ, ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? നവീകരണ കലശം നടത്തണം. മനസ്സിലാവുണ്ടോ പറയണത്? അതൊക്കെ എന്താന്ന് ഞാൻ പിന്നീട് വന്നിട്ട് പറയാം. ദൈവവും ദേവതയും തമ്മിലുള്ള വ്യത്യാസം പറയണം. അപ്പൊ ഇന്നിവിടെ പറയാൻ നിന്നാൽ നാളെ നേരം വിളിക്കും. അതുകൊണ്ട് അത് വയ്യ. ഞാൻ ഇപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിപ്പോട്ടെ. ദൈവവും ദേവതയും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. വേണ്ടയോ? കൃത്യമായിട്ട് അറിയണം. അപ്പൊ പ്രശ്നം വരില്ല. വരട്ടെ. എന്താണ് പറഞ്ഞു? ഇതിനെ ആനപ്പള്ള എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതിനെ
ഈ മതിലിനെ. അത് ഗുരുവായൂർ അങ്ങനെ തന്നെ എന്താ പറയാ തേച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം. അതിന്റെ മുകളിൽ ചുവർ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? പുറത്ത് നമുക്ക് നോക്കിയാൽ കാണാം. ആ മതിലിനെ തന്ത്രഭാഷയിൽ, താന്ത്രിക ഭാഷയിൽ വിളിക്കണ പേര് മര്യാദ എന്നാണ്. എന്താ വിളിക്കുക? മര്യാദ. അതായത് തന്ത്രഭാഷയിൽ ക്ഷേത്ര മതിലിനെ വിളിക്കുന്ന പേര് മര്യാദ എന്നാണ്. ആ വലിയ ബലിക്കല്ല് മുതൽ ക്ഷേത്ര മതില് അഥവാ മര്യാദ വരെയുള്ള ഭാഗം ദേവന്റെ കാലാണ്. ദേവന്റെ കാലാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയണത്? കാലാണ്. ഇനി ശ്രദ്ധിക്കൂ, എല്ലാവരും കൂടി ശ്രദ്ധിക്കണേ. ഇനി ശ്രദ്ധിക്കൂ, ഒരു രസം കൂടി പറയാം. ഒരു രസം എന്താന്ന് വെച്ചാല്, ഈ മതിലിന്റെ ഒരു ചേർന്ന് നമ്മുടെ ദേവൻ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞിക്കണത്? പടിഞ്ഞാട്ടാണ്. അപ്പൊ നോക്കൂ, പടിഞ്ഞാറ് ഗോപുരം ഉണ്ടാവും. അതായത് ഗോപുരം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ആ മതിൽമേല് വലിയൊരു ഗോപുരം, ഗുരുവായൂരൊക്കെ കാണാം ഗോപുരം. എന്താ പറയാ, പടിഞ്ഞാറേ നട കിഴക്കേ നട, ആനയ്ക്ക് കയറിപ്പോകത്തക്ക രീതിയിൽ ഉയരത്തിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഉണ്ടോ ഇല്ലയോ? പടിഞ്ഞാറേ നട കിഴക്കേ നട. ആ രണ്ട് ഗോപുരം, അതായത് രണ്ട് ഗോപുരം ഉണ്ടാവുക പ്രധാനമായിട്ട്. ആ രണ്ട് ഗോപുരം എന്ന് പറയുന്നത് ദേവന്റെ പാദമാണ്. അതുകൊണ്ട് ചെരുപ്പ് പുറത്തഴിച്ചു വെച്ച്, ശ്രദ്ധിക്കണേ, ചെരുപ്പ് പുറത്തഴിച്ചു വെച്ച് അഭിവാദനം ചെയ്ത് നമസ്കരിച്ച്, എവിടെ നമസ്കരിച്ച്? ആ പാദത്തിൽ നമസ്കരിച്ച്. മുടി നീണ്ടതുണ്ടെങ്കിൽ കൊഴിയാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്ത്രശാസ്ത്ര വിധിപ്രകാരമാണ് എന്ത് നടക്കുന്നത്? പൂജാതി കാര്യങ്ങളും പ്രതിഷ്ഠയും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ചൈതന്യത്തിന് ലോപം വരാതിരിക്കണമെങ്കിൽ കഴിയണതും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് നോക്കുക. എങ്ങനെ? അതായത് മുടി നീണ്ടതുണ്ടെങ്കിൽ, ചെറിയ മുടിയാണെങ്കിൽ കൊഴിയാൻ സാധ്യത കുറവാണ് എന്ന സങ്കല്പത്തിലാണ്. നീളമുള്ള മുടി ഉണ്ടെങ്കിൽ ഒന്ന് കെട്ടിയിട്ട് ഉള്ളിലേക്ക് കടക്കണം എന്ന് പറയാൻ കാരണം, അഴിച്ചിട്ട് കടക്കരുത് എന്നാ പറയുക. ആ കെട്ടിയിട്ട് കടക്കണം എന്ന് പറയാൻ കാരണം ഇതാണ്. ആ ഉള്ളിലേക്ക് കടക്കുക. പോരാ, വായിൽ ഉമിനീര്, മലമൂത്രാദികള് ഒന്നും തന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ വീഴരുത്. അപ്പൊ നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കും, അറിയാതെ വീണു പോയാലോ? പോയിട്ടുണ്ടാവുമല്ലോ ചിലപ്പോ. അതിന് പുണ്യാഹാദി ക്രിയകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ചിലര് അത് മൂത്രം ഒക്കെ ആയി കഴിഞ്ഞാൽ മിണ്ടാതെ അങ്ങോട്ട് പോണ ആൾക്കാരും ഉണ്ട്. അപ്പൊ അവിടെ ചൈതന്യ ലോപം വരും. ഈ ചൈതന്യ ലോപത്തെ പരിഹരിക്കാനാണ് കൊല്ലത്തിലൊരിക്കൽ എന്ത് നടക്കുന്നത്? ഉത്സവം നടക്കണം. അറിയാതെ സംഭവിക്കും. നമ്മളെ വായി നോക്കുമ്പോൾ നീര് വീഴില്ലേ? ചിലപ്പോൾ മുടി നമ്മൾ അറിയാതെ വീണ് പോകും. അപ്പൊ അങ്ങനെയുള്ള ചൈതന്യ ലോപത്തിന് പരിഹാരം കാണണം. ആ പരിഹാരമാണ് കലശമാടിയിട്ട് ഉത്സവത്തിന് റീചാർജ് ചെയ്ത് നിർത്തുന്നത്. ഈ രണ്ട് ഗോപുരം മനസ്സിലായില്ലേ? മനസ്സിലായോ ഇല്ലയോ? ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. ഒരു നേരമ്പോക്ക് പറയാം. ഈ ഗോപുരത്തിന്റെ തൊട്ട് പുറത്താണ് ആല് വെച്ചിട്ടുണ്ടാവുക. ഇവിടെ ആലുണ്ടോ? ഉണ്ട്. കുറച്ച് മുന്നിലായിട്ട് ആലുണ്ട്. അതിന് തറ കെട്ടി സൂക്ഷിച്ചിട്ടുണ്ടാവും. ഈ ആലിനെ 7 പ്രദക്ഷിണം വെച്ചിട്ട് വേണം അത്രേ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ. അപ്പൊ ഒരു ചോദ്യം, എന്തിനാലിന് 7 പ്രദക്ഷിണം? ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ആലിന് പ്രദക്ഷിണ വിധിയില്ല. ഉച്ചയ്ക്ക് ശേഷം ആരും ആലിനെ പ്രദക്ഷിണം ചെയ്യാൻ പോണ്ട. രാത്രി തീരെ പ്രദക്ഷിണ വിധിയില്ല. അതിനെന്താ കാരണം എന്ന് ചോദിച്ചാല്, ഭാരതീയർക്കറിയാം എന്താണ്. ഈ ആലിന് 7 പ്രദക്ഷിണം ചെയ്താൽ എന്താ ഫലം? പ്രാണായാമം ചെയ്ത ഫലം കിട്ടും. പ്രാണായാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? പ്രാണനെ ഒരു നാസികയിലൂടെ ഇത്രമാത്രം ഉള്ളിലേക്ക് എടുക്കുകയും കുംഭകപ്പെടുത്തി മറ്റേ നാസികയിലൂടെ ഇത്രമാത്രം പുറത്തേക്ക് വിടുകയും കുംഭകരേചകാദികളിലൂടെ തന്റെ തപശക്തിയെ വർദ്ധിപ്പിക്കുന്ന ചടങ്ങാണ് പ്രാണായാമം. ഈ പ്രാണായാമം ചെയ്തിട്ടേ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പൂജ ചെയ്യുന്ന പൂജകൻ ഉള്ളിലേക്ക് കയറാൻ പറ്റും. കാരണം എന്താ? അപ്പോഴേ അയാൾക്ക് എന്തുണ്ടാവുള്ളൂ? തപശക്തി ഉണ്ടാവുള്ളൂ. തപശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ചൈതന്യത്തെ നിലനിർത്താൻ പറ്റൂ. കേൾക്കുന്നുണ്ടോ പറയണത്? അപ്പൊ ഈ പ്രാണായാമം ചെയ്യാൻ സാധാരണ ആളുകൾക്ക് അറിഞ്ഞോണമെന്നില്ല. ഗുരുവിന്റെ സാന്നിധ്യത്തിൽ അല്ലാണ്ട് ഇത് ചെയ്താല് ശരീരം തവിടുപൊടിയാവും, അബദ്ധം പറ്റും. അതുകൊണ്ട് ഗുരുവിന്റെ സാന്നിധ്യത്തിലേ ചെയ്യാവൂ എന്നാ പറയുക. ഏത് പ്രാണായാമം ആവട്ടെ. എന്തേ പറഞ്ഞു ഞാന്? ആ പ്രാണായാമം നമ്മളെ അറിയാതെ ചെയ്യിപ്പിക്കാനാണ് പറയൂ ആല്. അതിന് 7 പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മളെ ഉള്ളിലേക്ക്, ലങ്സിലേക്ക് എന്ത് കയറും? ഓക്സിജൻ കയറും. ഒറ്റ രസം ഞങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ടവരെ പറയട്ടെ, ശ്വാസത്തിലാണ് എല്ലാം കിടക്കുന്നത്. ശ്വാസത്തിലാണ് നമ്മൾ ആയുസ് കിടക്കുന്നത്. ആണോ അല്ലയോ? ഏറ്റവും കൂടുതൽ ആയുസ് കൂടിയ ജീവി ഏതാ? ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. ആയുസ് കൂടിയ ജീവി ഏതാ? ആമയല്ല, കടലാമയാണ്. ഒരു മിനിറ്റിൽ അതിന്റെ ശ്വാസത്തിന്റെ റേറ്റിംഗ് 3-4 തവണയേ ഉള്ളൂ. അത്ര ഡീപ്പായിട്ടാണ് അത് ശ്വസിക്കുക, ആഴത്തിലാ ശ്വസിക്കുക. അതുകൊണ്ട് 250 വർഷം മുതൽ 300 വർഷം വരെ ജീവിച്ചു. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ലേ? ശരിയല്ലേ? എന്നാൽ ഒരു പട്ടി എത്ര വർഷം ജീവിക്കും? മാക്സിമം ഒരു 10-30 വർഷം. അതിന്റെ അപ്പുറത്തേക്ക് ജീവിക്കില്ല. പട്ടി ശ്വസിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒന്ന് നോക്കിയാൽ മതി.
സ്പീഡിൽ വലിച്ചാൽ സ്പീഡിൽ പോകാം, സാവധാനത്തിൽ വലിച്ചാൽ പറയൂ സാവധാനത്തിൽ പോവാ. കാരണം എത്ര ശ്വാസം തന്നിട്ടാ ദൈവം വിളങ്ങിട്ട് വിട്ടത്. ഇതുകൊണ്ടാണ് ഇത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഇത് സീരിയസ് ആയിട്ടാ പറഞ്ഞത്. 3 ശ്വാസവുമായി ശ്രദ്ധിക്കും, 3 ശ്വാസവുമായി രാമായണത്തിൽ രാമനെ കാത്തിരുന്ന ഒരു മുനിയെ കുറിച്ച് പറയുന്നുണ്ട്. വെറുതെ പറഞ്ഞതല്ല, ശ്വാസത്തെ നിയന്ത്രിച്ചു. 3ാമത്തെ ശ്വാസത്തിൽ ആരെ കണ്ടു? പറയൂ, ആരെ കണ്ടു? രാമനെ കണ്ടു. ശ്വാസം വിട്ടു താഴെ വീണു. ഇനി ഒരു രസൂടി പറയട്ടെ, നമ്മുടെ ശ്രദ്ധയും ശ്വാസത്തിലാണ്. അപ്പൊ ഇവിടെ നേരം വൈകി കയറി ഒന്നൊരാളെ നോക്കുക, അയാൾ സ്പീഡിലാവും വന്നിട്ടുണ്ടാവുക. അപ്പൊ അയാളെ ശ്വാസമൊക്കെ കൂടെ ഇങ്ങനെ ഉണ്ടാവുക. അപ്പൊ അയാൾ അവിടെ ഇരുന്നുണ്ടാവില്ല, അയാൾ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ദാക്ഷായണി വന്നീനോ, ഗോപാലൻകുട്ടി വന്നീനോ, എല്ലാവരും ഒന്ന് സ്കാനിങ് നടത്തും. കാരണം അയാൾക്ക് ശ്രദ്ധ വന്നിട്ടില്ല. ഒന്നവിടെ കസാരയിൽ ഇരുന്ന് ശ്വാസം കിട്ട് റെസ്റ്റ് ആവാൻ തുടങ്ങിയാൽ, ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ആവാൻ, അപ്പോൾ മുഴുവനായിട്ട് റെസ്റ്റ് ആയില്ല, ചെറുതായിട്ട് റെസ്റ്റ് ആവാൻ എന്നെ നോക്കും. പെൻസിൽമാർ പോലുള്ളവനാണോ സംസാരിക്കുന്നത്, തിരക്കേടില്ലല്ലോ, മുണ്ട് തിരക്കേടില്ല, എന്നെ മൊത്തത്തിലൊന്ന് നോക്കും. ഒന്നുകൂടി ശ്വാസം റെസ്റ്റ് ആവുമ്പോ ഞാൻ എന്തൊക്കെയോ കലവില വിളിച്ചു പറയേണ്ടത് വിഷയം മനസ്സിലായിണ്ടാവില്ല. ഒന്നുകൂടി ശ്വാസം റെസ്റ്റ് ആവുമ്പോ ഞാൻ പറയണതിന്റെ ഉള്ളിലത്തെ എസൻസ് ആര് പിടിച്ചെടുക്കും? ആയിരിക്കുന്ന ആള്. അതുവരെ അയാൾക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. ഇനി ഒരു രസോടി ഞങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ശ്വാസത്തിന്റെ ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. പരീക്ഷാ ഹാളിലേക്ക് കയറിയാൽ ഒരു കുട്ടി ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമാണെങ്കിലും ടഫാണെങ്കിലും ആ പരീക്ഷ കൊളാക്കും. എന്താ കാരണം? ശ്വാസത്തിന്റെ നില തെറ്റുന്നതിനെ കൊണ്ടാ. ടഫാണെങ്കിൽ എന്തായാലും കൊളാക്കും, എളുപ്പമാണെങ്കിൽ എങ്ങനെയാ കൊളാക്കുക? ഒന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് എഴുന്നേറ്റ് പോകരുത്. എളുപ്പമാണെങ്കിൽ കൊളാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ലേ? ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി കയറുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കും. ഫിസിക്സിന്റെ പരീക്ഷ ഞാൻ എഴുതാൻ പോവാണ്. എക്സാമ്പിൾ കേട്ടോ, ഉദാഹരണം. ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടി, കൂൾ ഓഫ് ടൈം ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുക. അയ്യോ, ഇതൊക്കെ മിസ് പഠിപ്പിച്ച അതെന്നെ വന്നിട്ടുണ്ട്, ഇതെഴുതണം. ചിലതൊക്കെ അങ്ങോട്ട് വിട്ട് മാറ്റി എഴുതിയിട്ടുണ്ടാവും, ചിലത് ഒക്കെ കൊളാക്കി, ചിലതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടുണ്ടാവില്ല, ഒക്കെ കൊളാക്കി പുറത്തേക്ക് ഇറങ്ങിയിട്ട് സുഹൃത്തുക്കളെ ഫ്രണ്ട്സിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഡിസ്കഷൻ ഉണ്ട്. നീ ഇതെന്താ എഴുതിയത്? അയ്യോ ചെടി. പെൺകുട്ടികളാണ് ഈ ഒരു കാലും ഈ 2 കയ്യോ, അയ്യോ ചെടിയായി ഞാൻ അങ്ങനെയാക്കിയല്ലോ എന്നാ. ആൺകുട്ടികളാണ് അതിനൊന്നും നിൽക്കൂല, ഇതൊക്കെ ഞാൻ എത്ര തവണ കണ്ടതാന്നുള്ള നിലയ്ക്ക് ഒറ്റ നടത്താം. അപ്പൊ നോക്കൂ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പം ശ്രദ്ധിക്കും. ഇവിടെ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ എന്താ പറയാ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ പ്രിയപ്പെട്ടവരെങ്ങനെ ശ്രദ്ധിക്കും? ഒന്ന് ഇൻവിജിലേറ്റർ അറിയാണ്ട് അവനവന്റെ ശ്വാസം ഒന്ന് പതുക്കെ ഉള്ളിലേക്ക് വലിക്കുക, ലങ്സ് നിറയുന്നത് വരെ. അപ്പൊ ഓക്സിജൻ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കിട്ടിയിട്ടുണ്ടാവും. ഇരട്ടി സമയം എടുത്ത് പതുക്കെ പുറത്തേക്ക് ഒന്ന് വിടുക. ഒരു 3, 4, 5 പ്രാവശ്യം ഇങ്ങനെ ചെയ്തതിന്റെ ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് നോക്കൂ. നിങ്ങളുടെ വികാരം പോയിട്ടുണ്ടാവോ ഇല്ലയോ? എന്ത് വന്നിട്ടുണ്ടാവും? വിചാരം വന്നിട്ടുണ്ടാവും. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കി 2, 3 തവണ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചു നോക്കണം. ഇതിനെയാണ് ശ്രദ്ധ എന്ന് വിളിക്കുക. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ആദ്യത്തെ തവണ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ തലച്ചോറ് ഓപ്പൺ ആവോ? 2ാമത്തെ തവണ വായിക്കുമ്പോ ഈ ക്വസ്റ്റ്യൻ എന്തിനാ പോലും ഇങ്ങനെ വളഞ്ഞ രീതിയിൽ ചോദിച്ചത്, ഇതാണല്ലേ ക്വസ്റ്റ്യൻ. 2ാമത് വായിക്കുമ്പോൾ തലച്ചോറ് ഓപ്പൺ ആയി. 3ാമത് ഒന്നുകൂടി വായിക്കുമ്പോൾ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓപ്പൺ ആവുമോ ഇല്ലയോ? ഇങ്ങനെ കൂൾ ഓഫ് ടൈമിനെ പ്രയോജനപ്പെടുത്തിയാൽ കരുത്തോടെ ആ കുട്ടി പരീക്ഷ എഴുതി പുറത്തേക്ക് ഇറങ്ങും. ശ്വാസത്തിലാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളെ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ഓരോരുത്തരുടെയും ഇത് കിടക്കുന്നത്. ഒരു പള്ളിയിലച്ഛന്റെ പ്രസംഗം ഈ അടുത്തിടെ ഞാൻ കേൾക്കാനിടവന്നു. പള്ളിയിലച്ഛൻ പ്രസംഗിക്കുന്ന എനിക്ക് രസകരമായിട്ട് തോന്നി. പള്ളിയിലച്ഛൻ പറയാണ്, മരിക്കുകയാണെങ്കിൽ ICUവിൽ കിടന്ന് മരിക്കണം. തമാശയാണ് പ്രസംഗം. മരിക്കുകയാണെങ്കിൽ എവിടെ കിടന്ന് മരിക്കണം? ICU. അപ്പൊ ഞാനൊന്ന് ശ്രദ്ധിച്ചു, ഇയാൾ എന്താ പറയണമെന്നുള്ളത്. കാരണം അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു. അപ്പൊ അയാൾ പറയാണ്, ICUവിന്റെ ഉള്ളിൽ കിടക്കുമ്പോ വേറൊരു ചിന്ത ഉണ്ടാവില്ല. കാരണം മൂക്കിൻ്റെ ഉള്ളിൽ 2 കുഴല്, വായയിൽ 1 കുഴല്, നെഞ്ചത്ത് 2-3 കുഴല്, എല്ലായിടത്തും ആകെക്കൂടി ഒരു 110 kV സബ്സ്റ്റേഷനിലേക്ക് നോക്കണ പ്രതീതി ഉണ്ടാവുക. നമ്മൾ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെയല്ല. അയാൾ പറയുന്ന കാര്യം എന്താ വെച്ചാല്, ICUവിന്റെ ഉള്ളിൽ കിടന്ന് മരിച്ചാൽ AC-യിൽ കിടന്ന് മരിക്കുക അതൊരു ഭാഗ്യമാണ്. ഇയാൾ തമാശയ്ക്ക് പറയുകയാണ്. തന്നെയല്ല, ഇതിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് ആരെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവില്ല അത്ര. കാരണം എന്താ അറിയോ? നമ്മൾ ഓക്സിജന് വേണ്ടി സ്ട്രഗിൾ ചെയ്യായിരിക്കും അതിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഈ വലിയായിരിക്കും. അന്നേരം അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണെന്ന് വിചാരിക്കും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പറമ്പ് കച്ചവടക്കാരൻ. ഇവിടെ എന്തായാലും പറയാന്ന് എനിക്കറിയില്ല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനാണ് നാട്ടുമ്പുറത്തെ ഭാഷയിൽ പറമ്പ് കച്ചവടക്കാരൻ. പറമ്പ് കച്ചവടക്കാരനാണെന്ന് വിചാരിക്കും. അപ്പൊ ഇതിനുള്ളിൽ കിടക്കുന്ന പറമ്പ് അയാളുടെ ഒരു സുഹൃത്ത് വന്നിട്ട്
ഇതിൽ തുറക്കരുത് എന്ന് പറയുന്നിടത്ത് നമുക്ക് തുറക്കാനൊരു പ്രവണത ഉണ്ടാവുക. അപ്പൊ ഈ ICUന്റെ ഉള്ളിൽ തുറക്കരുത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ, പക്ഷെ പതുക്കെ തുറക്കും. അതിന്റെ ഓരത്താണ് ആര് കിടക്കുന്നത്, ഇയാൾ കിടക്കുന്നത്. അപ്പൊ ഈ സുഹൃത്ത് എന്നിട്ട് പറഞ്ഞു, നമ്മളെ ഈ സ്ഥലത്തിന്റെ പേരെന്താ, മുടക്കുഴ. ഇവിടെ എന്താ പറയാ, ഇതിന്റെ കാതലായ സ്ഥലത്ത് ഒരു 10 സെന്റ് കൊടുക്കാണ്ട് കേട്ടോ എന്ന് പറഞ്ഞു നിൽക്കാം. അതിന്റെ ഉള്ളിൽ കിടക്കണം പറയും, ഒരു 10 സെന്റും വേണ്ട, ഒരു കുന്തും വേണ്ട, ഓക്സിജൻ പോട്ടെ. ഈ വലിയ ഉണ്ടാവുക. നിങ്ങളെ പൊന്നാര ഭാര്യ വരുന്നുണ്ട് നിങ്ങളെ കാണാൻ. എന്ത് ഭാര്യ, ഓക്സിജൻ പോട്ടെ. നിങ്ങൾ ഭാര്യനെ കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ ചിന്തിക്കൂല. നിങ്ങളെ മക്കള് വരിട്ട്, എന്ത് മക്കള്, ഈ വലിയ ഓക്സിജന്റെ വില അന്നേരാ മനസ്സിലാവുക. ഒരു ദിവസം നിങ്ങൾ കേൾക്കണ്ടായില്ലയോ, ഒരു ദിവസം നിങ്ങളും ഞാനും ഒരു 2 ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജൻ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്നുണ്ട്. അത്രേ ഫാർമക്കോളജി റേറ്റ് അനുസരിച്ച് ഒരു 800 രൂപ കൂട്ടിയാൽ തന്നെ ഒരു 1600 രൂപ ഓരോ ദിവസവും ഭഗവാൻ അങ്ങോട്ട് കൊടുക്കാനുണ്ട്. ഉണ്ടോ ഇല്ലയോ? നമ്മളെ ജീവിക്കുന്ന ദിവസം മുഴുവൻ എടുത്താൽ ഒന്നും ഇങ്ങോട്ടില്ല, ഒക്കെ അങ്ങോട്ട് കൊടുക്കാനേ ഉണ്ടാവും. ഭക്ഷണം കഴിച്ച പിന്നെ നോക്കുക വേണ്ട, ആ വണ്ടിയിലാക്കി കൊണ്ടുപോയി നിർത്തി അതൊക്കെ ഞാൻ കഴിച്ചതാണോ എന്ന് നമുക്ക് തോന്നിപ്പോ. എന്ത് ഈ ലോകത്തേക്ക് ചെയ്തു എന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഉള്ളിൽ ചിന്തിക്കുക. അപ്പ കിട്ടും വട്ട പൂജ്യം. എന്നൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പരമാവധി ദ്രോഹം ചെയ്തിട്ടുണ്ടാവും. പള്ളിയിലച്ഛൻ അവസാനം പറയണത് എന്താണെന്നറിയോ, ICU എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴാണ്. എന്താ ICU എന്നുള്ള വാക്കിന്റെ അർത്ഥം അയാൾ പറയണമെന്നറിയോ, ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നല്ല. അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴാണ് നമ്മൾ ആരെ കാണുക, ഭഗവാനെ. അതുവരെ അഹങ്കരിച്ച് ഇങ്ങനെ ഞെളിഞ്ഞിങ്ങനെ നടക്കുക, എന്ത് സപ്താഹം, എന്ത് പ്രഭാഷണം, ഉണ്ടാവാൻ പറയും. ആളുടെ മുകളിൽ പോയിക്കട്ടെ, എല്ലാ നോക്കണേറ്റുകളൊക്കെ ഇവിടെ വരും, ഇക്ലിയിൽ അകപ്പെട്ടതൊക്കെ വരും. വരുമോ ഇല്ലയോ? ICUയിൽ തന്നെ വരില്ല. അതിന് മുന്നേ നമ്മൾ ആരാന്ന് മനസ്സിലാക്കണം. വേണോ വേണ്ടയോ? വരും. ഇപ്പൊ ഇതിന്റെ സ്ഥൂല ശരീരം നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? വരൂ, നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കാം. ശ്രീകോവിൽ പറയൂ, വരട്ടെ. ശിരസ് അല്ലേ, അകത്തെ ചെറിയ ബലിവട്ടം പറയൂ, മുഖം, ചുറ്റമ്പലം പറയൂ, പുറത്തെ വലിയ ബലിക്കൽ വട്ടം, അരക്കെട്ട്, മതിൽ വരെയുള്ള ഭാഗം, കാല്, 2 ഗോപുരം, പാദം. അതുകൊണ്ട് ആ മധുര മീനാക്ഷി ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളില് ശ്രീകോവിലിനേക്കാൾ ഉയരത്തിലാണ് എന്ത് പറയൂ, എന്ത് ഗോപുരം. എന്താ കാരണം? ആ പ്രദേശവാസികൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോ ഈ ഗോപുരം കണ്ട അമ്മയുടെ പാദം എന്ന സങ്കല്പത്തിൽ സ്മരണയിൽ എഴുന്നേൽക്കാം. എത്ര ഉദാത്തമാണ് സങ്കല്പം ആലോചിച്ചു, എത്ര ഉദാത്തമാണ് സങ്കല്പം ആലോചിച്ചു. എത്ര ചിഹ്നങ്ങളും അടയാളങ്ങളുമാണ് ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് എന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നും പിടികിട്ടാതെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഇനി നമുക്ക് അതിലെ പ്രധാനപ്പെട്ട ഒരു ചിഹ്നൂടെ അതിന്റെ സൂക്ഷ്മാംശത്തെ കാണാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വരും. മുഴുവൻ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു അല്പം തന്നെയെങ്കിലും എനിക്ക് പറഞ്ഞു നിർത്തണം. ഇവിടെ എന്തേ പറഞ്ഞപ്പോ ഞാൻ ഇവിടെ എന്തേ പറഞ്ഞു, ഇനി അതിന്റെ സൂക്ഷ്മാംശത്തെയാണ് കാട്ടിത്തരുന്നത്. കത്തിക്കാത്ത നിലവിളക്ക് അവിടെ ഇവിടെ ഇല്ലല്ലോ. കത്തിക്കാത്ത കരി പുരളാത്ത നിലവിളക്ക് അവിടെ ഇവിടെ ഉണ്ടോ? ഒരു ചെറിയ നിലവിളക്ക് കിട്ടാൻ വഴിപാട് നിലവിളക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇത് എന്താ വെച്ചാൽ ഇതിന്റെ മേലാവും. അവിടെ ഉണ്ട്. അയ്യോ, അത്ര വലുത് വേണ്ട. അവിടെ എണ്ണ ഉണ്ടായില്ല, ഞാൻ എനിക്ക് പൊന്തിക്കാൻ തന്നെ കഴിയും. വേണ്ട, ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. വേണ്ട, എടുക്കണ്ട. ഞാൻ അവിടെ എവിടെയെങ്കിലും ഒരു നിലവിളക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇത് കാണിക്കാൻ എളുപ്പമാണെന്നുള്ളത്. ഞാൻ കാണിച്ചോളാം. വരട്ടെ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. വരട്ടെ. എന്താ ഇവിടെ പറഞ്ഞു? ആ ചെറിയ നിലവിളക്ക് വലിയ ഉപകാരം. സന്തോഷം. മതി, ധാരാളം. ഇതിപ്പോ അവിടുന്നൊക്കെ കാണില്ലേ? നോക്കിയാൽ കാണില്ലേ? എല്ലാവർക്കും കാണില്ലേ? മതി. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പറയാം. എന്തേ ഇവിടെ പറഞ്ഞു നമ്മള്. ഇനി ഇതിന്റെ സൂക്ഷ്മ ശരീരത്തിലേക്കാ കിടക്കണത്. നോക്കണം എല്ലാവരുവേ. കൊടിമരം കണ്ടിട്ടുണ്ടോ നിങ്ങൾ അമ്പലത്തില്? ഉണ്ടോ? ഉണ്ട്. എവിടെയാ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക? പറയൂ, എവിടെയാ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക? അതെ, എന്താ പറയാ, ശ്രീകോവിലിന്റെ മുന്നിൽ തന്നെയാണ്, അതിൽ സംശയമില്ല. നോക്കൂ, വലിയ ബലിക്കല്ലിനോട് ചേർന്നിട്ടാണ്. ഒന്നുകൂടെ പറയാ, തമിഴ്നാട്ടിലൊക്കെ അതിന് ഇത്തിരി വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, എന്നാലും വലിയ ബലിക്കല്ലിനോട് ചേർന്നിട്ട് തന്നെയായിരിക്കും. വലിയ ബലിക്കല്ലിനോട് ചേർന്നാണ് ദേവന്റെ മേരുദണ്ഡ് പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക. വിഗ്രഹ പ്രതിഷ്ഠയോളം തന്നെ ചടങ്ങുണ്ട്. പറയൂ, എന്തിന്? ഈ എന്താ പറയാ, കുടിമര പ്രതിഷ്ഠയ്ക്ക്, ധ്വജപ്രതിഷ്ഠയ്ക്ക്. ആ ധ്വജമുള്ള ക്ഷേത്രം പൂർണ്ണക്ഷേത്രമായിട്ട് അറിയപ്പെടുകയും ചെയ്യും. മനസ്സിലാവില്ലേ പറയണ? അംഗോപാംഗങ്ങള് പൂർണ്ണമായ ക്ഷേത്രമാണ് കൊടിമരമുള്ള ക്ഷേത്രം, സംശയമില്ല. ആ ക്ഷേത്രം മനസ്സിലാവുന്നുണ്ടോ പറയണത്? നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ഇനി ആ കൊടിമരത്തെയാണ്, സൂക്ഷ്മാംശത്തെയാണ് കാണിച്ചു തരുന്നത്. ബോറടിക്കാതെ ഇരിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. നോക്കൂ, ആ കൊടിമരം എന്താ? അതായത് ഈ വലിയ ബലിക്കല്ലിനോട് ചേർന്ന് വെച്ച ആ കൊടിമരം എന്താ? ഒന്ന് നോക്കിയാൽ മതി. അതിന് കശേരുക്കൾ കാണാം മുകളിൽ വരെ. റിങ് മുകളിൽ വരെ ഉണ്ടോ ഇല്ലയോ? ഇനി പെർമനന്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള
കൊടിമര പ്രതിഷ്ഠ ഇല്ലാത്ത ക്ഷേത്രത്തില് കൊടിയേറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒന്നുകിൽ മുളയോ അല്ലെങ്കിൽ കഴുങ്ങോ, കഴുങ്ങ് തന്നെയല്ലേ ഇവിടെ ഇതിന് പറയുക അല്ലെ, തെക്ക് ഭാഗത്ത് കഴുങ്ങന്നെ, കവുക്, അത് ചെത്തിയിട്ട് മിനുക്കിയിട്ട് അതാണ് വെക്കുക. രണ്ടിനും കശേരുക്കളുണ്ട്, ഉണ്ടോ ഇല്ലയോ? മുളയ്ക്ക് കശേരുക്കളില്ലേ? റിങ് മുകളിൽ വരെ ഇല്ലേ? അതായത് അതുപോലെ തന്നെ ഈ കമുകിനില്ലേ? ഉണ്ട്, റിങ് മുകളിൽ വരെ ഉണ്ട്. എന്ന് വെച്ചാൽ അത് നമ്മുടെ നട്ടെല്ലിന്റെ പ്രതിനിധാനമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. തന്ത്രശാസ്ത്രത്തിൽ ഈ നട്ടെല്ലിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടറുടെ കാറിന്റെ പിറകിലെ ഡോക്ടറുടെ കാറിന്റെ പിറകിലെ ചിഹ്നങ്ങൾ കണ്ടിട്ടില്ലേ? കുറ്റീന്റെ മുകളിൽ 2 പാമ്പ് കാണിച്ചുതരാം. നിങ്ങൾ വിചാരിച്ചത് എന്താ പറയാ, ഗ്രീക്ക് ദേവന്റെ ദണ്ടാണെന്നാണ്. അതാണ് ഫാർമക്കോളജി വിങ്ങില് MBBS ക്ലാസ്സിൽ ഇവരെ പഠിപ്പിക്കുന്ന അതാണ്, ഗ്രീക്ക് ദേവന്റെ ദണ്ട് എന്നാണ്. സത്യത്തിൽ ഇവിടുന്ന് വ്യാപാരത്തിന് വന്നവർ ഇവിടുത്തെ തന്ത്രശാസ്ത്രം അങ്ങോട്ട് കൊണ്ടുപോയതാണ്, ഗ്രീക്കിലേക്കും ലത്തീനിലേക്കും. അത് തിരിച്ചു വന്നപ്പോ കൂടി ഗ്രീക്ക് ദേവന്റെ ദണ്ടായതാണ്. എന്നിട്ട് മനസ്സിലാക്കാൻ നമുക്കൊന്ന് നോക്കാം. അല്ലാതെ പാമ്പും ഡോക്ടറും തമ്മിൽ എന്ത് ബന്ധം? ഒന്നുകൂടെ പറയാം. പാമ്പും മെഡിക്കൽ കോളേജും തമ്മിൽ എന്ത് ബന്ധം? മെഡിക്കൽ കോളേജിന്റെ ഗേറ്റിന്റെ മുകളിലൊക്കെ പാമ്പ് കാണും. അമ്പലത്തിലാ സാധാരണ പാമ്പ് ഉണ്ടാവുക. കാരണം നമ്മളാണ് പാമ്പാരാധകർ എന്ന് പറയപ്പെടുന്നത്. ഈ പാമ്പാരാധകർ ആരാന്നും കൂടി ഇപ്പൊ ഒന്ന് നോക്കണം. നമ്മളെ വിചാരം പാമ്പിനെയൊക്കെ ആരാധിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടി ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതി ആരാധനയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി ഭംഗിയിലാക്കി പറയും. സത്യത്തിൽ ഇതൊന്നുമല്ല പാമ്പ്. ആ പാമ്പ് എന്താന്ന് നമുക്കൊന്ന് നോക്കണം. വേണ്ടേ? മിണ്ടണില്ല, വേണ്ടേ? നോക്കണം. നമ്മൾ അതിലേക്കാ പോണത്. എന്നിട്ട് വരട്ടെ. എല്ലാവരും ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ പിടികിട്ടും. കഥ അറിയാതെ ആട്ടം കാണരുത്. ആ മേരുദണ്ഡ, ആ കൊടിമരം തന്നെയാണ് ഈ നിലവിളക്ക്. ക്ഷേത്രത്തിലെ ആ കൊടിമരം പോലെ തന്നെയാണ് ഈ നിലവിളക്ക്. കാണുന്നുണ്ടോ? ഇത് കശേരുക്കളുണ്ടോ ഇല്ലയോ? പൂർണ്ണാർത്ഥത്തിലുള്ള നിലവിളക്ക് നോക്കുക, അതിന് വ്യക്തമായ അളവുണ്ടാവും. ഇതിന്റെ ഉള്ളിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നിലവിളക്ക് വഴിപാട് നിലവിളക്ക് ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കില്ല. അലങ്കാര നിലവിളക്ക് അതിവിടെ വഴിപാട് കൊടുക്കാനേ എടുക്കുള്ളൂ. അത് നോക്കി വിൽക്കുക, അത് ലേലം വിളിച്ച് വിൽക്കുക. ഇതിന്റെ ഉള്ളിൽ കത്തിക്കുന്ന കൃത്യമായ അംഗോപാംഗങ്ങളുള്ള നിലവിളക്കായിരിക്കും. കവരവിളക്കും ഒക്കെ അങ്ങനെ തന്നെ, എല്ലാം അങ്ങനെ തന്നെ. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ ഈ നിലവിളക്ക് ആണ് നമ്മുടെ നട്ടെല്ലിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഇതിനെ നന്നാക്കി ഉറങ്ങരുതേ. ഞാൻ പറഞ്ഞോട്ടെ, കുറച്ച് ഗഹനമായിട്ട് ആഴത്തിക്കാൻ ഞാൻ പോണെ. നിങ്ങൾ കൊടുക്കുക ഞാൻ നിർത്തും. ഉണ്ടാത്തല്ല, പറഞ്ഞൂടെ? വരട്ടെ. അപ്പൊ നോക്കൂ, നമ്മുടെ നട്ടെല്ല് എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കോണേ. എന്താ ഈ നട്ടെല്ലിന്റെ പ്രത്യേകത എന്ന് ഇനി കാട്ടിത്തരാൻ പോണം. നമ്മുടെ പിറകിൽ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന ഒരു സാധനമുണ്ട്, ഇല്ലേ? അതിനെ വിളിക്കുന്ന പേരെന്താ? നട്ടെല്ല്. ഇല്ലാത്തവരും ഉണ്ടാവും. നട്ടെല്ലിന്റെ താഴെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കുക. നട്ടലിന്റെ താഴെ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കുക. അവിടെ ഒരു കൂർപ്പ് കാണാം. ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് പല്ലുങ്ങൾ വിളിച്ചാലും നിങ്ങൾ നെറ്റ് ചുളിച്ചാലും വേണ്ടില്ല. ഞാൻ തന്ത്രമാ പറയണം. നിങ്ങൾക്ക് കേട്ട് പരിചയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കത് എന്ത് ചോദിച്ചാൽ നെറ്റ് ചുളിക്കലായിട്ട് തോന്നും. പക്ഷെ ശുദ്ധമായ തന്ത്രം കേട്ടവന് നെറ്റ് ചുളിക്കൽ ഉണ്ടാവില്ല. അവൻ എന്താ പറയാ, യോഗശാസ്ത്രം അഭ്യസിച്ചവനാണെങ്കിലും കളരി ശാസ്ത്രം അഭ്യസിച്ചവനാണെങ്കിലും അവന് നെറ്റ് ചുളിക്കൽ ഉണ്ടാവില്ല. കൃത്യമായിട്ട് അവന് കാര്യങ്ങൾ അറിയും. മനസ്സിലായില്ലേ? ഇത് അറിയാത്തതിനെ കൊണ്ടാ പ്രശ്നം. നട്ടലിന്റെ താഴെ ഭാഗത്തേക്ക് പോയി അവിടെ ഒരു കൂർപ്പാണുള്ളത്. ശരിയാണോ അല്ലയോ? അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഒരു ഫോട്ടോ എടുത്താൽ അതൊരു ഒഴിഞ്ഞ കുഴിയാണെന്ന് കാണാം. ഒന്നുകൂടെ പറയാ. വാല് പരിണമിച്ചതാന്നൊക്കെ നമ്മൾ പറയുന്ന നട്ടലിന്റെ താഴെ ഭാഗത്തെ ആ കൂർപ്പിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഒരു ഫോട്ടോ എടുത്താൽ അതെന്താണ്? പറയൂ, ഒരു ഒഴിഞ്ഞ കുഴിയാണ്. ആ കുഴിയെ വിളിക്കുന്ന പേര് കുണ്ഡലിനി എന്നാണ്. ഉറപ്പിച്ചോണേ, ഇത് തന്ത്രശാസ്ത്രം. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പറയാ, ആ ഒഴിഞ്ഞ കുഴിയെ വിളിക്കുന്ന പേരെന്താ പറയൂ? കുണ്ഡലിനി. കുണ്ഡലിനി എന്ന വാക്കിന്റെ അർത്ഥം കുഴി എന്നാണ്. ആ കൂർപ്പ് അവസാനിക്കുന്നിടത്തുനിന്ന് ശ്രദ്ധിക്കും. എല്ലാവരും കൂടെ ശ്രദ്ധിക്കും, നന്നായിട്ട് ശ്രദ്ധിക്കും. നമ്മൾ 10 ആൾക്കാരേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. ഏത് അമ്പലത്തിൽ പോകുമ്പോഴും ഈ ഒരു ശ്രദ്ധ ഉള്ളിലുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ ബാഹ്യ ശരീരം പറയൂ, ഇപ്പൊ പറയണ ഈ സൂക്ഷ്മ ശരീരം മുഴുവനാക്കാൻ കഴിയില്ല, എന്നാലും വേണ്ടില്ല, കുറച്ച് പറഞ്ഞുതരാം. നവരാത്രിയൊക്കെ ആഘോഷമാണ്. രാധാദേവി എവിടെയുണ്ടോ അവിടെ കൃഷ്ണൻ ഉണ്ടാവും. ഈ ദ്വന്ദ്വം എല്ലായിടത്തും ഉണ്ട്. ലക്ഷ്മി നാരായണ സങ്കല്പം കേൾക്കുന്നുണ്ടോ ഇല്ല? ശിവപാർവതി സങ്കല്പം. ഈ ദ്വന്ദ്വം എല്ലായിടത്തും ഉണ്ട്. ഈ ദ്വന്ദ്വം എന്താന്നാ ഇനി കാണിക്കുന്നത്? ഈ ദ്വന്ദ്വം എന്താന്നാ പഠിപ്പിക്കുന്നത്? കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ഈ ദ്വന്ദ്വം കാണുമ്പോൾ നമ്മളെ വിചാരം കല്യാണം കഴിക്കുകയാണെന്ന്. മുമ്പൊക്കെ മനസ്സിലാവുന്ന ഭാഷയിൽ അതിനെ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ ശിവനും പാർവതിയും കല്യാണം കഴിക്കുകയല്ല, ഭഗവാനും എന്താ പറയാ ലക്ഷ്മിയും കല്യാണം കഴിക്കുകയല്ല. മുമ്പ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു. ഈ കല്യാണം എന്താന്നാ ഞാൻ ഇനി കാണിക്കാൻ പോണത്. കൂടെ വരൂല്ലേ? വരട്ടെ. അപ്പൊ നോക്കൂ, ഈ കൂർപ്പ് അവസാനിക്കുന്നിടത്ത് നിന്ന് നമ്മുടെ നട്ടെല്ല് തുടങ്ങുന്നു. നമ്മുടെ നട്ടെല്ല് തുടങ്ങുന്ന മനുഷ്യ ശരീരത്തിലെ ആദ്യത്തെ ചക്രത്തെ നമ്മൾ വിളിക്കുന്ന പേര് മൂലാധാരം എന്നാണ്. ഒന്നുകൂടെ പറയാ. എന്താ പറഞ്ഞത്?
നമ്മുടെ നട്ടലിന്റെ കൂർപ്പ് അവസാനിച്ച് നമ്മുടെ നട്ടല് തുടങ്ങുന്ന ഭാഗത്തിന്റെ ആദ്യത്തെ ചക്രത്തെ വിളിക്കുന്ന പേര് പറയൂ മൂലാധാരം എന്നാണ്. ആ മൂലാധാരത്തിന്റെ സ്ഥാനത്താണ് ഈ നിലവിളക്കിന്റെ താഴെ തട്ട് നിൽക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ? ഇവിടെ നമ്മുടെ അമ്പലത്തില്, ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കും, അമ്പലത്തില് 2 തരത്തിലുള്ള പ്രതിഷ്ഠയേ ഉള്ളൂ. 2 തരത്തിലുള്ള പ്രതിഷ്ഠ. ഒന്ന് സ്വയംഭൂ പറഞ്ഞാല് സ്വന്തം പൊങ്ങി വന്നത്. രണ്ടാമത്തേത് ഷടാധാര പ്രതിഷ്ഠ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷടാധാര പ്രതിഷ്ഠ. ഇതൊന്നും കേട്ടിട്ടില്ല നിങ്ങള്? ഷടാധാര പ്രതിഷ്ഠ പറഞ്ഞാൽ എന്താ? 6 ആധാരത്തിന്റെ മുകളിൽ നിൽക്കുന്ന പ്രതിഷ്ഠ എന്നാണ് ഷടാധാരം. 6 ആധാരം. അതിൽ ഒന്നാമത്തെ ആധാരം നോക്കൂ. ഇവിടെ നമ്മുടെ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തുന്നതിന്റെ മുന്നേ നിങ്ങൾ കേൾക്കണ്ടോ, ഇത് ഷടാധാര പ്രതിഷ്ഠയാണ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ആണ്. ആ ഷടാധാര പ്രതിഷ്ഠ ഇവിടെ പ്രതിഷ്ഠിക്കുന്നതിന്റെ മുന്നേ ഈ വിഗ്രഹത്തിന്റെ അടിയിലേക്ക് ചതുരാകൃതിയിൽ ഒരു കുഴി കുഴിക്കുക ചെയ്യും. ഇതിന്റെ ഊരാളന്മാരുണ്ടാവും, ഉണ്ടോ ഇല്ലയോ? ഇതിന് ഊരാളന്മാരുണ്ടാവും ഇല്ലേ? ഉണ്ട്. ഊരാളന്മാരായിരിക്കും പണ്ട അമ്പലത്തിന്റെ ആളുകൾ, ശരിയാണോ അല്ലയോ? പിന്നെ കമ്മിറ്റി ഏറ്റെടുത്താണ്. ആ ഊരാളന്മാര് വലിയ തറവാട്ടുകാരായിരിക്കും ഈ നാട്ടില്, ശരിയാണോ അല്ലയോ? അപ്പൊ ഈ ദേശത്തൊരു ക്ഷേത്രം ഉണ്ടാവണം, ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവണം. അങ്ങനെ ആ ക്ഷേത്രം ഉണ്ടാക്കാൻ അവരന്ന് എന്താ ചെയ്യാച്ചാല് പശുക്കളെ അഴിച്ചു വിടുകയായി. പശുക്കളൊക്കെ കൂടി പറമ്പിന്റെ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി കിടക്കും അത്രേ, തിരിച്ചു കൂട്ടാൻ പോവില്ല. പണ്ടത്തെ പ്രമാണം അതാണ്. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? എന്നിട്ട് രാത്രി കാരണവന്മാരും ബാല്യക്കാരും ഒക്കെ ചൂട്ടും കത്തിച്ച് പോയി വെക്കും അത്രേ. ഈ പശുക്കള് ഒരു പ്രത്യേക സ്ഥലത്ത് പോയി കിടക്കും അത്രേ. അത് നമ്മുടെ ഈ ക്ഷേത്രം ഇപ്പൊ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. അവിടെ കുറ്റിയടിക്കും അത്രേ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, 22-ാം നൂറ്റാണ്ടിൽ ഇതൊന്നും പറയാൻ നിനക്ക് വിവരമില്ലല്ലോ, മിണ്ടാതിരുന്നൂട എന്ന് എന്നോട് ചോദിച്ചാൽ അവിടെ ഉത്തരം, നാക്കാലിയേക്കാൾ എന്ത് യോഗ്യതയാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്? പറഞ്ഞുതരൂ. നമ്മുടെ വീട്ടില് ഒരാൾ മരിക്കാൻ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ വിചാരിച്ചാൽ മതി, എത്ര വിചാരിച്ചാൽ മതി, വിചാരിച്ചോ? അയാൾ മരിക്കുന്ന സമയത്ത് ആ വീട്ടിലെ നായ ഒരു പ്രത്യേക രീതിയിൽ ഇടുകയില്ലയോ? ആ വീട്ടിൽ പശുക്കളുടെ ഒരു പ്രത്യേക രീതിയിൽ കരയുകയില്ലയോ? നമ്മൾ ഓരിയിടും. അതെപ്പോ ഡോക്ടർ വന്നിട്ട് പരിശോധിച്ച് ഇനിയൊന്നും ബാക്കിയില്ല എന്ന് പറയുമ്പോൾ നെഞ്ചത്തടിച്ച്, കുഞ്ഞേട്ടാ ഇന്നലെ ഹോർലിക്സ് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. ഇത്ര പെട്ടെന്ന് നിങ്ങൾ പോയില്ല. അത് പെടലിക്ക് ഒരു ഒറ്റ ഒന്ന് കിട്ടാത്തതിന്റെ കുഴപ്പം. മരിച്ച വീട്ടിൽ കരച്ചിലല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? ആ ജീവനെ, എന്താ പറയാ, ആ ആത്മചൈതന്യത്തെ എങ്ങോട്ടാക്കി കൊടുക്കണം? മുകളിലേക്ക്. അപ്പോഴേ അവൻ പുത്രനാവുള്ളൂ, പുത്രിയാവുള്ളൂ. ദുഃഖമൊക്കെ ഉണ്ടാവും, ഉള്ളിൽ കടിച്ചു ഒതുക്കി. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതിനെ ചെയ്തു കൊടുക്കണം, അവിടെ ചെയ്യേണ്ട കർമ്മത്തെ ചെയ്തു കൊടുക്കണം. കേൾക്കണ്ടോ ഇല്ലയോ? അപ്പോഴാണ് അവൻ പുത്രൻ, പുത്രി. പുന്നാമം എന്ന നരകത്തിൽ നിന്ന് പിതാവിനെ അഥവാ മാതാവിനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ അഥവാ പുത്രി എന്ന് പേരുണ്ടായി എന്ന് രാമായണം. നിങ്ങളൊരു അരിക്കായിയോ? ഇല്ലല്ലോ. മുന്നോട്ട് പോരില്ലേ? അറിയണ്ടേ ഇതൊക്കെ? വേണ്ടയോ? വരൂ, നമുക്ക് മുന്നോട്ട് നടക്കാം. ഇപ്പൊ ഇവിടെ എന്തേ പറഞ്ഞു? എന്തേ പുത്രനിലേക്ക് പുത്രിക്കുമ്പോൾ ഈ നാക്കാലികൾ ഒരു പ്രത്യേക രീതിയിൽ കരയും. ജപ്പാനിലൊക്കെ പൂച്ചേനെ വളർത്തുക അത്ര ഭൂകമ്പം ഉണ്ടാവും എന്നറിയാൻ. കാരണം പസഫിക് ബെൽറ്റ് സീസ്മിക് ആക്ടിവിറ്റിയുടെ കേന്ദ്രമാണ്. അപ്പൊ ഈ ഭൂകമ്പം ഉണ്ടാവുമ്പോൾ ഭൂമിയുടെ അടിയിൽ നിന്ന് റേഡോൺ വാതകം പുറത്തേക്ക് വരും. ഇത് പിടിച്ചെടുക്കാൻ എനിക്ക് കഴിവില്ല, നിങ്ങൾക്ക് കഴിവില്ല. പക്ഷെ ചില മൃഗങ്ങൾക്ക് കഴിവുണ്ട് അത്രേ. ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മളെക്കാൾ ഒരു പടി മുന്നിലല്ലേ 6th സെൻസിൽ ആര്? ഈ ചില മൃഗങ്ങളൊക്കെ ആണോ അല്ലയോ? പറയൂ. ആണ്, സംശയമൊന്നുമില്ല. അപ്പൊ ഈ നാക്കാലികൾ കിടക്കുന്ന സ്ഥലത്ത് കുറ്റിയടിക്കുന്നു. കാരണം പ്രേതഭൂമി, ദേവഭൂമി, അങ്ങനെ ഒരുപാട് ഭൂമിയുണ്ട്. അതിൽ ദേവഭൂമിയിലാണ് അവ വന്ന് കിടക്കുക. കുറ്റിയടിച്ചു. അതുകൊണ്ടാണ് പണ്ട് ഈ ഗോവന്വേഷണത്തെ, ഈ ഗോക്കളെ അന്വേഷിച്ച് നടത്താണത്രേ ഗോവന്വേഷണാണ് ഗവേഷണമായി തീർന്നത് എന്ന് ആരോ തമാശയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. റിസർച്ച് ആയിക്കോണമെന്നില്ല, തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ നല്ല ഗവേഷണം തോന്നുന്നുണ്ടാവും, ശരിയല്ലേ? ആവട്ടെ. ചതുരാകൃതിയിൽ കുഴി കുഴിച്ചു. അതിന്റെ ഏറ്റവും അടിയിലായിട്ട് ചതുരാകൃതിയിൽ ഒരു ശില ഇടുക ചെയ്യുക. അതാണ് മൂലാധാരം. കേൾക്കണ്ടായില്ലോ? അതിനെ വിളിക്കുന്ന പേര് ആധാരശില എന്നാണ്. ഒരു ക്ഷേത്രത്തിന്റെ സൂക്ഷ്മ ശരീരത്തെയാണ് ഞാനിപ്പോ കാട്ടിത്തരുന്നത്. നന്നാക്കി മനസ്സിലാക്കിക്കോളൂ. ആ ആധാരശിലയുടെ മുകളില് ഒരു ചെറിയ കുഴി കാണാം. ഒരു ചെറിയ കുഴി. ഏതിന്റെ? ഏറ്റവും അടിയിലിട്ട് ആധാരശിലയുടെ മുകളിൽ ചെറിയ കുഴി കാണാം. ഇവിടെ ഈ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഇവിടെ ഉള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിന്റെ ഏറ്റവും അടിയില് തന്ത്രികളുടെ സാന്നിധ്യത്തില് ഈ ആധാരശില ആദ്യം എന്ത് ചെയ്യുന്നു? സ്ഥാപിക്കുന്നു. ശ്രദ്ധിക്കണേ. അത് ഏതിന്റെ സങ്കല്പാണ്? മൂലാധാരത്തിന്റെ. നമ്മളെ കൂർപ്പ് അവസാനിച്ച് നമ്മുടെ നട്ടൽ തുടങ്ങണ ആദ്യത്തെ ചക്രം. എല്ലാവർക്കും മനസ്സിലാവണുണ്ടോ? ഇനി എല്ലാവരും ഇവിടെ നോക്കൂ. ആ മൂലാധാരം കഴിഞ്ഞ് 6 ദ്രവ്യങ്ങൾ ഇട്ടിട്ടാണ് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. അതൊന്നും മുഴുവൻ പറയാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. മൂലാധാരത്തെ ഒന്ന് പറഞ്ഞു ഒപ്പിച്ചോട്ടെ. ഈ മൂലാധാരത്തിലാണ്, ശ്രദ്ധിക്കണേ, ഏത് മൂലാധാരം? നിലവിളക്കിന്റെ താഴെത്തട്ട്. ഈ മൂലാധാരത്തിലാണ്
എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ ദേവി സൂക്ഷ്മ രൂപത്തിൽ കുടിയിരിക്കണം. മഹാലക്ഷ്മി കുടിയിരിക്കുന്നത്, അഥവാ ആനന്ദസ്വരൂപിണി കുടിയിരിക്കുന്നത്, അഥവാ ചിന്മയി കുടിയിരിക്കുന്നത് എവിടെയാണ്? പറയൂ. മൂലാധാരത്തിലാണ്. ഇത് പഠിച്ചു വെച്ചോണേ. പലർക്കും ഇതൊന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ ലളിതാ സഹസ്രനാമാർച്ചന നമ്മൾ ചെയ്യുമ്പോൾ അർച്ചന നിങ്ങൾ എങ്ങട്ടാ ചെയ്യുക? ഇവിടെ ലളിതാ സഹസ്രനാമാർച്ചനയൊക്കെ ഉണ്ടാവാറില്ലേ? അല്ല, ചില സ്ഥലത്തൊക്കെ സർവൈശ്വര്യ പൂജ ഇല്ലേ? അന്നേരം എങ്ങട്ടാ അർച്ചന ചെയ്യുക? ഈ നിലവിളക്കിന്റെ താഴെ തട്ടിലേക്ക. ഭഗവതി സേവ എവിടെയാ ചെയ്യുക? നിലവിളക്കിന്റെ താഴെ തട്ടില. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ മൂലാധാരത്തിലാണ് ആരിയിരിക്കുന്നത്? പറയൂ, ദേവി. എന്ത് പ്രമാണം? എന്നെ പറഞ്ഞാൽ എഴുന്നേറ്റ് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്താ പ്രമാണം? പ്രമാണമുണ്ട്. ഇവിടെ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അവർക്ക് ഞാൻ ഈ പറയണ മനസ്സിലാവും. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്ധ്യത ഉദ്യദ്ഭാനു സഹസ്രാവ ചതുർബാഹു സമന്വിത രാഗസ്വരൂപഭാഷാഢ്യ ക്രോധാകാര അങ്കുശോജ്വല എന്ന് തുടങ്ങി അങ്ങോട്ട് പോകുന്ന ലളിതാ പരമേശ്വരിയുടെ മഹാമന്ത്ര സമുച്ചയത്തില് ഒരിടത്ത് ഇങ്ങനെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. എന്താ പറയണത്? മൂലാധാരൈക നിലയാ, മൂലാധാരത്തിലിരിക്കുന്നവളെ. അപ്പൊ ദേവി എവിടെയായിരിക്കുന്നത്? സാധകന്റെ, പറയൂ, സാധകന്റെ മൂലാധാരത്തിൽ. ഈ നട്ടലിന്റെ ഈ കൂപ്പ് അവസാനിച്ച് നിൽക്കണ സ്ഥലത്താണ് ഇരിക്കുന്നത്. എല്ലാവരും കൂടി ശ്രദ്ധിച്ചോണേ. ആ മൂലാധാരത്തിന്റെ നിറം, ഓരോ ചക്രത്തിനും നിറമുണ്ട്. മൂലാധാരത്തിന്റെ നിറം ചുവപ്പാണ്. കേൾക്കണ്ടോ ഇല്ലേ? ഓരോ ചക്രത്തിനും നിറമുണ്ട്. മൂലാധാരത്തിന്റെ നിറം എന്താ? ചുവപ്പാണ്. അതുകൊണ്ടാണ് ദേവിക്ക് കൊടുക്കുന്നതൊക്കെ ചുവപ്പാണ്. ചെമ്പട്ട്, കുങ്കുമം, ചെമ്പരുത്തി, ഗുരുതി സമർപ്പിക്കുന്ന സമയത്ത് അതും ചുവപ്പാണ്. ഇനി ഒരൊറ്റ കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. കോമരങ്ങൾ ഉണ്ടാവും ചില ദേവീ ക്ഷേത്രത്തിൽ, ഉണ്ടോ ഇല്ലയോ? കോമരങ്ങൾ വെട്ടുന്നത് സഹസ്രാര സീമയിലാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതൊക്കെ വിസ്തരിച്ച് പറയാൻ ഇന്ന് സമയമില്ല. ഇത്രയും മനസ്സിലാക്കുക. മൂലാധാരത്തിലാണ് ആരിയിരിക്കുന്നത്? പറയൂ, ദേവി. ഇനി ഒരു രസോടി നിങ്ങളോട് പറയട്ടെ. മൂലാധാരം കുണ്ഡലിനിയിലല്ലേ, കുഴിയിലല്ലേ? ആണോ അല്ലയോ? അതുകൊണ്ട് കേരളത്തിലെ പ്രമുഖമായ ദേവീ പ്രതിഷ്ഠകളൊക്കെ കുഴിയിലാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? കാടാമ്പുഴ ഭഗവതി ഇരിക്കുന്നത്, കാടാമ്പുഴ ക്ഷേത്രം കണ്ടവരുണ്ട്? കൈവക്കൂ. കാടാമ്പുഴ ഭഗവതി ഇരിക്കുന്നത് ഉന്നത പീഠത്തിലല്ല. പറയൂ, കുഴിയിലാണ്. അമ്മയ്ക്ക് മനസ്സിലാക്കിയാൽ ഇത് പിടികിട്ടും. കുണ്ഡലിനിയിലാണ് ആരിയിരിക്കുന്നത്? അമ്മയിരിക്കുന്നത്. ഇനി നിങ്ങൾ തിരുമാന്താംകുന്ന് പോയിട്ടുണ്ടോന്ന് അറിയില്ല. തിരുമാന്താംകുന്നില് മാന്ധാതാവ് മഹർഷിക്ക് ഇപ്പുറം, മംഗല്യപൂജ നടക്കുന്നതൊക്കെ അവിടെയാണ്. മാന്ധാതാവ് മഹർഷിക്ക് ഇപ്പുറം ദേവി ഇരിക്കുന്നത്, മൂലസ്ഥാനം ഇരിക്കുന്നത്, പറയൂ, കുണ്ഡലിനിയിലാണ്. ഉള്ളിലല്ല. മൂലസ്ഥാനം ഇരിക്കുന്നത് കുണ്ഡലിനിയിലാണ്. കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറയണത്? ഇനി നോക്കൂ, ശ്രീവളയനാട്, കോഴിക്കോട് രാജാക്കന്മാരുടെ തട്ടകത്ത്. ഒരുപാട് രാജാക്കന്മാരുടെ, തീപ്പെട്ടുപോയ രാജാക്കന്മാരോടൊപ്പം ഞാൻ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ വളയനാട് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ കടന്നിട്ടില്ല. പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെയും ദേവി ഇരിക്കുന്നത്, പറയൂ, ഇരിക്കുന്നത് കുണ്ഡലിനിയിലാണ്, കുഴിയിലാണ്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. നന്നായി ശ്രദ്ധിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇതിന്റെ തത്വം ഇങ്ങോട്ട് പിടി കിട്ടിയാൽ പിന്നെ നിങ്ങൾ കുറച്ചു, പിന്നെ നിങ്ങൾ പേടിക്കണ്ട, എന്താന്നുള്ളത് മനസ്സിലാവും. അത് എല്ലാവരും കേട്ടിരിക്കില്ല, കുറച്ചാൾക്കാരുണ്ടാവുള്ളൂ. മതി. ആ നാട്ടിൽ 10 ആൾക്ക് ഇത് പകർന്നു കൊടുക്കണം. വേണോ വേണ്ടയോ? അവരറിയട്ടെ, അവരതിനെ പ്രചരിപ്പിക്കട്ടെ. കേൾക്കില്ലേ ഞാൻ പറയണത്? ശ്രദ്ധിക്കുന്നില്ലേ? നന്നാക്കി ശ്രദ്ധിച്ചോളൂ. അപ്പൊ മൂലാധാരത്തിലാണ് ആരിയിരിക്കുന്നത്? ദേവി ഇരിക്കുന്നത്. ഇനി ഒരു രസൂടി നിങ്ങളോട് പറയട്ടെ. ഈ മൂലാധാരത്തിലിരിക്കുന്ന ദേവി സഹസ്രാരത്തിലിരിക്കുന്ന ഭഗവാനിലേക്ക്, കൃഷ്ണനിലേക്ക്, അഥവാ ആ നാരായണനിലേക്ക് കയറുന്നത് ഇടാ പിംഗല നാഡി വഴിയാണ്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? നട്ടലിനുള്ളിലൂടെ 3 നാഡികളുണ്ട് അത്രേ. ഇതാണ് കാശിയുടെ സങ്കല്പമൊക്കെ. ഇതൊന്നും മനസ്സിലാവാൻ നമുക്കൊരു ചുക്കും ചുണ്ണാമ്പും പിടികിട്ടില്ല. എന്താ പറഞ്ഞത്? നട്ടലിനുള്ളിലൂടെ എത്ര നാഡികളുണ്ട്? പറയൂ, എത്ര നാഡി? 3 നാഡി. അതിലേറ്റവും നടുക്കൂടിയുള്ള നാഡി നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വൈദ്യശാസ്ത്ര ഭാഷയിലും പഠിക്കുന്നതാണ്, സയൻസിന്റെ ഭാഷയിലും പഠിക്കുന്നതാണ്. സ്പൈനൽ കോർഡ്, സുഷുമ്നാ നാഡി. നിങ്ങൾ കേട്ടില്ലേ? സുഷുമ്നാ നാഡി അഥവാ സ്പൈനൽ കോർഡ്, ആ നടുക്കൂടിയുള്ള നാഡി. തന്ത്രശാസ്ത്രത്തില് ആ സ്പൈനൽ കോർഡിനെ ചുറ്റിപ്പണഞ്ഞ് പാമ്പെണ പടഞ്ഞ പോലെ 2 നാഡികൾ. അതിനെ വിളിക്കുന്ന പേരാണ് ഇടാ പിംഗല നാഡി. ഉറങ്ങരുതേ. എന്താ 2 നാഡി? ഇടാ പിംഗല നാഡി. ഇരിക്കട്ടെ. അങ്ങനെ നിങ്ങൾക്ക് ഓർക്കാൻ വിഷമുണ്ടെങ്കിൽ അതിന് വേറൊരു പേരും കൂടി വിളിക്കുന്നുണ്ട്.
വലത്തെ ഭാഗത്തെ നാഡി, അതായത് ഇതിങ്ങനെ ഇടപെടഞ്ഞ് കിടക്കുകയാണല്ലോ, വലത്തെ ഭാഗത്തെ നാഡി സൂര്യനാഡി എന്നും ഇടത്തെ ഭാഗത്തെ നാഡി ചന്ദ്രനാഡി എന്നും അറിയപ്പെടും. ഒന്നുകൂടെ പറയാ. വലത്തെ ഭാഗത്തെ നാഡി പറയൂ എന്ത് നാഡി? സൂര്യനാഡി എന്നും ഇടത്തെ ഭാഗത്തെ നാഡി പറയൂ ചന്ദ്രനാഡി എന്നും അറിയപ്പെടുന്നു. ഇതിങ്ങനെ പാമ്പേണ പടഞ്ഞ പോലെ കിടക്കുകയാണ്. ഇതിൽ വലത്തെ സൂര്യനാഡി നിങ്ങളെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഇടത്തെ ചന്ദ്രനാഡി നിങ്ങളെ താഴത്തേക്ക് കൊണ്ടുപോകുന്നു. നമുക്ക് മുകളിലേക്കാണോ താഴത്തേക്കാണോ പോണ്ടത്? മുകളിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ വലത്തെ സൂര്യനാഡിയെ ആ ദേവന്റെ അഭിമുഖമാക്കി പിടിച്ചിട്ട് വേണം അമ്പലത്തിൽ വന്നാൽ പ്രദക്ഷിണം വെക്കാൻ. അതുകൊണ്ടാണ് ക്ഷേത്രത്തെ പറയൂ വലത്താക്കിയിട്ടേ പ്രദക്ഷിണം വെക്കാവൂ എന്ന വ്യവസ്ഥ അമ്പലത്തിൽ ഉണ്ടായത്. ഇടത്താക്കി പ്രദക്ഷിണം വെക്കരുത്, വെച്ചാൽ നിങ്ങൾ റോക്കറ്റ് പോണ പോലെ താഴത്തേക്ക് പോവും. കാരണം ഭഗവാന്റെ ചൈതന്യം ഇടത്തെ ചന്ദ്രനാഡിയിൽ വന്ന് തട്ടരുത്. പറയൂ ഏത് നാഡിയിൽ വന്ന് തട്ടണം? വലത്തെ സൂര്യനാഡിയില്. ഇതുകൊണ്ടാണ് നമ്മൾ വലത്താക്കി പ്രദക്ഷിണം വെക്കുന്നത്. മനസ്സിലാവണുണ്ടോ? കേൾക്കുന്നുണ്ടോ? നോക്കൂ, ദേവന് മാത്രമല്ല തപശക്തിയുള്ള ഋഷീശ്വരന്മാരെയൊക്കെ അങ്ങനെയുള്ള മഹാത്മാക്കളെ വലത്താക്കിയിട്ടേ പണ്ട് നടക്കുക പതിവുള്ളൂ. മനസ്സിലാവുണ്ടോ പറയണത്? എന്താ പറഞ്ഞേ? വലത്താക്കിയിട്ടേ പണ്ട് നടക്കുക പതിവുള്ളൂ. ഇത് മനസ്സിലാക്കി വെച്ചാൽ എളുപ്പം മനസ്സിലാവും. കാരണം അവർക്ക് തപശക്തി ഉണ്ടോ ഇല്ലയോ? ചില അവധൂതന്മാരുടെ കണ്ടാൽ മനസ്സിലാവില്ല, മലവും മൂത്രമൊക്കെ അങ്ങനെ പോണ്ടാവും. പക്ഷെ അവര് പറയും നീ ഭാവിയിൽ ഇന്നയാളായി തീരേണ്ടവനാണല്ലോടാന്ന്. നമ്മൾ അന്തം വിട്ടുപോയിണ്ടാവും. നമ്മൾ ആ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല നമ്മളതായിട്ടുണ്ടാവും. ദാനന്തപുരി സ്വാമി ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനോട് ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന മലവും മൂത്രം ഇങ്ങനെ പോണ്ടത്രേ, കാൽമുകൂടി ഇങ്ങനെ വിളിച്ചുകൊണ്ട് ആ മഹർഷി, അതായത് അവധൂതൻ പറയുകയാണത്രേ സ്വാമിയോട്, അന്ന് സ്വാമി ഇവിടെ ആശ്രമം തുടങ്ങിയിട്ടില്ല. എവിടെ? കേരളത്തില്. നീ കേരളത്തില് ആശ്രമം തുടങ്ങേണ്ടവനാണല്ലോ, അതിന്റെ മഠാധിപതി ആവുമല്ലോ. ഗുരു മരിച്ചാൽ നീ ഗുരു സമാധിയായാല് നീ ഗുജറാത്തിലേക്ക് വരേണ്ടി വരും. ഗുജറാത്തിന്റെയും എന്താ പറയാ സാരഥ്യം നിനക്ക് ലഭിക്കുമല്ലോ എന്ന് പറഞ്ഞു അത്രേ. അയാളാണ് നടന്നു പോയി അത്രേ. ആര്? ഈ അവധൂതൻ. കേൾക്കുണ്ടായില്ല? നമുക്ക് ഒരാളെയും പ്രവചിക്കാൻ കഴിയില്ല. നമ്മൾ കാണുന്ന പോലെയൊന്നല്ല ചില മഹാത്മാക്കള്. കേൾക്കുണ്ടായില്ലോ? അവരെ അളക്കാനും പോകരുത്, അവരുടെ പൊട്ടൻഷ്യാലിറ്റി നോക്കാനും പോകരുത്. ഒരു അച്ചാർ സ്വാമി ഉണ്ടായിരുന്നു കോഴിക്കോട്. അച്ചാർ സ്വാമി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊയിലാണ്ടി റൂട്ടിലായിരുന്നു. സമാധിയായി. എത്ര ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നതെന്നറിയോ? ഒരാളോടും മിണ്ടൂല്ല. അങ്ങനെ ഇരിക്കുക, മഹാമൗനി. പക്ഷെ അപാരമായ തപശക്തിയുടെ ഉടമയാണ്. അതേപോലെ തന്നെ തലശ്ശേരി അവധൂതമാത ഉണ്ടായിരുന്നു. അവധൂതമാത, ഞാനവിടെ തലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സംസാരിക്കാൻ പോകുമ്പോൾ അതിന്റെ തൊട്ടടുത്ത വീട്ടിൽ അവർ താമസിക്കുന്നത്. അത്രയും വലിയ പവർഫുൾ ആണ് അവരുടെ എന്താ പറയാ അവസ്ഥ. തപശക്തിയാണത്. അത് മുൻജന്മത്തിൽ ചെയ്തു വെച്ച അടിച്ച കല്ലാണ്. കേൾക്കണ്ടോ ഇല്ല? ജന്മത്തിൽ ഇങ്ങനെ പവർഫുൾ ആയിട്ട് നിൽക്കുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അവരെയൊക്കെ വലത്താക്കിയിട്ടേ നടക്കാവൂ എന്നാണ് പ്രമാണം. കാരണം നമുക്ക് ഉയർന്നു പോവുക വേണ്ടത്. ഇനി ശ്രദ്ധിക്കൂ, ക്ഷേത്രത്തിലെ നാഗസങ്കല്പം ഇതാണ്. ഏത്? ഈ ഇട പിംഗല നാഡിയാണ്. അതുകൊണ്ടാണ് കുട്ടികളില്ലാത്തവര്, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. കുട്ടികളില്ലാത്തവര് സാധാരണ എങ്ങട്ടാ വഴിപാട് നേരുക? മണ്ണാറശാലയിലേക്കാണ്. ശരിയാണോ അല്ലയോ? ഒരുവിധം പൂർവജന്മായ കൊടിയ പാപമില്ലാച്ചാല് മണ്ണാറശാലയിൽ ഒരു ചടങ്ങുണ്ട്, ഉരുളി കമഴ്ത്തൽ ചടങ്ങ്. ഉണ്ടോ ഇല്ലയോ? ഈ ഉരുളി കമഴ്ത്തൽ ചടങ്ങ് എന്താന്ന് വെച്ചാൽ ഈ ദമ്പതിമാരുടെ മൂലാധാരത്തെ ഉണർത്തുകയാണ്. കേൾക്കുണ്ടോ ഇല്ലയോ? എന്ന് വെച്ചാൽ അവിടെ മന്ത്രവും തന്ത്രവും ഉപയോഗിച്ചിട്ട് ഉയർത്തുകയാണ്. കേൾക്കില്ലേ? അതായത് രണ്ട് നാഗങ്ങള്, ശ്രദ്ധിക്കൂ, ഏതിന്റെ അടിയില്? ഈ കമഴ്ത്തിയ ഉരുളിയുടെ അടിയില് തപസ്സിരിക്കുന്നു എന്നാണ് സങ്കല്പം. ഏതാ ഈ രണ്ട് നാഗങ്ങള് ആ ഉരുളിയുടെ അടിയിൽ തപസ്സിരിക്കുന്നത്? ഇടാ പിംഗല. മൂലാധാരത്തിലെ ദേവീ ചൈതന്യം ഉണർന്ന് ജനനേന്ദ്രിയത്തിന്റെ തൊട്ടുപിറകിലുള്ള സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് ഉയരുമ്പോഴാണത്രേ നമുക്ക് സന്തതി പരമ്പരകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല. കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് മണ്ണാറശാലയിലേക്ക് പോണത്. കേൾക്കണില്ലേ? മണ്ണാറശാലയിൽ പോയി ഉരുളി കമഴ്ത്തല്, അങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോരും. തിരിച്ചു പോന്നാൽ കുട്ടികളാവും. കുട്ടികളായി കഴിഞ്ഞാൽ മിക്കവാറും കൊടിയ പാപം ഇല്ലാച്ചാൽ കുട്ടികളാവും. കുട്ടികളായി കഴിഞ്ഞാൽ അതിന് നാമകരണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവും മണ്ണാറശാലയിൽ. അന്നേരം ഉരുളി മലർത്തൽ ചടങ്ങുണ്ട്. ഉണ്ടോ ഇല്ലയോ? എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു 6000 7000 എത്രയാണെന്ന് അറിയില്ല എനിക്കിപ്പോൾ. അത്രയും ഉണ്ട്. ഒരുപാട് ആൾക്കാരെ അതിന് അനുഭവസ്ഥരായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറയാൻ കാരണം. ഉരുളി മലർത്തൽ ചടങ്ങുണ്ട്. ഇതിന്റെ അടിയിലിരിക്കുന്ന നാഗങ്ങൾ, കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ഇതിന്റെ അടിയിൽ ഈടാ പിംഗല നാഡിയാണ്. അല്ലാതെ പാമ്പാരാധകരല്ല ഭാരതീയര്. എല്ലാ ശക്തിയും ആരുടെ ഉള്ളിൽ തന്നെയാണ്?
നമ്മളെ ഉള്ളിൽ തന്നെയാണ്. അതിനെ ക്ലിയർ ചെയ്ത് കൊടുത്താൽ നമ്മളെ ജീവിതം സ്മൂത്തായി. കേൾക്കണ്ടല്ലോ? അതിനെ സ്മൂത്താക്കാൻ വേണ്ടിയിട്ടാണ് ആഹാര വിഹാരങ്ങളിൽ നിയന്ത്രണം വരുത്തി ഇതിനെ ക്ലിയർ ആക്കും. ഏതിനെ? ഈ ഇടാപിംഗല നാഡിയെ ക്ലിയർ ആക്കി എന്താ പറയാ സാധന ചെയ്തു, നാമജപാദികളിലൂടെയും മന്ത്രസാധനയിലൂടെയും ഇതിനെ ശക്തിപ്പെടുത്തിയിട്ട് പല അസുഖങ്ങളും ഇല്ലാണ്ടാക്കാം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറയണത്? ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ ഈ പറയണത്? നന്നാക്കി കാത് കൂർപ്പിച്ച് കേൾക്കും. നമ്മളെ ഉള്ളിൽ വലിയ കരുത്തുണ്ട്, അതിന് ഉള്ളിൽ നിന്ന് ഉണർത്തണം. കേൾക്കില്ലേ? ഈ ഒരു രസൂടി പറയട്ടെ. ഈ മൂലാധാരത്തിലെ ദേവിയെ മുകളിലേക്ക് തട്ടിവിടുന്നത് ആരാന്നറിയോ? മൂലാധാരത്തിന്റെ അധിഷ്ഠാന മൂർത്തിയായ ഗണപതിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നാട്ടിൻപുറത്തൊരു കഥ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ആ കഥ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താ കഥ? ശിവന്റെയും പാർവതിന്റെയും കല്യാണത്തിന് കാർമ്മികത്വം വഹിച്ചത് മകൻ ഗണപതിയാണ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥം ഇതാണ്. എന്നുവെച്ചാൽ ശിവന്റെയും പാർവതി ഇപ്പൊ അങ്ങനെ ആ കഥ അന്വർത്താണ് കേട്ടോ. കാരണം എന്താ? അച്ഛന്റെയും അമ്മേന്റെയും കല്യാണത്തിന് മക്കളാണ് താലി എടുത്തു കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പൊ. അങ്ങനെ തന്നെയല്ലേ? ഇല്ലേ? കുറച്ചു കാലമായിട്ട് ഇല്ലേ? അങ്ങനല്ലേ? ഉണ്ട്. പോത്തു പോലത്തെ മക്കള്. അപ്പൊ അമ്മ അങ്ങനെ നാണിച്ച് നിൽക്കും, താലി കെട്ടി. അപ്പൊ അവര് വരവേ കെട്ട് അമ്മ താലി കെട്ടി. ഇത് വേണ്ടാന്ന് പറഞ്ഞില്ല കേട്ടോ. നിന്റെ മക്കെട്ട് കയറാൻ വരണ്ട, കാലമാണ് ഇതിനൊക്കെ നിരുത്സാഹം ഇല്ല. അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഒക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം, ഇഷ്ടം പോലെ ചെയ്യാം. നിലവിളക്കിൽ 1 തിരിയിടണോ, 2 തിരിയിടണോ, 3 തിരിയിടണോ, 5 തിരിയിടണോ? ഇതിപ്പോഴും സംശയം. എത്ര വേണേലും ഇട്ടോളൂ. 4 ഇടുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എവിടെ കണ്ടിട്ടില്ല. പല ആചാര്യന്മാരും പലതും പറഞ്ഞ ആളെ പറ്റിക്കണമെന്നും കണ്ടിട്ടുണ്ട്. ഉപദ്രവിക്കരുതേ, ഞാൻ പറ്റിക്കാൻ നിൽക്കുന്നില്ല. കഴിഞ്ഞോ 2 തിരി ഇട്ടോളൂ. 2 തിരി, 5 തിരിയില്ലേ 2 തിരി ഇടുക. 2 തിരിയിട്ട് കിഴക്കും പടിഞ്ഞാറും ഇട്ടിടുക, അല്ലെങ്കിൽ ദേവാഭിമുഖവും നൃത്യഭിമുഖമായിട്ട് ഇടുക. സർപ്പിൾ ആകൃതിയിൽ കത്തിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സർപ്പിൾ ആകൃതിയിൽ കത്തിക്കുക, ക്ലോക്ക് വൈസിൽ കത്തിക്കുക. അപ്പൊ എന്താ പറയാ, ഊർജ്ജ പ്രവാഹം സർപ്പിൾ ആകൃതിയിലാണ്. മനസ്സിലാക്കി വെക്കുക. ആ മനസ്സിലാക്കി വെച്ചാൽ ഈ ഒരു നിലവിളക്ക് വീട്ടിൽ കൊളുത്തി വെച്ചാൽ തന്നെ ആ വീട്ടുകാർക്ക് പണിക്കരടുത്തേക്ക് പോകേണ്ട ഗതികേട് ഉണ്ടാവില്ല, ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോകേണ്ട ഗതികേട് ഉണ്ടാവില്ല. പാട്ട് ഇരുന്നൊന്ന് നാമം ചൊല്ല മതി. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വിളക്ക് വെക്കുക. കഴിയുന്നതും വിളക്കെണ്ണ ഉപയോഗിക്കാതിരിക്കും. വിളക്കെണ്ണ വാങ്ങരുത്. ശുദ്ധമായ എണ്ണ അല്ലെ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ, കുഴപ്പമില്ല. രണ്ടാണെങ്കിലും അപകടപ്പെടുത്തൂല. കേൾക്കില്ലേ? ഒന്ന് പാളി കത്തുന്നു മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണയാണെങ്കിൽ. പക്ഷെ മറ്റേ വിളക്കെണ്ണ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എണ്ണയാണ്. കേൾക്കുന്നുണ്ടായില്ലേ? നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എണ്ണയാണ്. ഒഴിക്കരുത്. 10 റുപ്യ കൂടിയാലും വേണ്ടില്ല, അര മുക്കി കെട്ടിയിട്ടാലും വേണ്ടില്ല. അത് വാങ്ങിയിട്ട് ഒരു ഇത്തിരി ഒഴിച്ചാൽ മതി. 5 തിരി ഇടണം എന്നില്ല. അത് അലങ്കാരാക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇനി 2 തിരി ഇട്ടാൽ മതി. നിങ്ങൾക്ക് മറ്റേ ഇടാൻ കഴിയില്ലേ? 2 തിരിയിട്ട് അതിന്റെ മുന്നിലിരിക്കുക, ജപിച്ചോളുക. 5 തിരി ഇടാൻ പറ്റുമോ? ഇട്ടോളൂ, സന്തോഷമേ ഉള്ളൂ. അതായത് 4 തിരി 4 ദിക്കിലേക്ക്, മറ്റേ ഈശാന കോണിലേക്കും വെക്കുക. കഴിഞ്ഞു. ഇത്രയേ വേണ്ടു. ഇതേ നോക്കേണ്ടതേ ഉള്ളൂ, വേറെ യാതൊന്നും നോക്കേണ്ടതില്ല. 4 ദിക്കിനെയും ബന്ധിക്കുക, പിന്നെ സഹസ്രാരത്തിലേക്ക് ഒന്ന് തിരിച്ചും വെക്കുക. കഴിഞ്ഞു. അതാണ് 5 തിരി. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ഇതൊക്കെ വിശദീകരിച്ച് പറയണം, അതിനിപ്പോ നിൽക്കുന്നില്ല, സമയമില്ല. ഇതാണ് അതിന്റെ വ്യവസ്ഥ. ഇരിക്കട്ടെ. ഇനി 1000 തിരിയിടാൻ പറ്റും, ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല. അലങ്കാരത്തിനൊക്കെ ചെയ്യാറുണ്ട്. ഗംഗാരതിക്ക് എത്രയോ തിരിയിട്ട് ഒഴിയണം ഞാൻ കണ്ടിട്ടുണ്ട്. ഗംഗാരതി ചെയ്യുമ്പോൾ അത് നല്ല പ്രൗഢമായ ചടങ്ങാണ്, കാണേണ്ട ചടങ്ങുമാണ്. ഇരിക്കട്ടെ, ഇവിടെ വരട്ടെ. ഇപ്പൊ എന്തേ ഇവിടെ പറഞ്ഞു? നമ്മൾ ഇവിടെ എന്തേ പറഞ്ഞു? മൂലാധാരത്തിന്റെ അധിഷ്ഠാന മൂർത്തിയാര ഗണപതിയാണ്. അതുകൊണ്ട് മൂലാധാരത്തിന്റെ ബീജം ലം ആണ്. അതുകൊണ്ടാണ് ഗണേശനെ ലംബോദരൻ എന്ന് വിളിക്കുന്നത്. തന്നെയുമല്ല, ഏറ്റവും ആദ്യത്തെ പൂജ പുലർച്ചയ്ക്ക്, അതായത് ഏറ്റവും താഴെ അവനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ പൂജ ഗണപതിക്കാണ്. ഇനി ഒരു രസൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഒരു ക്ഷേത്രത്തില് ഗണേശന്റെ സ്ഥാനം എവിടെയാ? ഗണപതിയുടെ സ്ഥാനം എവിടെയാ? കന്നിമൂലയിലാണ്. എവിടെയാ ഗണപതിയുടെ സ്ഥാനം? പറയൂ. കന്നിമൂലയിലാണ്. അത് നമ്മൾ ക്ഷേത്രത്തിൽ പോയെങ്കിൽ കന്നിമൂലയിലാണ് ഗണപതിയുടെ സ്ഥാനം ഉണ്ടാവുക. കന്നിമൂല എന്ന് പറഞ്ഞാൽ എവിടെയാ? തെക്ക് പടിഞ്ഞാറേ മൂലയാണ് കന്നിമൂല. ഇത് വീട്ടിലേതും ശ്രദ്ധിച്ചോളാം. വാസ്തുപുരുഷന്റെ മൂലാധാരം ഇരിക്കുന്നത് എവിടെയാണ്? കന്നിമൂലയിലാണ്. ആ തെക്ക് പടിഞ്ഞാറേ മൂലയില് കുഴി, സെപ്റ്റിക് ടാങ്കിന്റെ പൈപ്പ് ഒക്കെ ഇല്ലാതിരുന്നാൽ നല്ലത്. അവിടെ ഗൃഹനാഥൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഗൃഹനാഥൻ ഉണ്ടോന്ന് നോക്കിയാൽ മതി. ഉണ്ടെങ്കിൽ ഭാഗ്യം, ഇല്ലെങ്കിൽ നോക്കണ്ട. മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലായില്ലേ? കന്നിമൂല ശക്തിപ്പെടുത്തി നിർത്തണം, അത് പ്രധാനമാണ്. അതുകൊണ്ട് ഇവിടെ കൽപ്പണിക്കാർ, പരമ്പരയാവുന്ന കൽപ്പണിക്കാർ, ബംഗാളികളല്ല,
പരമ്പരയാ വന്ന കൽപ്പണിക്കാരുണ്ടെങ്കിൽ, അതായത് മുതിർന്നവരിൽ നിന്ന് പഠിച്ചു വന്ന കൽപ്പണിക്കാരുണ്ടെങ്കിൽ അവർക്കറിയാം അവർ പടവ് തുടങ്ങുക കന്നിമൂലയിൽ നിന്ന് പ്രദക്ഷിണമായിട്ടാണ്. കന്നിമൂലയിൽ നിന്ന് പ്രദക്ഷിണമായിട്ടാണ്. കാരണം മൂലാധാരം പ്രധാനമാണ്. വാസ്തുപുരുഷൻ ഇരിക്കുന്നത് അങ്ങനെയാണ്. അതായത് മൂലാധാരം ഇങ്ങോട്ടാക്കിയിട്ടാണ് വാസ്തുപുരുഷൻ ഇരിക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക, നന്നാക്കി മനസ്സിലാക്കിക്കോളുക. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? അതുകൊണ്ടാണ് ആദ്യത്തെ പൂജ, പറയൂ, ആദ്യത്തെ പൂജ ആർക്കാണ്? ഗണപതിക്കാണ്. ആ ഗണപതിക്ക് കൊടുത്ത് ഗണപതിയെ ഉണർത്തി, ആരെ ഉണർത്തുന്നു? ദേവിയെ തട്ടി മുകളിലേക്ക് കയറ്റി വിടുമ്പോൾ അത് സഹസ്രാരത്തിലേക്ക് കയറുന്നു. 6 പടിയിലൂടെ. അതില് രണ്ടാമത്തെ പടി മൂലാധാരത്തിൽ ദേവി ഇരിക്കുന്നു. ദേവിയെ തട്ടി ഉണർത്തി മുകളിലേക്ക് വിടുന്നത് പറയൂ ഗണപതിയാണ്. ഇനി അതിന്റെ രണ്ടാമത്തെ ചക്രമുണ്ട്, സ്വാധിഷ്ഠാന ചക്രം. അവിടെ ഈ ക്ഷേത്രത്തിൽ ഇട്ടിരിക്കുന്നത് ധാന്യപീഠമാണ്. ശ്രദ്ധിക്കണേ, ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ, ഒറ്റ സെക്കൻഡോട് തീർത്തോട്ടെ, ധൃതിയുണ്ടോ? നോക്കൂ, ആ എന്താ പറയാ കല്ലിന്റെ കുഴിയുണ്ടല്ലോ, ഏത് ആധാരശിലയില്ലേ? നമ്മൾ നേരത്തെ ആധാരശില പറഞ്ഞില്ലേ, അതിന് നടുവിൽ ഒരു കുഴിയുണ്ട് എന്ന് പറഞ്ഞില്ലേ? അടുത്ത ചക്രം അവിടെ ധാന്യപീഠം സങ്കല്പിച്ചു വെക്കുക. അത് സ്വാധിഷ്ഠാനം. കാരണം ധാന്യപീഠം അവിടെ വെക്കാൻ കാരണം എന്താ? അമ്പലത്തില് നോക്കൂ, മൂലാധാരത്തില് ഈ ചൈതന്യം, ദേവീ ചൈതന്യം ഉണർന്ന് നമ്മുടെ ജനനേന്ദ്രിയത്തിന്റെ തൊട്ട് പിറകിലുള്ള സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് ഉയരുമ്പോഴാണ് നമുക്ക് പുതിയ സന്തതി പരമ്പരകൾ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, മുള പൊട്ടുന്നത്, പുതിയ ജീവൻ ഉണ്ടാവുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ എന്ത് വെച്ചിരിക്കുന്നത്? പറയൂ, എന്ത് വെച്ചിരിക്കുന്നത്? ധാന്യപീഠം സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത്. ഇനി എന്താ പറയാ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം. നമ്മളെ പൊക്കിളിന്റെ തൊട്ട് പിറകില് നട്ടലിന്റെ ഭാഗത്തായിട്ടുള്ള അടുത്ത ചക്രത്തില് ഈ കുഴിയില്, ഏത് കുഴിയില്? അതായത് ഈ ഷടാധാര പ്രതിഷ്ഠയുടെ കുഴിയില് വെച്ചിരിക്കുക ഒരു കുംഭമാണ്, ഒരു കുടമാണ്. ആ കുടത്തിൽ രത്നങ്ങൾ ഇട്ട് വെക്കുക. അതിനെയാണ് മണിപൂരകം എന്ന് വിളിക്കുന്നത്. കേൾക്കുന്നുണ്ടോ ഇല്ല? എന്താ വിളിക്കുക? മണിപൂരകം. അപ്പൊ ഏറ്റവും താഴെ ആധാരശില, അതിന്റെ മുകളിൽ ധാന്യപീഠം, അതിന്റെ മുകളിൽ കുംഭം, അതിന്റെ ഉള്ളിൽ എന്തിട്ട് വെച്ചിരിക്കും? രത്നങ്ങൾ. അതിന്റെ തൊട്ട് മുകളിലായിട്ട് അനാഹതം. ഇവിടെ തൊട്ടിട്ടാണ്, ഇതാണ് അനാഹത ചക്രം. ഈ നെഞ്ചിട്ട് നിങ്ങൾക്ക് ബോറടിച്ചു, പിന്നെ നിർത്താം. ഞാൻ ഇത് പറഞ്ഞാൽ കുറച്ച് കാഠിന്യം ഉണ്ട്, എനിക്കറിയാം, കുറച്ച് കടുപ്പുണ്ട്. കാരണം വെച്ചാൽ ഒരു ഫിസിക്സോ കെമിസ്ട്രിയോ ക്ലാസ് പറയുന്ന പോലെ പറയേണ്ടി വരും. കാരണം നമ്മളെ ശാസ്ത്രം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതിനോട് അതൊന്ന് ആൾക്കാർ അകന്നു പോയത്. മറ്റേതൊക്കെ നിയമാവലി മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ എന്താ പറയാ ആധികാരികതയൊന്നും അതിൽ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഇത് മനസ്സിലാവാത്തതുകൊണ്ട് മേപ്പെട്ട് നോക്കി നടന്നു, അതാ പ്രശ്നം. മേപ്പെട്ട് നോക്കി നടന്നു, അതാ പ്രശ്നം. ഇങ്ങോട്ട് നോക്കിക്കോളൂ, നിങ്ങൾ കേൾക്കണ്ടായില്ലേ? ഇതാണ് അനാഹതം. ഈ അനാഹതത്തിലാണ് പ്രാണന്റെ സ്ഥാനം. ഇവിടെ തൊട്ട് തന്റെ തപശക്തിയുടെ ഒരു അംശം ബീജമാക്കി എടുത്തിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തുന്നത്. അത് ഞാൻ പിന്നീട് വരുമ്പോ പറയാം, എങ്ങനെയാണ് പ്രതിഷ്ഠ നടത്തുന്നത് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ബീജമാക്കി എടുത്തിട്ട് ഈ പ്രപഞ്ച ചൈതന്യത്തെ, അതായത് ഭഗവാൻ കൃഷ്ണനെ മൂലമന്ത്രത്താലെ ആവാഹിച്ച് ഈ പ്രാണനിൽ തൊട്ട് തന്റെ തപശക്തിയുടെ ഒരു അംശം ബീജമാക്കി ആ വിഗ്രഹത്തിലേക്ക് ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ ആ വിഗ്രഹം സ്പന്ദിക്കില്ല. അത്ര ബീജം കൊടുക്കണം. അതുകൊണ്ടാണ്, ശ്രദ്ധിക്കണ്ടോ ഞാൻ പറഞ്ഞു, ഈ ബീജം കൊടുക്കൽ ചടങ്ങുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഗർഭഗൃഹം എന്നാ വിളിക്കുന്നത്. ഏതിനെ? ശ്രീകോവിലിനെ ഗർഭഗൃഹം എന്നാ വിളിക്കുന്നത്. കാരണം ഗർഭത്തിലേക്ക് ബീജം കൊടുക്കണം, അപ്പോഴേ രൂപം ഉണ്ടാവുള്ളൂ. ഭഗവാൻ ശരിക്കും രൂപമില്ലാത്തവനാണ്, ശരിയാണോ അല്ലയോ? നിരാകാരനും നിർഗുണനുമാണ് അവൻ, ശരിയല്ലേ? പക്ഷെ നമുക്ക് ഉപാസിച്ചുയരാനാണ് അവൻ എന്ത് കൊടുത്തത്? രൂപം കൊടുത്തത്. അപ്പൊ രൂപം കൊടുക്കണമെങ്കിൽ ബീജം കൊടുക്കണ്ടേ? എനിക്കും നിങ്ങൾക്ക് രൂപം കിട്ടിയത് എങ്ങനെയാ? അച്ഛന്റെ ബീജം അമ്മയുടെ ഗർഭത്തിലേക്ക് സന്നിവേശിച്ചിട്ടല്ലേ? ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ ഈ ബീജം എടുത്ത് തന്റെ തപശക്തിയുടെ ഒരു അംശം ബീജമാക്കിയിട്ട് ആ ഗർഭഗൃഹത്തിലേക്ക് ചാർജ് ചെയ്യുമ്പോൾ അവിടെ ഭഗവാന് രൂപം കിട്ടുകയാണ്. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ആ ഭഗവാൻ അവിടെ പരിലസിക്കുകയാണ്. അതുകൊണ്ടാണ് തന്ത്രികളെ, ശ്രദ്ധിക്കൂ, തന്ത്രികളെ ക്ഷേത്രത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നത് ഈ ബീജം കൊടുക്കുന്നതിനെ കൊണ്ടാണ്. അത് ഈ അനാഹത ചക്രത്തിൽ തൊട്ടിട്ട. അനാഹത ചക്രത്തിന്റെ സ്ഥാനത്ത് ഈ ഷടാധാര പ്രതിഷ്ഠയിൽ എന്താ ഉള്ളതെന്ന് അറിയോ നിങ്ങൾക്ക്? ശിലയിൽ കൊത്തിയൊരു താമരയാണ്. അതിന്റെ മുകളില് നമ്മുടെ വിഗ്രഹം എങ്ങോട്ടാണോ തിരിഞ്ഞു നിൽക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞ് ഒരാമയെയും വെക്കും ഇതിന്റെ മുകളിൽ. ആമ പ്രാണന്റെ പ്രതീകമാണ്. ഇവിടെ വിളക്കിന്റെ തോട്ടിലൊക്കെ ആമയെ കാണാം. ആമ പ്രാണന്റെ പ്രതീകമാണ്. കാരണം സകലതും ഉള്ളിലേക്ക് വലിക്കാൻ കഴിയുന്നത് പ്രാണന്റെ പ്രതീകമാണ്. കേൾക്കണ്ടോ ഇല്ല? അതുകൊണ്ട് ആമയെ പ്രതിഷ്ഠിച്ചത്. മനസ്സിലാവില്ലേ?
മനസ്സിലാവണില്ലേ? വരട്ടെ. അപ്പൊ നോക്കൂ, മൂലാധാരത്തില് ആധാരശില, സ്വാധിഷ്ഠാനത്തില് ധാന്യപീഠം, അതിന്റെ തൊട്ട് മുകളിൽ മണിപൂരകത്തില് പറയൂ ഒരു കുടം, അതിൻ്റെ ഉള്ളില് രത്നമിട്ട് വെച്ചിരിക്കുന്നു. അതിന്റെ മുകളിൽ അനാഹത ചക്രം. അനാഹത ചക്രത്തിൽ എന്താ ഉള്ളത്? ശിലയിൽ കൊത്തിയ താമര. അതിൽ വിഗ്രഹം എങ്ങോട്ടാണോ തിരിഞ്ഞു നിൽക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞ് ഒരാമയെയും വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ തൊട്ട് മുകളിലേക്ക് വരുന്നതായി കഴുത്തിന്റെ ഇവിടെ. ഇങ്ങോട്ട് നോക്കൂ, ആ കഴുത്തിന്റെ ഇവിടെ വിശുദ്ധി ചക്രം. ഏതാ ചക്രം? വിശുദ്ധി. അപ്പൊ എത്ര ചക്രമായി? 5. വിശുദ്ധി ചക്രത്തിന്റെ സ്ഥാനത്ത് ഒരു യോഗനാളിയാണ് എവിടെ വെക്കുക? ഈ ക്ഷേത്രത്തിനുള്ളിൽ. ഈ വിശുദ്ധി ചക്രത്തിലേക്ക് നമ്മുടെ ചൈതന്യം ഉയരുമ്പോഴാണ് നല്ല ഗായകരുണ്ടാവണം. ഇവിടേക്ക് ഉയരുമ്പോൾ ഗായകര് അത് മുൻജന്മത്തിൽ കയറിയതായിരിക്കും. ഇപ്രാവശ്യമൊക്കെ വരുന്നവരൊക്കെ അങ്ങനെയായിരിക്കും. കേൾക്കണ്ടോ ഇല്ലോ? ഈ വിശുദ്ധി ചക്രത്തിലേക്ക് ഉയരുമ്പോഴാണ് നല്ല ഗായകരുണ്ടാവുന്നത്, നല്ല ഭാഷകരുണ്ടാവുന്നത്. ഇവരൊക്കെ ഈ വിശുദ്ധി ചക്രത്തിലേക്ക് ഉയർന്നു. ചിലപ്പോൾ അതിന്റെ മുകളിലേക്ക് ഉയർന്നിട്ടുണ്ടാവും, പറയാനൊന്നും പറ്റില്ല. വിശുദ്ധി ചക്രത്തിലേക്ക് ഉയരുന്നു. അവിടുന്ന് വരട്ടെ. അവിടെ ഒരു യോഗനാളി അവർക്ക് എന്താ എന്ത് നഷ്ടപ്പെട്ടു ആണോ? ഇവിടെ ഉണ്ടോ? നോക്കിയോ? അല്ല, അദ്ദേഹം കുറെ നേരമായി ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നാം. അവിടെ നോക്കി അദ്ദേഹം ഉള്ളിലാ? ശരി. അത് ഞാൻ ഇവിടെ നോക്കി. ഞാൻ പിന്നെന്താ വെച്ചാൽ എന്താ തരയണമെന്ന് മനസ്സിലായില്ല എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ശരി. എന്തേ പറഞ്ഞു? വിശുദ്ധി ചക്രം. ഈ കഴുത്തിന്റെ മുകളിൽ ഇവിടെ വിശുദ്ധി ചക്രം. കേൾക്കില്ലേ? ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. ഏറ്റവും പരമപ്രധാനമായ 6ാമത്തെ ചക്രം ശ്രദ്ധിക്കൂ. ഇതാ 2 പുരികത്തിന്റെയും നടുവിൽ. ഇവിടെ എല്ലാവരും കാണുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കണുണ്ടോ? ഈ ചക്രമാണ് നമ്മുടെ 3ാം കണ്ണ് നിൽക്കുന്ന ചക്രം. ഇവിടെയാണ് 3ാം കണ്ണ്. അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ വന്നാൽ ചന്ദനം തന്നാൽ ഇവിടെയാണ് തൊടുക, കുങ്കുമം തന്നാൽ ഇവിടെയാണ് തൊടുക, ഭസ്മം തന്നാൽ ഇവിടെയാണ് തൊടുക. എന്താ കാരണം? ഓർമ്മിപ്പിക്കുകയാണ്. ഏത്? അങ്ങനെ ഒരു ചക്രം ഉണ്ട് കേട്ടോ, മറന്നു പോകരുത് കേട്ടോ, ഇതിനെ തുറപ്പിക്കണം കേട്ടോ. ഏത്? ഈ 3ാം കണ്ണിനെ തുറപ്പിക്കണം, എന്നാലേ യഥാർത്ഥ കാഴ്ച കിട്ടുള്ളൂ. ഇത് തുറക്കാത്തവരൊക്കെ യഥാർത്ഥ കാഴ്ച കിട്ടാതെ പോകും. ഏത് കണ്ണ് തുറക്കാതെ? 3ാം കണ്ണ് തുറക്കണം. അതാണ് ശിവന് ഇവിടെ ഒരു 3ാം കണ്ണ് വരച്ചു വെച്ചത്. ഇവിടെ 3ാം കണ്ണുണ്ട്. അത്താഴപൂജ ഇപ്പൊ ഇവിടെ നടക്കുന്നുണ്ട് അമ്പലത്തിൽ. ഉണ്ടോ ഇല്ലയോ? അത്താഴപൂജ നടന്നാല് ദേവന്റെ 3ാം കണ്ണ് അടക്കിയാണ് അത്രേ ചെയ്യുന്നത്. അതാണ് അത്താഴപൂജയുടെ പ്രത്യേകത. ദേവന്റെ ഏത് കണ്ണടക്കും? 3ാം കണ്ണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അമ്പലത്തിൽ വരുമ്പോൾ എന്നിട്ട് നടയടക്കുകയാണ് ചെയ്യുക. അമ്പലത്തിൽ നമ്മൾ വരുമ്പോൾ രാവിലത്തെ പൂജ ഉഷപൂജ മൂലാധാരത്തിലാണ്. കേൾക്കണ്ടോ ഇല്ലയോ? മൂലാധാരത്തിലാണ് നടക്കുന്നത്. എന്താ കാരണം വെച്ചാല്, ഞാൻ കോഴിക്കോട് വളയനാട് ഹിന്ദു സേവാ സമിതി ഹാളില് ഈ വിഷയം സംസാരിക്കുന്ന ഒരാള് സംശയം ചോദിച്ചു. ഷർട്ട് ഇട്ട് അമ്പലത്തിൽ കയറണോ, ഷർട്ട് ഇടാതെ കയറണോ? നിങ്ങളെ മറുപടി? ഷർട്ട് ഇടാണ്ട കയറണം. ഷർട്ട് ഇട്ട് കയറണം. എന്താ അഭിപ്രായം? ഷർട്ട് ഇടാണ്ട കയറണം. ഇട്ട് കയറണം എന്നാ നിങ്ങളെ അഭിപ്രായം? ഇട്ട് കയറണം എന്നാ അഭിപ്രായം? ഇടരുതെന്നോ? ഇത് രണ്ടായാലും ഇത് തീരുമാനിക്കുന്നത് ഇങ്ങോട്ട് നോക്കും. അകത്തെ ചടങ്ങും പുറത്തെ ചടങ്ങും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവില്ലയോ എന്ന് എനിക്കറിയില്ല. എന്താ പറഞ്ഞ? അകത്തെ ചടങ്ങുണ്ട്, പറയൂ, പുറത്തെ ചടങ്ങുണ്ട്. എന്താ അകത്തെ ചടങ്ങും പുറത്തെ ചടങ്ങും? നോക്കൂ, ഞാനൊരു ദൃഷ്ടാന്തം പറയാം. ഞാൻ ഒരിക്കലും കൊണ്ടോട്ടി അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഒരു എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് എന്നെ ഒന്ന് കളിയാക്കിക്കൊണ്ട്, നമ്മളെ ശാസ്ത്രത്തെ കളിയാക്കിക്കൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? 35 ആയില്ലേ? എന്നാ പിന്നെ ഞാൻ ചോദ്യം പറയണ്ട. അതായത് പെട്ടെന്നൊന്ന് പറയാം. ഇവ തൊട്ട് വെച്ചു. അവൻ അതിന്റെ മുന്നേ പറഞ്ഞുകൂടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ ഈ വിഷയം പറഞ്ഞു പോകുമ്പോൾ മറന്നു പോകും. എന്തേ പറഞ്ഞു ഞാൻ പോയി. അപ്പൊ ഇവൻ ചോദിച്ചു, അങ്ങനെ എന്താ പറയാ, രാത്രി 11:05 11:10 കൂടിയിട്ട് ഹരിവരാസനം ചൊല്ലി അയ്യപ്പസ്വാമിയെ ഉറക്കല്ലേ, അങ്ങനെയാണെങ്കിൽ അമേരിക്കക്കാരുടെ സ്ഥിതി എന്താവും എന്ന് ചോദിച്ചു. അത്ര എന്നോട് മനസ്സിലായില്ലേ? എന്നെ തോണ്ടിക്കൊണ്ട് ചോദിച്ച ചോദ്യം. ഓന്റെ മണ്ടയ്ക്കൊന്ന് കൊടുത്ത് ഞാൻ മറുപടിയും കൊടുത്തു. അയ്യപ്പൻ ഉറങ്ങിപ്പോയാൽ അമേരിക്കക്കാരുടെ സ്ഥിതി എന്താവും എന്ന് അവൻ ചോദിച്ചത്. കാരണം ഉറക്കിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പകലായിരിക്കുമല്ലോ അമേരിക്കയിൽ. ഇവിടെ ഉറങ്ങിക്കിടക്കണമെന്ന് നോക്കുന്നത് അയ്യപ്പൻ തന്നെയാണ്. ശരിയാണോ അല്ലയോ? അത്ര ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എന്താ? അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, നീയും ഞാനും ഉറങ്ങണ കൂർക്കം വലിച്ചുള്ള ഉറക്കമല്ല അയ്യപ്പസ്വാമിയുടെ ഉറക്കം. അത് പഠിക്കണമെങ്കിൽ നീ സത്യമായ 18 പടി കയറി ആ ശബരിമലയിൽ നടക്കുന്ന ചടങ്ങിനെ ആദ്യം ഒന്ന് പഠിച്ചു പോകാന്ന് പറഞ്ഞു. എന്നിട്ട് വർത്താനം പറയാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ഒരു ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് 3 പൂജയാണുള്ളത്. അതിൽ രാവിലത്തേത് ഉഷപൂജയാണ്. അത് നടക്കുന്നത് മൂലാധാരത്തിലാണ്. കേൾക്കണ്ടോ ഇല്ല? ദേവനെ ഉണർത്തുകയാണ്.
അങ്ങനെ ഉണർത്തി വിളക്കൊക്കെ തെളിച്ചു നിർമാല്യം ഒക്കെ ഇതാക്കി എന്താ പറയുക, ഈ മൂന്നാം കണ്ണ് തുറക്കുക ചെയ്യണം. മൂന്നാം കണ്ണ് തുറക്കുന്നു രാവിലെ, കേൾക്കണ്ടല്ലോ. ധ്യാനത്തിൽ ഇരുന്നിരുന്ന ഭഗവാനെ ഈ മൂന്നാം കണ്ണ് തുറപ്പിച്ച് നിർത്തുകയാണ്. അപ്പോഴാണ് നമ്മൾ തൊഴാൻ ചെല്ലുന്നത്. ഈ രണ്ട് കണ്ണിലൂടെയല്ല ഭഗവാനെ നോക്കണത്, മൂന്നാം കണ്ണിലൂടെയാണ്. കേൾക്കണുണ്ടല്ലോ, മൂന്നാം കണ്ണിലൂടെ നോക്കുമ്പോഴാണ് അനുഗ്രഹഭാവത്തിൽ നോക്കുന്നത്. അതുകൊണ്ടാണ് അമ്പലത്തിൽ പോയി വന്നാൽ ചില ആൾക്കാരൊക്കെ പറയുന്നേക്കാം, ദേവനെ തൃക്കൺ പാർത്തു കേട്ടോ. എന്താ തൃക്കൺ പാർക്കുക? മൂന്നാമത്തെ കണ്ണുകൊണ്ട് പാർക്കുക. പാർക്കുക പറഞ്ഞാൽ നോക്കുക, അതാണ് തൃക്കൺ പാർക്കുക പറഞ്ഞാൽ. അപ്പൊ ഈ മൂന്നാമത്തെ കണ്ണുകൊണ്ടാണ് ദേവൻ ആരെ നോക്കുന്നത്? നമ്മളെ ഒക്കെ നോക്കണത്. ഇത് മനസ്സിലാക്കി വെച്ചാൽ നിന്ന് നോക്കൂ. ഉച്ചകേൽത്ത പൂജ നടക്കണത്, ഉച്ചപൂജ നടക്കണത് അനാഹതത്തിലാണ്. ആരോടൊപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ സമയം പോയിട്ട് ഇങ്ങോട്ട് വരട്ടെ. അനാഹതത്തിലാണ് ഉച്ചപൂജ നടക്കുന്നത്. രാത്രിയിൽ അത്താഴ പൂജ നടക്കുന്നത് പറയൂ ആജ്ഞാചക്രത്തിലാണ്. ആജ്ഞാചക്രത്തിൽ ആ മൂന്നാം കണ്ണിൽ. ഈ മൂന്നാം കണ്ണ് അടച്ച്, ശ്രദ്ധിക്കണ്ടോ നിങ്ങൾ പറഞ്ഞത്, പൂജകൻ മൂന്നാം കണ്ണ് അടച്ച് ദേവനെ ഉറക്കല്ല. ഇതാരും അങ്ങനെ വിചാരിക്കരുത്. ശബരിമലയിലും ഇവിടെയൊന്നും ദേവനെ ഉറക്കല്ല. പിന്നെന്താ? ധ്യാനാവസ്ഥയിലേക്കാക്കുക. ധ്യാനാവസ്ഥയിലേക്കാക്കി ശ്രീകോവിൽ അടയ്ക്കുമ്പോഴാണ് പുറത്ത് യേശുദാസിന്റെ ശബ്ദത്തില്, അതായത് കാൽപ്പാടുകൾ എന്ന സിനിമയിൽ ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന പൂജ ഗുരുദേവന്റെ വരി ചൊല്ലിക്കൊണ്ട് കാൽപ്പാടുകൾ എന്ന സിനിമയിലൂടെ സിനിമാ പിന്നണി ഗാന രംഗത്തേക്ക് കടന്നു വന്ന പത്മശ്രീ KJ യേശുദാസ്, അത്രയും പറഞ്ഞാൽ പോരാ, ആ ദാരിദ്ര്യത്തിന്റെ നെരിപ്പോടിൽ നിന്ന് കടന്നു വന്നവനായ അഗസ്റ്റിൻ ജോസഫിന്റെ മകനായ പത്മശ്രീ KJ യേശുദാസിന്റെ ശബ്ദത്തില് നമ്മൾ എന്ത് കേൾക്കണത്? പറയൂ, എന്ത് കേൾക്കണത്? ഹരിവരാസനം കേൾക്കണം. ഹരിവരാസനം കേൾക്കണം. കേൾക്കണുണ്ടോ നിങ്ങൾ ഞാൻ പറയണത്? ഞാൻ ഗുരുദേവനെ പറഞ്ഞു. എന്താ പറയുക, ഇവിടേക്ക് എനിക്കറിയാം കുറച്ച് ചിന്തകളൊക്കെ കൂടുതലുണ്ട് എന്ന് തെക്ക് ഭാഗത്തേക്ക്. അതായത് നായർ, തീയർ ഇങ്ങനത്തെയൊക്കെ വിഭാഗീയത കുറച്ച് ഉണ്ടോ? നീ അങ്ങോട്ട് മലബാറിലേക്ക് കുറച്ച് കുറവാ ഉണ്ടാവരുത്. മനുഷ്യരാണ്. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? മനുഷ്യത്വം മാത്രമാണ് ഏറ്റവും വലുത്. ഇത് ശ്രദ്ധിച്ചോളാം. നമ്മൾ ഏത് ഗണത്തിൽപ്പെട്ടോട്ടെ മനുഷ്യരാണ്. ആ ഗണത്തിൽ നിന്നിട്ടേ ചിന്തിക്കാവൂ. ഒന്നിച്ചു നിൽക്കണം. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ കേരളത്തിൽ വന്നപ്പം, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല എനിക്ക്, വെളിപ്പാടകലെ തീണ്ടാപ്പാടകലെ നിർത്തിയവൻ മതം മാറി വന്നവൻ പേര് മാറിയപ്പം അവനെ കയറ്റി ഉള്ളിലേക്ക് ഇരുത്തുന്നത് കണ്ടപ്പോഴാണ് വിവേകാനന്ദ സ്വാമികൾക്ക് ദേഷ്യം വന്നിട്ട് അദ്ദേഹം തന്റെ ഡയറിയിൽ കോറിയിട്ടത്, ഇഫ് യു വാണ്ട് ടു സീ എ ലുനാറ്റിക് അസിലം കം ടു ട്രാവൻകൂർ ആൻഡ് മലബാർ എന്ന്. അദ്ദേഹം ഡയറി കോറിയിട്ട വാക്കാണ് ഞാൻ പറയുന്നത്. എനിക്ക് പറയാൻ ഒരു മടിയില്ല. വീണ്ടും വിളിച്ചാലും വിളിച്ചില്ലേലും സന്തോഷം. ഇഫ് യു വാണ്ട് ടു സീ എ ലുനാറ്റിക് അസിലം കം ടു ട്രാവൻകൂർ ആൻഡ് മലബാർ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭ്രാന്താലയം കാണണോ? വരൂ തിരുവിതാംകൂറിലേക്കും മലബാറിലേക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് ഗണത്തിലിരിക്കട്ടെ നമ്മൾ ഒന്നാണ്. കേൾക്കുന്നുണ്ടോ പറയണത്? എക്സ് ഓർ വൈ ഓർ സെഡ് ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി, യു ആർ ദ വൺ. ആ വണ്ണായിട്ട് ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. വേണോ വേണ്ടയോ? തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും തിരിഞ്ഞ് അടികൂടല്ല വേണ്ട. ഒന്നിച്ചു നിൽക്കൂ. സംഘശക്തിയാണ് വലുത്. പോരാ, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. നന്നാക്കി മനസ്സിലാക്കി. ഈ വിഭാഗീയത തൊലഞ്ഞു പോട്ടെ, വിഭാഗീയത ഇല്ലാണ്ടായി പോട്ടെ, നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കപ്പെടട്ടെ. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? അതാണ് ഉള്ളിലെ ആഗ്രഹം. ആരോട് പറയണു? പക്ഷേ വരട്ടെ. ഇപ്പൊ എന്തേ ഞാനിത് പറയാൻ കാരണം ഉണ്ടായി? ശബരിമലയില് ഈ ഹരിവരാസനം യേശുദാസിന്റെ ശബ്ദത്തിൽ ചൊല്ലാൻ തുടങ്ങിയിട്ട് ഒരു 60 വർഷമായിട്ടുണ്ടാവും അല്ലേ? ശരിയല്ലേ? അതിന്റെ മുന്നേ അവിടെ അയ്യപ്പൻ ഇല്ലേ? ഉണ്ട്. അപ്പൊ നോക്കൂ, ഉള്ളിലെ ചടങ്ങ് എന്താ? ഈ ഹരിവരാസനം പുറത്ത് നടക്കുമ്പോ അത്താഴ പൂജയാണ്. അത്താഴ പൂജയിൽ ആജ്ഞാചക്രം അടക്കുകയാണ്. ഉള്ളിലെ ചടങ്ങ് ഒരു കാലത്തും മാറ്റാൻ പറ്റില്ല. പറഞ്ഞാൽ മനസ്സിലായോ? എന്നാൽ ഹരിവരാസനം ഉണ്ടാവാം, ഇല്ലാണ്ടാവാം. ആയിക്കൂടെ? ശരിയാണോ അല്ലയോ? അപ്പൊ എന്താ പറയാ, അവിടെ അയ്യപ്പൻ ഇല്ലാണ്ടാവുമോ? ഇല്ല. അത് പുറത്തെ ചടങ്ങ്. അപ്പൊ പുറത്തെ ചടങ്ങുണ്ട്, പറയൂ. അകത്തെ ചടങ്ങുണ്ട്. അകത്തെ ചടങ്ങ് മാറാതിരിക്കുകയും പുറത്തെ ചടങ്ങ് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഷർട്ട് ഇടാതിരിക്കുക, അതൊക്കെ എന്താ പറയാ തീരുമാനിക്കാൻ നിങ്ങൾക്ക്. ഷർട്ടും ഉള്ളിലെ ദേവന്റെ ചൈതന്യവും പ്രതിഷ്ഠയും തമ്മില് ബന്ധമില്ല. പക്ഷേ എന്താ പറയാ, ഷർട്ട് ഇടാണ്ട് വന്നാൽ കുറച്ച് മുമ്പ് വെയിലും വെളിച്ചമൊക്കെ കിട്ടും. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായല്ലോ. അകത്തെ ചടങ്ങ് പറയൂ, പുറത്തെ ചടങ്ങ് വ്യക്തമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കിക്കോണം. ഉള്ളിലെ ചടങ്ങിന് എന്തുണ്ടാവില്ല? മാറ്റത്തിന് വിധേയമേ അല്ല. പക്ഷെ പുറത്തെ ചടങ്ങ് നമുക്ക് എന്ത് ചെയ്യാം? കാലാനുസൃതമായിട്ട് അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, വരുത്തുകയും ചെയ്യാം.
പക്ഷെ എന്ത് വേണം? അത് ഏതെങ്കിലും നാൽക്കവലയിൽ നിന്നിട്ടല്ല മാറ്റം വരുത്തേണ്ടത്. പിന്നെ അവിടുത്തെ തന്ത്രികളുമായിട്ട്, അവിടുത്തെ പ്രതിഷ്ഠ നടത്തിയപ്പോഴുള്ള ഭാവവുമായിട്ട് കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് ഭക്തരുമായിട്ട് ചർച്ച ചെയ്തിട്ടാ തീരുമാനിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ വ്യക്തമാണല്ല. ക്ലിയർ അല്ലേ പറഞ്ഞത്? വ്യക്തമാണല്ല. വരട്ടെ, ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു തീർന്നു. എന്തോട് പറഞ്ഞു? ആജ്ഞാചക്രം. അപ്പൊ മൂന്നാം കണ്ണ് തുറന്നിരിക്കുകയാണ് പകല്. രാത്രി അത്താഴ പൂജയോടെ ഇതിനെ അടക്കുക ചെയ്യും. നമുക്കിവിടെ മൂന്നാം കണ്ണുണ്ട്. അവിടെ പറ്റിക്കൽ പൊട്ട് ഒട്ടിച്ചു വെക്കരുതേ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ചെറിയ പൊട്ടാണെങ്കിൽ കുറച്ചുകൂടി നന്ന്, കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ അവിടെ കൊള്ളട്ടെ. അല്ലെങ്കിൽ സ്ഥാനം ഒന്ന് തെറ്റിച്ചൊട്ടിക്കുക. അവിടെ ചന്ദനോ കുങ്കുമോ ഒക്കെ ആയിരുന്നു പണ്ട് തേച്ചിരുന്നത്. ഇന്ന് ശുദ്ധമായ കുങ്കുമം കിട്ടില്ല, ചന്ദനവും ഒക്കെ കിട്ടുമോന്ന് അറിയില്ല. നല്ലത് ഇവിടെ തേക്കുക. കാരണം ഇവിടെ ഇത് തുറന്ന് കിട്ടണം. ഈ മൂന്നാമത്തെ ചക്രത്തിൽ, ആറാമത്തെ ചക്രത്തില് ക്ഷേത്രത്തിൽ എന്താണുള്ളത് എന്നറിയോ നിങ്ങൾക്ക്? നപുംസകശിലയാണ്. അവസാനിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞേ? നപുംസകശില. എന്താ നപുംസകശില? ഈ മൂന്നാം കണ്ണ് തുറന്നാൽ സ്ത്രീ പുരുഷ ഭേദഭാവന ഉണ്ടാവില്ല. ഒന്നുകൂടെ പറയാം, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കേൾക്കി. എന്താ പറഞ്ഞേ? ഈ മൂന്നാം കണ്ണ് തുറന്നാൽ അവിടെ എന്തുണ്ടാവില്ല? സ്ത്രീ പുരുഷ ഭേദഭാവന ഉണ്ടാവില്ല. നിങ്ങൾ ഇന്ന ജാതി, ഇന്ന വർഗം, ഇന്ന സമുദായം, ഇന്നത് ഒരു ഭേദഭാവനയും ഇത് തുറന്നോനെ സംബന്ധിച്ചുണ്ടാവില്ല. അതുകൊണ്ടാണ് ശ്രീശുക ബ്രഹ്മർഷി കേൾക്കുണ്ടായില്ലയോ? മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് പോന്നപ്പോ തന്നെ ഒറ്റ നടക്കായത്. ഡ്രസ്സും കൂടി ഇല്ലാണ്ട്. കേൾക്കുണ്ടോ ഞാൻ പറഞ്ഞത്? ഒരാൾക്കും ഒരു കുറവും തോന്നിയിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പം അച്ഛൻ മായയിൽ പെട്ടുപോവാണ്. ആര്? വ്യാസൻ വിളിക്കുകയാണ് അത്ര മോനെ. അപ്പോഴാണ് യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാദരോഭിനേതു സ്തം സർവഭൂത ഹൃദയം മുനിമാനദോസ്മി. രോമം എഴുന്നേറ്റ് നിൽക്കുന്നു. വ്യാസൻ മോനെ എന്ന് വിളിച്ചപ്പം സകല ജരാചരങ്ങളും വിളി കേൾക്കുകയാണത്രേ. അന്നേരാണ് വ്യാസൻ ലജ്ജിച്ച് തല താഴ്ത്തിപ്പോയത്. ഇത്രയൊക്കെ വിവരം ഉണ്ടായിട്ട് ഞാൻ അങ്ങനത്തെ വിവരക്കേട് കാട്ടിയല്ലോ. മോനേന്ന് ആരെ വിളിക്കുകയാണ്? ശ്രീശുകനെ. അപ്പൊ ശ്രീശുകൻ അച്ഛന്റെ കണ്ണ് തുറന്നു കൊടുക്കുകയാണ്. അച്ഛ, ഞാനല്ല നിങ്ങളെ മോൻ, സകല ജരാചരങ്ങളും നിങ്ങളെ മോൻ തന്നെയാണ്. അതായത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഈ കാണായതിന്റെ മുഴുവനും ഉള്ളില് ഇരിക്കണത്. അഹം ഭവാൻ ന ചാന്യസ്ത്വം. ഞാനും നീയും എന്ന ഭേദഭാവനയില്ല. പുരഞ്ജനോപാഖ്യാനം. ഞാനും നീയും എന്ന ഭേദഭാവനയില്ല. അത് ബുദ്ധിയുള്ളവന് തിരിച്ചറിയാം. അതിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മസത്ത, അന്തസത്ത, ചൈതന്യസത്ത ഒന്നാണ്, രണ്ടല്ല. പിടികിട്ടിയില്ലേ? ഈ ക്ഷേത്രത്തെ പിടികിട്ടിയില്ലേ? കിട്ടിയോ ഇല്ലയോ? ഈ 6 പടി കടന്നിങ്ങോട്ട് മുകളിലേക്ക് കയറിയാല് അവിടെയാണ് നമ്മളുടെ പ്രതിഷ്ഠ. ആരുടെ പ്രതിഷ്ഠ? ഭഗവാന്റെ പ്രതിഷ്ഠ. അത് സഹസ്രാരത്തിലാണ്. ഈ 6 പടി സാധന ചെയ്ത് പറയൂ മുകളിലേക്ക് ഉയർത്തണം. അതാണ് കൊടിയേറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൊടിമരത്തിന്റെ മുകളിൽ അടിയിലെ കൊടി കണ്ടിട്ടില്ലേ? കൊടിമരത്തിന്റെ മുകളിൽ തല എങ്ങനെയാണ് ഉണ്ടാവുക? 3 വാലുണ്ടാവും. അഗ്നി ഇങ്ങനെ മുകളിലേക്ക് പോണ പോലെയാ. ശരിയല്ലേ? അങ്ങനെ തന്നെയല്ലേ? അഗ്നി മുകളിലേക്ക് പോണ പോലെയാ. ആ 2 നൂലിലാണ് അത് പൊങ്ങ. ആ 2 നൂല് ഇടാപിങ്കല നാഡിയാണ്. അങ്ങനെ അത് ഉയർത്തിക്കഴിഞ്ഞാൽ മുകളിൽ മണികൾ തൂങ്ങണത് കാണാം. ഈ സഹസ്രാരത്തിലേക്ക് നമ്മൾ സാധന ചെയ്ത് കയറിയാൽ നമുക്ക് ആനന്ദ തുലിതമായ നാദങ്ങളൊക്കെ കേൾക്കാൻ കഴിയുമത്രേ. അതാണ് ക്ഷേത്രത്തിലെ വാദ്യങ്ങളും നാദങ്ങളും ഒക്കെ. ആനന്ദത്തിൽ ആറാടും അത്രേ നമ്മൾ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ. അതാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് സംഭവിച്ചത്. ഇന്ന് പറയാൻ നിൽക്കില്ല, ഒരടി ഞാൻ മുന്നോട്ട് പോകും. ക്രമം തെറ്റി അതിന് അക്രമം എന്നാ വിളിക്കുക. ഇവിടെ ഉള്ളവർക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അതും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും എങ്ങനെ ഭട്ടതിരിപ്പാട് മേൽപ്പത്തൂർ നാരായണീയ ഭട്ടതിരിപ്പാട് വാതരോഗത്തിൽ നിന്ന് മോചനം നേടി ഈ പാമ്പിനെ ഉണർത്തിയതാ. കേൾക്കണ്ടായില്ലയോ? 6 പടികൾ മുകളിലേക്ക് കയറിയതാ. കയറിയിട്ട് 7ാമത്തെ പടി, 7ാമത്തെ മുളന്തണ്ട് പൊട്ടി. പറയൂ ആരെ? ആ ഭഗവത് സായുജ്യം നേടുകയാണ്. ശ്രദ്ധിക്കില്ലേ? അപ്പോഴാണ് ഈ കൊടിമരത്തിന്റെ മുകളിൽ ആലും മാവും ദർഭയും കൂടി കൂട്ടിയിട്ട് വെച്ച് കെട്ടുക. ഈ ആലും മാവും ഇടാപിങ്കല നാഡിയുടെ സങ്കല്പമാണെന്നും മനസ്സിലാക്കി വെക്കുക. ഒരു ക്ഷേത്രമാണ് നമ്മുടെ ശരീരം. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ക്ഷേത്രജ്ഞനെ കുറിച്ച് പഠിക്കുവാനുമാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ആ ഭാഗവതത്തിന്റെ പരമ താല്പര്യമായ സത്യം പരം ധീമഹി, ആ പരമമായ സത്യത്തെ നീ മനസ്സിലാക്കടോ, ആത്യന്തികമായ ഉണ്മയെ നീ മനസ്സിലാക്കടോ എന്ന തത്വത്തിലേക്ക് നമ്മൾ ഉറക്കെ കടക്കുക തന്നെ ചെയ്യും. അത് കടക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.